ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. ഓക്കെ, താങ്ക് യു അനിൽ ബ്രദറെ. വളരെ കൃത്യമായി ചരിത്ര രേഖകൾ വെച്ച് മുഹമ്മദിൻ്റെ മതക്കാർ ഇന്ത്യയോട് ചെയ്ത ക്രൂരതകളുടെ ഒരു ചരിത്രം 1 മണിക്കൂർ കൊണ്ട് അവതരിപ്പിച്ച അനിൽ ബ്രദറുള്ള നന്ദി അറിയിക്കുകയാണ്. ഈ അനിൽ ബ്രദർ പറഞ്ഞ ഈ വിഷയാവതരണം അനിൽ ബ്രദറിൻ്റെ ട്രൂത്ത് ഫൈറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അപ്ലോഡാവും. നിങ്ങൾക്ക് അപ്പോഴും ഇതിൻ്റെ ഈ ഇപ്പോൾ അനിൽ ബ്രദർ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാവുന്നതുമാണ്. ഇതത് മാത്രമല്ല, ഇതിൻ്റെ റീപ്ലേ ഓണാണ്. നിങ്ങൾക്ക് ഏകദേശം എനിക്കറിയില്ല, ഒരു 10-25 ദിവസത്തോളം ഇത് നിൽക്കുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. അതിനെന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഈ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ ഈ ക്ലബിൽ ഇന്ന് അനിൽ ബ്രദർ സംസാരിച്ച ആ വിഷയാവതരണത്തിൻ്റെ റീപ്ലേ നിങ്ങൾക്ക് ഈ ചർച്ച കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. നിങ്ങൾക്ക് നാളെയോ മറ്റന്നാളോ ഒക്കെ പോയാൽ ഇതിൻ്റെ റീപ്ലേ കേൾക്കാവുന്നതുമാണ്. അനിൽ ബ്രദറിൻ്റെ വിഷയാവതരണം അത് നിങ്ങൾ കേട്ട് പഠിക്കുക. ഇവിടെ നമ്മൾ അറിഞ്ഞതും നമ്മൾ സ്കൂളിൽ പഠിച്ചതും ഒന്നുമല്ല യഥാർത്ഥത്തിൽ ചരിത്രമെന്നും ചരിത്ര പുസ്തകങ്ങളെ രേഖകളെല്ലാം വെച്ച് അനിൽ ബ്രദർ വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഈ വിഷയത്തോട് ആഡ് ചെയ്യാൻ ഷിജുമോഹൻ ബ്രദർ. ഹലോ. ഷിജുമോഹൻ ബ്രദറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ആഡ് ചെയ്യാൻ ഇല്ല ബ്രദറെ. അതിനകത്ത് ചർച്ച വരുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, നമ്മുടെ സഹോദരങ്ങൾ രാജാ ബ്രദർ, അബ്ബാ സിസ്റ്ററുണ്ട്, എബൻ ബ്രദറുണ്ട്, ജയ്സ് ബ്രദർ സംസാരിച്ചോളൂ. ജയ്സ് ബ്രദർ ബ്ലിങ്ക് ചെയ്തിരുന്നു, സംസാരിച്ചു. ഞാനിത് ഈ വിഷയാവതരണം കേട്ടപ്പം ഞാൻ മനസ്സിൽ തോന്നിയൊരു തോന്നലാണ്. ഇന്ന് നമ്മൾ വചനം വായിക്കുമ്പോൾ നമുക്ക് ഒരു സബ്ജക്റ്റിൽ നമുക്ക് എല്ലാവർക്കും പല താലന്താണ്. അനിൽ ബ്രദറിന് ഒരു പ്രത്യേക താലന്ത് കൊടുത്തിരിക്കുകയാണ് കർത്താവ്. ഇത് വേറൊന്നുമല്ല, ഞാൻ അനിൽ ബ്രദറിനെ പൊക്കി പറയണമെന്നല്ല. കർത്താവ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ വൂൾഫ്സ് ഇൻ ഷീപ്സ് ക്ലോത്തിങ്, ആട്ടിൻതോലിട്ട ചെന്നായ്ക്കൾ. നമ്മൾ പലപ്പോഴും മറന്നു വന്നൊരു കാര്യം, ഏതോ ഒരു ആടിനെ കൊന്നിട്ടാണ് അതിൻ്റെ തോലെടുത്ത് ഇട്ടേക്കുന്നത് ഈ ചെന്ന എന്നുള്ള. ആർക്ക് വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും കള്ളം സത്യം എന്ന രീതിയിൽ വിളിച്ച് പറയാം. നിങ്ങൾ മറ്റുള്ള ഗ്രൂപ്പുകളിൽ പോകുമ്പോൾ ഇത് ശ്രദ്ധിക്കണം. അവർ പറയുന്നതെല്ലാം സത്യമെന്ന് തോന്നും, പക്ഷെ ഒന്നിനും ഒരു റെഫറൻസോ ഒരു തെളിവോ കാണിക്കത്തില്ല. അങ്ങനെ ഇന്നയാൾ അങ്ങനെ ചെയ്തു, ഇന്നങ്ങനെ ഞാൻ കുറച്ച് വീഡിയോ ഇന്ന് കിട്ടിയപ്പോൾ അതിനകത്ത് 1-2 ഗ്രൂപ്പുകളിൽ അനിലയ്യപ്പൻ ഇങ്ങനെ ചെയ്തു, അനിൽക്കോടുത്തോട്ടം ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, മതസ്പർദ്ധ ഉണ്ടാക്കി. ഞങ്ങൾ ഈ സംസാരിച്ചാൽ എവിടെയാണ് മതസ്പർദ്ധ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ സൗരന്മാർ സംസാരിക്കുമ്പോൾ എല്ലാം തെളിവ് വെച്ചിടണം. സത്യം പറയുന്നത് മതസ്പർദ്ധയാകുമെങ്കിൽ പണ്ട് ആൾക്കാർ പറയുന്ന പോലെ തുമ്മിയെ തെറിക്കുന്ന മൂക്കാണ് തെറിച്ച് പോട്ടാൻ പോകും. ഞാനിത് ഇത്രയും പറയാൻ നിർബന്ധനാണ്. അല്ലച്ചാൻ പറയുന്നത് കേട്ടപ്പം ഇത്ര ക്ലാരിറ്റിയിൽ ഇത്രയും തെളിവ് വെച്ച് പറയാനായിട്ട് കർത്താവ് അദ്ദേഹത്തിന് ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ എതിർക്കപ്പെടുന്ന ഒരു വ്യക്തിയാണല്ലേ അയ്യപ്പൻ ബ്രദർ. സത്യം പറയുന്നത് കാരണം ബിക്കോസ് ഓഫ് ട്രൂത്ത് ഏറ്റവും കൂടുതൽ എതിർക്കപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം. ഞാൻ ജസ്റ്റ് ഇത്രയേ പറയുന്നുള്ളൂ. കർത്താവ് അനിൽ ബ്രദറിനൊക്കെ തന്നിരിക്കുന്ന കൃപ പരിശുദ്ധാത്മാവ് നടത്തുന്ന രീതിയിൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അത് മുമ്പോട്ട് തന്നെ പോകണം. ഇതിനകത്ത് ഇനി ഒന്നും കൂടുതൽ ആഡ് ചെയ്യാനായിട്ടില്ല. മോഡറേറ്റേഴ്സ് ആൾക്കാരെ കേട്ടിക്കൊള്ളു. ഓക്കെ, താങ്ക് യു. നമ്മുടെ സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചുരുങ്ങിയ വാക്കുകളോട് സംസാരിക്കാവുന്നതാണ്. അതിനുശേഷം താഴെയുന്ന സഹോദരങ്ങളെ മുകളിലേക്ക് കയറ്റുന്നതായിരിക്കും. രാജാബദരോ? ഓക്കെ. ഞാന് അനിൽ ബ്രദറിന്റെ ടോക്ക് മുഴുവൻ കേട്ടു. അദ്ദേഹം എല്ലാം റെഫറൻസ് വെച്ചിട്ടാണ് പറഞ്ഞത്. ഞാൻ മറ്റൊരു ഇൻസിഡൻസ് പറയാം. ഇബിൻ ബത്തുത്ത തമിഴ്നാട് വിസിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം അന്ന് മധുരൈ സുൽത്താനേറ്റിന്റെ കീഴിൽ കുറെ കാലം സുൽത്താന്റെ ഗസ്റ്റ് ആയിട്ട് താമസിച്ചിരുന്നു. അപ്പൊ ആ സമയം ഗിയാസുദ്ദീൻ എന്ന് പറയുന്ന സുൽത്താന്റെ ആ കാലഘട്ടത്തില് അവിടുത്തെ ഹിന്ദുക്കൾക്കേറ്റ പീഡനത്തിനെ പറ്റിയിട്ട് അദ്ദേഹം അതിൽ വിവരിക്കുന്നുണ്ട്. അത് കുറെ ഉണ്ട്. അതായത് അദ്ദേഹം പല രാജ്യങ്ങൾ സന്ദർശിച്ച് പല രാജാക്കന്മാരുടെ കീഴില് ഈവൻ മാലിയിൽ അദ്ദേഹം കുറച്ചു കാലം ഗവർണറായിട്ട് പോലും നിന്നിട്ടുണ്ട്, മാലി ദ്വീപുകളിൽ. എന്നിട്ട് അദ്ദേഹം പറയുന്നത്
അദ്ദേഹം ബോധം കെട്ടുപോയിരുന്നു ആ ക്രൂരത കണ്ടിട്ട്. അതിന്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് എക്കോ വരുന്നുണ്ട്. അതിന്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് എന്റെ കയ്യില്, പക്ഷെ അതിപ്പോ ഞാൻ വായിക്കാൻ നിൽക്കുന്നില്ല. അതുപോലെ ഗംഗാദേവി എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ച ഒരു കവിയത്രി എഴുതി വെച്ചിട്ടുള്ളത് ഒരു പുഴയുണ്ട് അതിന്റെ ഈ മധുരയ്ക്ക് അടുത്ത്. ആ പുഴ ഒരു എന്താ പറയാ ചന്ദനം പോലെ ഉള്ള അത്ര പ്യുവർ ആയിരുന്ന ആ പുഴ ഇപ്പം ആ പശുക്കളുടെയും അതുപോലെ മറ്റ് ജാതിയിലുള്ള ആൾക്കാരുടെയും ചോര കൊണ്ട് ചുവന്നാണ് ഒഴുകുന്നതെന്ന് അത് ആ കവിയത്രി വിവരിച്ചതായിട്ട് ഞാൻ ഇത് വായിച്ചപ്പോ ഞാൻ ഓർക്കുകയാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്റെ കയ്യിലുണ്ട്, പക്ഷെ നമ്മൾ വെറുതെ അത് വായിച്ച സമയം കളയണ്ടല്ലോ, മറ്റുള്ളവര് സംസാരിച്ചു. ഓക്കെ, താങ്ക് യു രാജബ്രദറെ. അപ്പോൾ സിസ്റ്റർ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? എനിക്ക് ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. അനിൽ ബ്രദറിന് അത് ഉത്തരം തരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വായിച്ചിരിക്കുന്നത് ഹിസ്റ്ററി ബുക്കിലൂടെ, പ്രത്യേകിച്ച് ഈ രാജ്പുത് സ്ത്രീകള് അവര് എസ്പെഷ്യലി ഇൻവേഷൻ ഉണ്ടാവുന്ന സമയത്ത് അവരുടെ കോട്ടയിൽ അവർ അതിക്രമിച്ച് കയറിയെന്ന് പറയുമ്പം ഈ കൂട്ടച്ചീത, എസ്പെഷ്യലി സതി എന്ന് പറയുന്ന മാസ് സെൽഫ് ഇമോലേഷൻ ഓഫ് സ്ത്രീകൾ എന്നു പറഞ്ഞാൽ ഇവര് ക്യാപ്ചർ ചെയ്യും. ആണുങ്ങളെ യുദ്ധത്തിൽ തോൽപ്പിച്ച് അവരെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അവരെയൊക്കെ എടുക്കും. അപ്പം ഈ കോട്ടയുടെ അല്ലെങ്കിൽ അന്തപുരത്തിലുണ്ടായിരുന്ന സ്ത്രീകളൊക്കെ ഈ ന്യൂസ് കേൾക്കാൻ, യുദ്ധഭൂമിയിൽ നിന്ന് കേൾക്കാൻ തയ്യാറായിട്ട് ഓൾറെഡി ഇവർ വലിയ സെൽഫ് ഇമോലേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള പ്രാക്ടീസ് മാസ് ആയിട്ടുള്ളത് വ്യാപകമായത് ഈ സമയത്ത് എന്നാണ്. അത് അതിൽ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും കാരണങ്ങളുണ്ട് എൻ്റെ ഇപ്പോഴത്തെ ചിന്താഗതി വെച്ച്. അപ്പം ബ്രദർ ഇതിനെ കുറിച്ച് പറയാവോ? കേട്ടു. ഇത് രജപുത്ര സ്ത്രീകളാണ് അധികവും നടത്തിയിട്ടുള്ളത്. ഈ സതി, നമ്മൾ സാധാരണഗതിയിൽ സതി എന്ന് പറയുമ്പോൾ ഭർത്താവ് മരിച്ചിട്ട് ചിതയിൽ ചാടി മരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇത് ഭർത്താവിന്റെ ശരീരം ഉണ്ടാകുകയില്ല, കാരണം ആള് യുദ്ധക്കുളത്തിൽ കൊല്ലപ്പെട്ട് കിടക്കുകയാണ്. ഇവിടെ ഇവര് ചിത കൂട്ടിയിട്ട് മരിക്കുന്നു. ഇപ്പൊ അംബേദ്കർ ഇപ്പൊ എഴുതിയതിനകത്തൊരു രാജാ ദാഹിർ എന്ന് പറയുന്ന ആള്, രാജാ ദാഹിർ ഇന്നത്തെ പാകിസ്ഥാൻ പെഷവാർ ആ ഭാഗത്ത് ഭരണം നടത്തിയിരുന്ന ആളാണ്, രജപുത്രനാണ്. അപ്പൊ ഈ രാജാ ദാഹിറിന്റെ ഇതില് രാജാ ദാഹിർ കൊല്ലപ്പെട്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ കുറെ ഭാര്യമാർ അവിടെ നിന്ന് മാറിയിരുന്നു, വേറെ സ്ഥലത്തേക്ക് പോയിരുന്നു. പക്ഷെ ചില ഭാര്യമാര് മാറാൻ പറ്റിയില്ല. അപ്പൊ അവർ അവിടെ തന്നെ ചിത കൂട്ടിയിട്ട് അതിൽ ചാടി മരിക്കുന്നതായിട്ട്, ഇതിന് അംബേദ്കറുടെ അല്ല എഴുതിയിരിക്കുന്നത്, അത് വേറെ ഇന്ത്യ മുസ്ലിം ഭരണത്തിലേക്ക് എന്ന് പറയുന്ന വേറൊരു കൃതിയുണ്ട്, അതിനകത്ത് ഇത് വിവരിക്കുന്നുണ്ട്. ഞാൻ ആ പുസ്തകത്തിൽ നിന്ന്, അതൊരു ഇസ്ലാമിക ചരിത്രകാരൻ്റെയാണ്, അത് ബിൻ ബലാദൂരിയുടെ. ഈ ബലാദൂരി എന്നുള്ള വാക്കൊന്നും ചിലപ്പോൾ ഒരു കേട്ടിട്ടുണ്ടാവില്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ പുസ്തകം ഉദ്ധരിക്കാതിരുന്നത്. അതൊക്കെ ഉദ്ധരിച്ചു കഴിഞ്ഞാൽ ഇവരാളുകൾ പറയും അതൊക്കെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എഴുതിയ പുസ്തകം എന്ന് പറയും. അപ്പം അതുണ്ടാകാതിരിക്കാനാണ് ഞാൻ പ്രധാനമായും അംബേദ്കറെ ഇതാക്കിയത്. അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളുടെയും വിശദീകരണമായിട്ടുള്ള സംഭവം അത് ബലാദൂരി മറ്റുമൊക്കെ എഴുതിയിട്ടുള്ളതുണ്ട്. അത് വേറെ ഏതെങ്കിലും ചർച്ചയിൽ പിന്നെ ഉദ്ധരിക്കാം. പക്ഷെ ഇപ്പോൾ അംബേദ്കറുടെ കാര്യം മാത്രം എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതങ്ങനെ ഈ സംഭവം ഉണ്ടായിട്ടുണ്ട്, ധാരാളം ഉണ്ടായിട്ടുണ്ട്. അത് കാരണം ഇവരുടെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ടോർച്ചറുകൾ അതൊരു വശം. അത് ഈ ദാസികളായിരിക്കുന്ന സ്ത്രീകളൊക്കെയാണ് അത്. എന്നാൽ റാണിമാരായിരിക്കുന്നവരെ സംബന്ധിച്ച് ടോർച്ചറുകളൊന്നും അവരധികം നേരിടേണ്ടി വരില്ലായിരിക്കാം. പക്ഷെ ചിലപ്പോൾ ഈ വെപ്പാട്ടിമാരൊക്കെ ആയിട്ട് ഇവർ മതം മാറാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ, മുസ്ലിം ആകാൻ തയ്യാറായില്ലെങ്കിൽ വെപ്പാട്ടിമാരൊക്കെ ആയിട്ടായിരിക്കും അവർ അന്തപുരത്തിൽ താമസിപ്പിക്കുന്നത്. അപ്പോൾ ഒരു കാലത്ത് റാണിയായിട്ട് രാജ്ഞിയൊക്കെ ആയിട്ട് വാണ ആള് പിന്നീട് വെപ്പാട്ടിയായിട്ട് ജീവിക്കേണ്ടി വരുന്ന നാണക്കേടും ഇതൊക്കെ കൊണ്ടാണ് ഇവരിങ്ങനെ സ്വയം ജീവനൊടുക്കാൻ തയ്യാറാകുന്നത്. അല്ല ബ്രദറെ, എനിക്കൊന്ന് ചോദിക്കാം. ചോദിക്കാം. ജോർജ് ബ്രദറെ ഒന്ന് മ്യൂട്ട് ചെയ്യാം. അവിടെ സഹോദരനോട് ക്രമത്തിൽ അജീഷ് ബ്രദർ എന്തെങ്കിലും പറയണ്ടോ? ഒരു കാര്യം പറയണ്ടായിരുന്നു. അനിൽ ബ്രദർ വിഷയാവതരണം നടത്തിയതും ഞാൻ വായിച്ച ഒരു പുസ്തകം കൂടെ വെച്ച് നോക്കിയപ്പോഴത്തേനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അബു എന്ന് പറയുന്ന ആളെഴുതിയ മുസ്ലിം രാജ്യചരിത്രം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം ഇറക്കിയ ഒരു പുസ്തകമുണ്ട്. പുസ്തകത്തിൻ്റെ അകത്ത് അദ്ദേഹം ഒന്ന് വെളുപ്പിക്കാൻ നോക്കിയതാണെങ്കിലും ഇത് വായിച്ചു വരുമ്പോഴത്തേനുണ്ടല്ലോ ഈ പുസ്തകം മുഴുവനും യുദ്ധത്തിലൂടെ ഇന്ത്യയെ കീഴ്പ്പെടുത്തിയതും ലോകരാജ്യങ്ങളെ കീഴ്പ്പെടുത്തിയതും. അതിൻ്റെയൊക്കെ ഹെഡിങ് ഇങ്ങനെയാണ്: യെറുശലേം കീഴടക്കുന്നു എന്ന് വെച്ചാൽ ഇസ്ലാമിക രാജ്യങ്ങൾ
ഇസ്ലാം കീഴടക്കുന്നത്. സിറിയയിലേക്കുള്ള ജൈത്യയാത്ര, യെറുശലേം കീഴടക്കുന്നു, ഇത് മൊത്തം കീഴടക്കലും ഈജിപ്തുമായിട്ടുള്ള യുദ്ധം, കുരിശുയുദ്ധം എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളോടാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് അവര് ഇസ്ലാം ഇന്ത്യയിൽ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. അധ്യായം 5 പേജ് 147. ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അറബികൾ ഭാരതീയ ഗണിതശാസ്ത്രവും വൈദ്യശാസ്ത്രവും തത്വശാസ്ത്രവും സംസ്കൃത സാഹിത്യവും പഠിച്ചു തുടങ്ങി തങ്ങളുടെ വിജ്ഞാന സമ്പത്ത് സമ്പൂർണ്ണമാക്കുക എന്നതായിരുന്നു അറബികളുടെ ലക്ഷ്യം. ജ്യോതിശാസ്ത്രവും ഗണിതശാസ്ത്രവും പഠിക്കാനായി പ്രാചീന കാലത്ത് തന്നെ അറബികൾ കാശിയിലും മറ്റ് ഹൈന്ദവ വിദ്യാകേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ എത്തിച്ചേർന്ന സംഭവത്തെ അടുത്ത ഒരു പ്രതിനിധി വന്നിട്ട് തകർത്ത് കളയാണ് ചെയ്തത്. അത് മഹൂദ് അൽ ഗസ്നി എന്ന് പറയുന്ന ആള് ഈ ഇസ്ലാമിന് ഇന്ത്യയിൽ കൂടുതൽ സമ്പർക്കം സിദ്ധിച്ചത് അതിനുശേഷം ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ, വന്നിട്ട് ഈ പഠിപ്പിച്ചവരെയും പഠിച്ചവരെയും എല്ലാം കൊന്നുകളഞ്ഞു ഈ യുദ്ധത്തിലൂടെ. അങ്ങനെയാണ് ഇതിന്റെ ഒരു വളർന്നത്. ഇപ്പം അനിൽ ബ്രദർ പറഞ്ഞ ആ ഒരു വിഷയങ്ങളും, പിന്നെ ഗോറി രാജവംശക്കാരെന്ന് പറയുന്ന ഒരു ടീമുണ്ട്, അവരെ മുഴുവൻ അഗ്നിക്കിരയാക്കി. അത് ഞാനൊന്ന് വായിക്കാം, അത് വായിച്ചു കഴിഞ്ഞാലേ അത് മനസ്സിലാകത്തുള്ളൂ. അതിങ്ങനെ എഴുതിയിരിക്കുന്നത്, ഈ പുസ്തകം തന്നെ 148 മുസ്ലിം രാജ്യചരിത്രം അബു എഴുതിയിരിക്കുന്നത്. നമ്മളിത് മൊത്തം പറയുന്നതിന്റെ കാര്യം ഇവർ നമ്മൾ ചരിത്രം മൊത്തം പറഞ്ഞു കഴിയുമ്പോൾ ഇവർ പറയുന്നത് ഇത് നിങ്ങൾ കെട്ടിച്ചമച്ചാണ്, അതുകൊണ്ടാണ് നമ്മൾ പുസ്തകത്തിന്റെ പേരും എല്ലാം പറയുന്നത്. അതിങ്ങനെ എഴുതിയിരിക്കുന്നത്: ഗസ്നി നിവാസികളെ ഗോറികൾ അധികാരഭ്രഷ്ടരാക്കി. ഗോർഖാൻ എന്ന വ്യക്തിയുടെ പിന്നിൽ അണിനിരന്ന തുർക്കികളാണ് ഗോറികൾ. ഗസ്വനി വംശത്തിലെ അവസാനത്തെ രാജാവായ ബഹ്റാം ഷാ, കുത്തബിൻ സൈബുദ്ദീൻ എന്നീ 2 ഗോറി നേതാക്കളെ ബന്ധസ്ഥരാക്കി. രാജ്യദ്രോഹ കുറ്റം ചുമത്തി അവരെ വധിക്കപ്പെട്ടു. പ്രസ്തുത നേതാക്കളുടെ സഹോദരങ്ങളായ അലാവുദ്ദീൻ ഇതിന് പകരം ചോദിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം സൈന്യ സഹായത്തോടുകൂടി ഗസ്നിയെ ആക്രമിച്ചു. ആരെയും വകവെക്കാത്ത ആ ഉഗ്രപ്രകൃതക്കാരനായിരുന്ന അലാവുദ്ദീൻ ഗസ്നിയിലെ കൊട്ടാരങ്ങളെയോ പള്ളികളെയോ കലാശാലകളെയോ ഗ്രന്ഥശാലകളെയോ കണക്കിലെടുക്കാതെ ആ നഗരത്തെ അദ്ദേഹം അഗ്നിക്കിരയാക്കി. ഏഷ്യയിലെ ഏറ്റവും വലുതും സമ്പന്നവുമായ ആ നഗരം നാമവിശേഷമാക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗണിതശാസ്ത്രവും മറ്റുള്ളതും എല്ലാം പഠിപ്പിച്ച ആ കൂട്ടരെയാണ് ഇദ്ദേഹം കൊന്നുകളഞ്ഞതെന്ന് ചിന്തിക്കണം. എന്നിട്ടാണ് ഇവർ വന്നിട്ട് പറയുന്നത് ഇന്ത്യയിലേക്ക് ഞങ്ങൾ കൂടുതലായിട്ട് സാധനം ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെ, ഇറക്കിയതൊക്കെ ശരിയാണ്, തീപ്പൊരി മാത്രമാണെന്നേ ഉള്ളൂ. പല കുടുംബങ്ങളെ ഇല്ലാതാക്കിയിട്ടുള്ള അവസ്ഥ. അതിപ്പോ ചരിത്രങ്ങൾ പഠിച്ചിട്ടുള്ളവർക്ക് മുകളിലേക്ക് വന്നിട്ട് എന്തെങ്കിലും സംസാരിക്കാം, അല്ലാത്തവര് മിണ്ടാതെ താഴെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ സിസ്റ്റർ പോയി. ഓക്കെ, അടുത്തത് നമ്മുടെ തോമസ് ബദർ സംസാരിക്കും. തോമസ് ബദറിന് ചോദിക്കാനുണ്ടോ? ഞാൻ യൂട്യൂബിന്റെ വീഡിയോ കാണാറുണ്ട്. നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഉള്ളത്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ അംബേദ്കർ സാറ് ഈ ഇസ്ലാം മതത്തെ കുറിച്ച് ഖുറാനും ഹദീസും വെച്ച് പഠിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ ഈ അദ്ദേഹം ദളിതർക്ക് വേണ്ടി നല്ലൊരു മതം, ഈ ഹിന്ദുമതം ഉപേക്ഷിച്ച് നല്ലൊരു മതം നോക്കിയപ്പോ ഈ ഇസ്ലാം മതം അദ്ദേഹത്തിന്റെ ഒരു ഓപ്ഷൻ ആയിരുന്നു. പക്ഷെ ഇന്ത്യ വിഭജനത്തിലൂടെ ഈ മുസ്ലിങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകും എന്ന് കരുതി ദളിതരെ ഇസ്ലാം മതത്തിലേക്ക് അദ്ദേഹം കൊണ്ടുപോകാതെ പിന്നീട് ഇസ്ലാം അദ്ദേഹത്തിന്റെ ഓപ്ഷനിൽ മാറ്റുകയായിരുന്നു എന്നൊരു ഇതുണ്ട്. ഈ പ്രത്യേകിച്ച് ഇത് പറയുന്നത് മുസ്ലിങ്ങളായിട്ടുള്ളവരാണ്. അപ്പം ഇതിന്റെ ചരിത്രപരമായുള്ള വസ്തുതകളൊന്ന് വിശദീകരിക്കും. ബ്രദറെ, ആൾക്കാരെന്തെങ്കിലും പറയുമ്പോൾ അതിനെല്ലാം നമ്മൾ മറുപടി പറയാൻ നിൽക്കേണ്ട കാര്യമില്ല. ഈ പറയുന്ന കാര്യത്തിൽ വസ്തുത ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവരെന്തെങ്കിലും ഒരു തെളിവൊക്കെ തരണം. ഇപ്പൊ ഈ വാദം ഞാനും കേട്ടിട്ടുണ്ട്, മുസ്ലിങ്ങൾ ഇങ്ങനെ പറയുന്നത്. ആ പറയുന്നതിന് എന്ത് തെളിവ് അവർക്ക് നൽകാനുള്ളേ? ഒരു തെളിവും ഇല്ല, ചുമ്മാ പറയാണ്. അങ്ങനെ ചുമ്മാ പറയുന്നതിനെല്ലാം മറുപടി പറയാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും സമയം കിട്ടുമോ ബ്രദറെ? നമുക്ക് നമ്മുടേതായ വർക്കുകളൊക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ ഇതുമാണ്. ഇത് ഓരോരുത്തരും അവരവരൊക്കെ വായി തോന്നിയത് വിളിച്ചു പറയുകയും ആ പറയുന്നതിനെല്ലാം വില കൊടുത്ത് നമ്മൾ മറുപടി പറയാൻ നിന്ന് കഴിഞ്ഞാൽ വേറെ ഒന്നിനും സമയം കിട്ടില്ല. അപ്പൊ ഇത് അങ്ങനെയൊക്കെ പറയുന്നവരുടെ ആദ്യം എൻ്റെ എന്തെങ്കിലും ഒരു വാറോല കൊണ്ടുവരാൻ പറ, തെളിവായിട്ട് എന്തെങ്കിലും ഒരെണ്ണം. അങ്ങനെ ഒരു സംഭവമില്ല. അംബേദ്കർ ഒരിടത്തും പറഞ്ഞിട്ടില്ല, അംബേദ്കർ ഒരിടത്ത് എഴുതിയിട്ടില്ല, അംബേദ്കറിന്റെ കൂടെ നടന്നവരും പറഞ്ഞിട്ടില്ല. ഇവര് പിൽക്കാലത്ത് ഉണ്ടാക്കിയ അടിച്ചിറക്കിയ തക്കിയാണ് അത്. അപ്പൊ അതുകൊണ്ട് അതിന് മറുപടി പറയണമെങ്കിൽ ആദ്യം അതിനുള്ളൊരു തെളിവ് കൊണ്ടുവരാൻ പറ അവരോട്. ഓക്കെ, അവൻ്റെ തോമസ് ബ്രദറെ ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ, മ്യൂട്ട് ചെയ്തു. അടുത്ത ആളിലേക്ക് പോകാം. എബൻ ബ്രദറെ ഇവിടെ ഉണ്ടോ? എബൻ ബ്രദർ, എബൻ
ഉണ്ട്. ആ ഓക്കെ ഓക്കെ കണ്ടിന്യൂ. നെക്സ്റ്റ് തോമസ് ബ്രദറിന് ശേഷം നൈറ്റ് ടെംപ്ലർ. ഒരു നിമിഷം എനിക്ക് ഈ ചോദിക്കാവോ? ഒരു നിമിഷം ബ്രദറെ, ഈ ബാക്ക് ചാനലിൽ വന്ന് തെറിവിളി നടത്തുന്ന കുറേ എണ്ണം ഉണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇങ്ങനെയൊക്കെ തെറി വിളിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ എന്നെ അല്ല, പോയിട്ട് മുഹമ്മദ് ഈസനെ വിളിക്കണം. കാരണം മുഹമ്മദ് ഈസ അവനാണ് ഇതിന് കാരണക്കാരൻ. ഒരു കാര്യവുമില്ലാതെ ഞങ്ങളെ ചൊറിയേണ്ടതായ ഒരു ആവശ്യമില്ലാത്തടത്ത് ഞങ്ങളെ കയറി ചൊറിഞ്ഞാണ് വെറുതെ. അങ്ങനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളെ ക്രിമിനലുകളെന്നും ഞങ്ങൾ സാമൂഹ്യ വിരുദ്ധരാണെന്നും പിന്നെന്താണ് ഞങ്ങൾ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്നവരാണ്, ഹിന്ദു മുസ്ലിം വിദ്വേഷം ശത്രുത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞ് ക്രിസംഗി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വെറുതെ അങ്ങ് അവൻ അധിക്ഷേപിക്കുകയായിരുന്നല്ലോ ചെയ്തത്. അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എന്നാൽ ശരി ഒന്ന് വിവരിച്ചു കൊടുക്കാമെന്ന് ഞങ്ങളും വിചാരിച്ചത്. അപ്പോൾ ബാക്ക് ചാനലിൽ എന്നെ തെറി വിളിക്കുന്നതായ എല്ലാ ജിഹാദികളോടും പറയട്ടെ, നിങ്ങൾ ഈ ശൗര്യം അവിടെ അവൻ്റെ അടുത്ത് പോയി കാണിക്കുക. അതിനുള്ള നട്ടല് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ വാലും ചുരുട്ടി മിണ്ടാതെ അവിടെ ഇരുന്നു, അടങ്ങി ഒതുങ്ങി അവിടെ മിണ്ടാണ്ടിരുന്നു, ഞങ്ങൾ പറയുന്നത് കേട്ടോണ്ടിരുന്നു കേട്ടോ. ശരി, ചർച്ച തുടരും. ഓക്കെ, അടുത്ത ആരായിരുന്നു? ഇപ്പൊ ചർച്ച ഏറ്റെന്നുള്ള ഉറപ്പായി, പവറായി. ജിമിജ, അടുത്ത ആരായിരുന്നു? നൈറ്റോ? ഞാനാണേ. നൈറ്റ് പറയൂ. അനിൽ ബ്രദറിനോട് എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല്, ഇവർ ഇത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ടും നമ്മുടെ ചരിത്രത്തിൽ എന്തുകൊണ്ടാണ് ഇവരെ വെളുപ്പിച്ചോണ്ട് ഹിസ്റ്ററി എഴുതിയേക്കുന്നത്? അത് ഈ കോൺഗ്രസിന്റെ ഒക്കെ പ്രീണന സ്വഭാവമാണ് പ്രധാന കാര്യം. അത് ഇതിൽ മാത്രമല്ല, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള കാലത്തെ സംഭവങ്ങൾ നോക്കിയാലും, ഇപ്പം 21 മലബാർ ജിഹാദ് ഉണ്ടല്ലോ, മലബാർ ജിഹാദിനെ കുറിച്ചുള്ളത് നോക്കിക്കഴിഞ്ഞാലും ആ ജിഹാദ് കഴിഞ്ഞതിന് ശേഷം AICC യോഗം കൂടിക്കഴിഞ്ഞപ്പോൾ അത് അംബേദ്കർ ഇതിനകത്ത് ഈ പറഞ്ഞ പുസ്തകത്തിനകത്ത് അതൊക്കെ കൊണ്ടുവരുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ AICC യോഗത്തിനകത്ത് പുസ്തകത്തിന്റെ പേരൊന്ന് പറയാവോ? എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ, അത് ഡോക്ടർ അംബേദ്കർ സമ്പൂർണ്ണ കൃതികൾ, മലയാളത്തിൽ ഉള്ളതാണ് ഞാൻ പറയുന്നത്. സമ്പൂർണ്ണ കൃതികൾ വാല്യം 15. അത് പാകിസ്ഥാൻ അഥവാ ഇന്ത്യ വിഭജനം. ഇംഗ്ലീഷിലാണെങ്കിൽ പാകിസ്ഥാൻ ഓർ എന്താണ്, പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. അതെ, പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ആ പുസ്തകത്തിനാണ് ഉള്ളത്. അപ്പൊ അല്ല, താങ്കൾക്ക് മുഹമ്മദെ, താങ്കൾക്ക് ഇവിടെ പ്രത്യേക ഇതൊന്നുമില്ല. ഇവിടെ ഇത്ര ആളുകൾ സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് കണ്ടോ? താങ്കൾ ഇപ്പൊ കയറി വന്നല്ലേ ഉള്ളൂ, അവിടെ ഇരിക്കേ. ഇതാണ് നിങ്ങളോടൊക്കെയുള്ള പ്രശ്നം, ഇതാണ് വരുന്നത്. നിങ്ങളൊരു ഇതിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു മാന്യത പാലിക്കാൻ തയ്യാറാകുന്നില്ല. ഇവിടെ ഇത്ര ആളുകൾ ഇരിക്കുന്നുണ്ട്, അവരെല്ലാം ചർച്ചയ്ക്ക് വേണ്ടി അവരാരും മിണ്ടുന്നില്ല രക്ഷം. അപ്പൊ നിങ്ങൾ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ ഇരിക്കേ, എന്നിട്ട് അതിനോട് അവസരം വരുമ്പോൾ സംസാരിക്കും. ബോഡി വന്ന് പറ, അനിലേ എനിക്ക് സംസാരിക്കും. എന്താ അവന്റെ അനിയനല്ലേ അനില്, വിളി കേൾക്കുമ്പോ. അപ്പൊ എന്താ ഇതാക്കിയത്? പുസ്തകത്തിന്റെ പേര് പാകിസ്ഥാൻ അഥവാ ഇന്ത്യ വിഭജനം, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇതിനകത്ത് അംബേദ്കർ അത് പറയുന്നത്, അതായത് AICC മീറ്റിംഗ് കൂടി കഴിഞ്ഞപ്പോ ഈ മലബാറിലുണ്ടായിരുന്ന ഈ കലാപത്തെക്കുറിച്ചുള്ള ഇതവിടെ വന്നു, ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇത് അഹിംസയിൽ നിന്നെല്ലാം വഴിതെറ്റിപ്പോയി, ഖിലാഫത്ത് പ്രസ്ഥാനം ഈ നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് സഹകരിച്ച് അവരൊരുമിച്ച് നിൽക്കേണ്ടതിന് പകരം ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ അപലപിച്ചുകൊണ്ട്, ഈ സംഭവത്തെ അപലപിച്ചുകൊണ്ടൊരു പ്രമേയം പാസ്സാക്കാൻ തീരുമാനിച്ചു. അതിനകത്തുള്ള മുസ്ലിം പ്രതിനിധികൾ സമ്മതിച്ചില്ല. കോൺഗ്രസിനകത്തുള്ള മുസ്ലിം പ്രതിനിധികൾ അത് പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ആ അപലപനത്തിൻ്റെ തീവ്രതയൊക്കെ കുറച്ച് ഇതിൻ്റെ 3 പേരെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർക്കാണ് ഇതിൻ്റെ ഇതെന്നും പറഞ്ഞിട്ടുണ്ട്, മലബാറിലുള്ള 3 ആളുകളുടെ പേരുകൾ മാത്രം വെച്ചിട്ട്. അപ്പോഴും സമ്മതിച്ചില്ല, അവർ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും കോൺഗ്രസ് അതിന് വഴങ്ങി പിന്നെയും അത് മയപ്പെടുത്തി അവസാനം വന്നു കഴിഞ്ഞിട്ടുണ്ട് ആകെ ഒരേ ഒരു മതപരിവർത്തനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട്, അതായത് ഒരാളെ മാത്രമേ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അത് ആ പ്രമേയം വരുന്നത്. ആലോചിച്ച് നോക്കണേ, ഇവിടെ തന്നെയുള്ള കോൺഗ്രസിൻ്റെ KPCCയുടെ കേരളത്തിലെ KPCC അന്നത്തെ നേതാവായിരിക്കുന്ന മാധവൻ നായരും പിന്നെ മറ്റേ കേശവ മേനോനാണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ധാരാളം ആളുകളെ കാണുക. ഇവർ മാത്രമല്ല, ഇവിടുത്തെ KPCC ആ കമ്മിറ്റിയുടെ ഇതിൽ തന്നെയാണ് പല ആളുകളെയും കാണുകയും നിർബന്ധ മതപരിവർത്തന വിധേയരാക്കപ്പെട്ട ആൾക്കാരെ കാണുകയും സംസാരിക്കുകയും അവരുടെ മൊഴികളെല്ലാം എടുത്ത് അവിടേക്ക് അയച്ചു കൊടുത്തിട്ടുള്ളതാണ്. അവിടെയുള്ള ആ കമ്മിറ്റി ഇത് പരിശോധിച്ച് നോക്കിയാൽ AICCയിലുള്ളവർക്ക് ഇത് അറിയാം, അവർ വായിച്ചൊക്കെ നോക്കിയിട്ടുള്ളതാണ്.
എന്നിട്ടും ഒരേ ഒരാളെ മാത്രമേ നിർബന്ധ മതപരിവർത്തനം നടത്തിയിട്ടുള്ളൂ എന്നും പറഞ്ഞിട്ടാണ് അവർ പ്രമേയമൊക്കെ അവതരിപ്പിക്കുന്നത്. അതായത് ഈ മുസ്ലിം പ്രീണനം എന്ന് പറയുന്നത് ഇവർക്ക് പണ്ടേ ഉള്ള പരിപാടിയാണ്, ജീനിനകത്തുണ്ട്. അതാണ് ഇതിൻ്റെ വസ്തുത. അതുകൊണ്ട് തന്നെ ഇവർ കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള ആ കോൺഗ്രസ് ഗവൺമെൻറ്റും ഇവരെ പ്രീണിപ്പിക്കുന്ന നടപടികളാണ് എക്കാലവും എടുത്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ആ പ്രീണന നടപടികൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. ആ അന്ധമായ പ്രീണന നടപടിയുടെ അനന്തരഫലമാണ് ഇപ്പോൾ BJP ഇങ്ങനെ അധികാരത്തിൽ നിൽക്കുന്നതും കോൺഗ്രസ് ഇവിടെ ശൂന്യതയിൽ വിലയം പ്രാപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ഇടതുപക്ഷം കേരളത്തിലും ഇതേ പ്രീണന നടപടിയാണ് ചെയ്യുന്നത്. ഫലത്തിൽ അവരും ഇത് തന്നെയാണ്. ബംഗാളിലും ത്രിപുരയിലൊക്കെ കാണാതായതുപോലെ ഇവിടെയും കാണാതെ അവസ്ഥയിലേക്ക് പോകും. അത് ചരിത്രത്തിൻ്റെ ചുവരെഴുത്തുകളെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കാനുള്ള ശേഷി ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ചരിത്രാഭാസങ്ങൾ പഠിക്കേണ്ടി വന്നതിൻ്റെ കാരണം ഇവർ തയ്യാറാക്കിയ ചരിത്രം, മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് തയ്യാറാക്കിയ ചരിത്രം നമ്മൾ പഠിക്കേണ്ടി വന്നതുകൊണ്ടാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാവോ? ചോദിക്കട്ടെ. ചോദിച്ചോ. അതായത് ഈ ചരിത്രം എഴുതുന്ന സമയത്ത്, അതായത് ഇൻഡിപെൻഡൻസിന് ശേഷം ഇത് എഴുതാൻ നിയോഗിച്ചിരുന്ന ചരിത്രകാരന്മാർ ഇതിനൊന്നും എതിർത്തില്ലേ? ചരിത്രകാരന്മാരിലെ RC മജുംദാർ എന്നൊക്കെ പറയുന്നത് ബ്രദറെ ഇന്ത്യ എന്നല്ല ലോകം കണ്ട മികച്ച ചരിത്രകാരന്മാരിൽ ഒരാളാണ്. അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബൃഹത് പദ്ധതി, ഒരു വലിയൊരു പ്രൊജക്റ്റ് ഈ നെഹ്റു ഗവൺമെന്റ് അനൗൺസ് ചെയ്തിരുന്നു. അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഈ RC മജുംദാറാണ് അതിൻ്റെ ഡയറക്ടറായിട്ട് വരുന്നത്, അതിൻ്റെ ഫുൾ ഇൻചാർജ് അദ്ദേഹമാണ്. പക്ഷേ ആ കമ്മിറ്റിയിനകത്ത് ചരിത്രകാരന്മാർ മാത്രമല്ല രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോരോ അധ്യായങ്ങൾ പലർക്കുമായിട്ട് വിഭജിച്ചു കൊടുത്തിരിക്കുന്നു. ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം പരിശോധിച്ച് നോക്കും, അങ്ങനെയൊക്കെയാണ്. അവസാനം ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ആ വിഷയത്തെ തന്നെ ഭയങ്കര പ്രശ്നമുണ്ടായി. RC മജുംദാർ കണ്ടിരുന്നത് ഇവിടെ ബംഗാളിൽ അമരി കർഷകരുടെ ഒരു സമരമുണ്ട്, നീലം കർഷകരുടെ സമരം. അത് ഈ ക്രൈസ്തവ മിഷണറിമാരാണ് ആ സമരത്തിന് നേതൃത്വം നൽകുന്നത്. ഇതിനെയാണ് ഇദ്ദേഹം RC മജുംദാർ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൊക്കെ അദ്ദേഹം അത് വിവരിക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ഉണ്ടായ 1857 ശിപായി ലഹള, അതിനെ ആണ് വേറെ ചില ആളുകൾ സ്വാതന്ത്ര്യ സമരമായിട്ട് കാണുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ എതിർപ്പുകളും പ്രശ്നങ്ങളും പലതും വന്നു. ഇതേപോലെ ഈ മുസ്ലിങ്ങൾക്ക് പ്രീണനമാകുന്ന അവരെ സാധൂകരിക്കുന്ന വിധത്തിലുള്ള പല കാര്യങ്ങളും ഇതിനകത്തേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഇദ്ദേഹം ഈ RC മജുംദാർ അതിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോയി. രാജിവെച്ച് പുറത്തു പോയല്ല, അതിനകത്ത് ഭയങ്കര ഫൈറ്റ് ഉണ്ടായി ഇവർ തമ്മിൽ. അങ്ങനെ വന്നപ്പോൾ അവസാനം നെഹ്റു എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ കമ്മിറ്റി എന്നെ അങ്ങോട്ട് പിരിച്ചു വിട്ടു, അങ്ങനെ ഒരു ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് പിന്നീട് RC മജുംദാറിനെയൊക്കെ ആ കമ്മിറ്റിയൊക്കെ പോയി കഴിഞ്ഞ ശേഷം വേറൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് എഴുതിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം പക്ഷേ ഇവർക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ പറയുന്ന ആൾക്കാരായിരുന്നു അതിനകത്ത് ഉണ്ടായത്. RC മജുംദാറിനെ പോലെയുള്ള നട്ടലുള്ള ചരിത്രകാരന്മാരൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് നമുക്ക് സത്യസന്ധമായ ചരിത്രം വായിക്കാൻ ഭാഗ്യം ലഭിച്ചില്ല എന്നുള്ളതാണ് നമ്മുടെ ദുരവസ്ഥ. ഓക്കെ ബ്രദറെ, താങ്ക് യു. ഞാൻ അടുത്ത ആളിലേക്ക് പോവാണ്. അഫ്സല്ലേ, കേൾക്കണ്ടോ? കേൾക്കാം. പറഞ്ഞോളൂ. ഓക്കെ. ഞങ്ങള് വിഷയം അവതരിപ്പിച്ചതൊക്കെ കേട്ടു. പ്രധാനമായിട്ട് പറഞ്ഞത് ഇന്ത്യ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞ കാര്യങ്ങളും അതിനുശേഷം സിന്ധിലേക്ക് നടന്ന അറബ് അധിനിവേശത്തെ പറ്റിയൊക്കെയാണ്. മുഹമ്മദ് ഗസ്നിയുടെയും മുഹമ്മദ് ഗോറിയുടെയും പിന്നെ മുഗൾ സാമ്രാജ്യത്തിന്റെയും ഡൽഹി സുൽത്താന്മാരുടെ ഒക്കെ കഥ. അപ്പൊ എനിക്കിതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സിമ്പിളായിട്ട്, ഞാൻ വലിയ ചരിത്രം പഠിച്ചിട്ടല്ല, എൻ്റെ ഒരു ലോജിക്കലി പറയാനുള്ളത്, അന്ന് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്ര സംവിധാനം ഇവിടെ നിലനിന്നിട്ടുണ്ടോ? അന്ന് ഇത് വെറും നാട്ടുരാജ്യങ്ങളാണെന്ന് അനിൽ ബ്രദർ തന്നെ വിഷയം അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞു. അന്ന് ഒരു രാജഭരണമാണ് ലോകത്ത് നിലനിന്നിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുക, അതൊരു സ്വാഭാവിക പ്രക്രിയയായിരുന്നു. അന്ന് അതിനായിരുന്നു എല്ലാവരും ഒരു മുൻതൂക്കം നൽകിയിട്ടുള്ളത്. അങ്ങനെ അറബികൾ ഇന്ത്യ ആക്രമിച്ചിട്ടുണ്ട്, അവർ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചിട്ടുണ്ട്, ഓക്കെ, എല്ലാം അംഗീകരിക്കുന്നു. അതിനിപ്പോ 1947 ശേഷം ഇന്ത്യ സ്വതന്ത്രമായി, ഇന്ത്യക്ക് ഒരു ഭരണഘടന നിലവിൽ വന്നു. അതിനുശേഷം ഇന്ത്യയിലെ മുസൽമാനും ക്രിസ്ത്യാനിയും ഈ പറയുന്ന മതമുള്ളവൻ ഇല്ലാത്തവനൊക്കെ ഒരു രാഷ്ട്രം എന്ന ഒരു കൺസെപ്റ്റില് ഇവിടെ ഭേദപ്പെട്ട 47 ശേഷം
ഒരു പ്രശ്നമില്ലാതെ ജീവിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം ഇരിക്കെ പഴയ ഒരു കാലഘട്ടത്തിലെ ചരിത്രം എടുത്തുകൊണ്ട് അത് തികഞ്ഞുകൊണ്ട് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ ഓക്കെ അവസല ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്, മ്യൂട്ട് ചെയ്തോളൂ. അല്ലജ കേൾക്കണ്ടോ? കേൾക്കുന്നുണ്ട്. പറഞ്ഞു അഫ്സൽ പറഞ്ഞത് അന്ന് ഇന്ത്യ എന്ന രാജ്യം നിലനിന്നിരുന്നോ എന്ന് ചോദിച്ചു. ശരിയാണ്, അന്ന് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമില്ല. പക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭൂവിഭാഗമുണ്ട്. അതായത് ഹിന്ദ് എന്ന് മറ്റുള്ളവർ വിളിച്ചിരുന്ന ഒരു ഭൂപ്രദേശമുണ്ട്. ആ ഹിന്ദിനകത്ത് പല പല നാട്ടുരാജ്യങ്ങളാണ്. ഇപ്പൊ നമ്മളിന്ന് യൂറോപ്പ് എന്ന് പറയുന്ന യൂറോപ്പ് ഒരു രാജ്യമല്ല, യൂറോപ്പിനകത്ത് കുറെ രാജ്യങ്ങളുണ്ട്. അതേപോലെ ഒരു പ്രദേശത്തെ മൊത്തം വിളിക്കുന്നു, അതിനകത്ത് കുറെ രാജ്യങ്ങളുണ്ട്. ആ മൊത്ത രാജ്യങ്ങളെയും കീഴടക്കുന്നതിനെ കുറിച്ചാണ് മുഹമ്മദ് പറഞ്ഞത്. ഹിന്ദിനെ കീഴടക്കുക എന്നാണ് പറയുന്നത്. ഇന്ത്യ എന്ന് ഇന്ന് ഇംഗ്ലീഷിലേക്ക് അല്ലെങ്കിൽ മലയാളത്തിലൊക്കെ നമ്മൾ ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് പറഞ്ഞത് ആ പ്രദേശത്തെ മൊത്തം കീഴടക്കുന്ന കാര്യമാണ് ഹിന്ദ് എന്ന് പറയുന്നത്. അതിൽ മുസ്ലിങ്ങൾ കുറേ വിജയിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദ് എന്ന് പറയുന്ന ആ വിശാലമായ സംജ്ഞയിൽ ഉൾക്കൊള്ളുന്ന അഫ്ഗാനിസ്ഥാൻ ഇന്ന് മുസ്ലിങ്ങളുടെ കയ്യിലാണ്, പാകിസ്ഥാൻ അവരുടെ കയ്യിലാണ്, ബംഗ്ലാദേശും അവരുടെ കയ്യിലാണ്. അവശേഷിക്കുന്നത് നമ്മൾ ഇന്ന് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം മാത്രമാണ്. അതും കൂടി അതിനകത്ത് വന്നാൽ മുഹമ്മദിന്റെ കാലത്തുണ്ടായിരുന്ന ഹിന്ദ് എന്ന് പറയുന്ന ഭൂപ്രദേശം മൊത്തമായിട്ട് മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് വരും. അതിനുവേണ്ടിയാണ് മുസ്ലിങ്ങൾ ഇപ്പോഴും കഠിനമായിട്ട് പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നറിയുക. പിന്നെ ഈ പഴയകാല കാര്യങ്ങൾ എടുത്തുകൊണ്ട് വരുന്നതിനെ കുറിച്ച്, പഴയ കാര്യങ്ങൾ ചരിത്രത്തിൽ നിന്ന് പലതും നമുക്ക് പഠിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് അഫ്സലെ. നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം ചരിത്രം പഠിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് അവസരം നമ്മളൊക്കെ സ്കൂളിൽ നമ്മുടെയൊക്കെ രാഷ്ട്രത്തിൻ്റെയും മൊത്തം ചരിത്രം പഠിച്ചത്? അത് പഠിച്ചിട്ട് കാര്യമില്ല, പണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളല്ല. നമുക്ക് ഇന്നത്തെ കാര്യം നോക്കിയാൽ പോരെ. എന്നാരും പറഞ്ഞില്ലല്ലോ, നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. എന്താ കാര്യം? ചരിത്രം അറിഞ്ഞിരിക്കണം, നല്ലതാണ്. നിർഭാഗ്യവശാൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ചരിത്രം പൂർണ്ണമായിട്ടും തെറ്റുകൂടാത്ത ചരിത്രമൊന്നുമല്ല. അതിൻ്റെ പല ആളുകളുടെയും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള പല കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. സിലബസ് തയ്യാറാക്കുന്നവരുടെയൊക്കെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ്. ഞങ്ങളിവിടെ പറയുന്നത് വസ്തുനിഷ്ഠമായ ചരിത്രമാണ്, വിശ്വസനീയമായിരിക്കുന്ന ആധികാരികമായിരിക്കുന്ന ചരിത്രം. അത് അംബേദ്കറിനെ പോലെയുള്ള ഒരാളൊക്കെ എഴുതിയിരിക്കുന്ന സാധനം. അത് ജിന്നയും ഗാന്ധിയും ഒരുപോലെ അംഗീകരിച്ചിരിക്കുന്ന, രണ്ടു കൂട്ടർക്കും ഒരുപോലെ അംഗീകരിക്കാൻ പറ്റിയിരിക്കുന്ന ഒരു കൃതിയാണ്. അതിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പം അതെന്തുകൊണ്ട് ഇപ്പം എടുത്തുകൊണ്ട് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എവിടെയാണ് അഫ്സലെ സമാധാനം ഉണ്ടെന്ന് പറയുന്നത്? 1921 ഊരിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞു നടക്കുന്ന നിങ്ങളാണോ സമാധാനം ഉണ്ടെന്ന് പറയുന്നത്? ഇല്ല അഫ്സലെ, സമാധാനമില്ല. ഉണ്ടെന്നൊക്കെ ഉള്ളത് നിങ്ങളെ വെറുതെ ഒരു തോന്നലാണ്. സമാധാനമൊന്നുമില്ല അഫ്സലെ. കാരണം നിങ്ങളുടെ കിതാബ് ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്, ആ മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആകുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവിശ്വാസികളുടെ മനസ്സുകളിൽ ഞാൻ ഭയം ഇട്ടുകൊടുത്തിരിക്കുകയാണ്, നിങ്ങൾ അവരുടെ കഴുത്തുകൾക്ക് വെട്ടിക്കൊള്ളുക, അവരുടെ വിരലുകൾ വെട്ടിക്കൊള്ളുക എന്ന് പറയുന്ന ആ കിതാബ്, അതൊക്കെ ഉള്ള കാലത്തോളം എങ്ങനെ സമാധാനം ഉണ്ടാവുന്നതാണ് അഫ്സൽ പറയുന്നത്? നിങ്ങളെപ്പോലെ കുറച്ച് പേരെങ്കിലും ഇത് അനുസരിക്കാൻ തയ്യാറായിട്ടുണ്ടാവില്ലേ? ഇല്ലേ? ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് പൊട്ടിത്തെറിച്ച ഇവിടുത്തെ ഡോക്ടറാണ്, MBBS ഒക്കെ കഴിഞ്ഞ് സർക്കാർ സർവീസിൽ ഡോക്ടറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരുത്തനല്ലേ അവിടെ പോയിട്ട് പൊട്ടിത്തെറിച്ചത്. അവൻ അങ്ങോട്ടേക്ക് പോകാൻ അവസരം കിട്ടിയില്ല, വിസയൊന്നും കിട്ടിയില്ലെങ്കിൽ അവൻ ഈ നാട്ടിൽ പൊട്ടിത്തെറിക്കില്ലായിരുന്നു അഫ്സലെ. അപ്പൊ ഇങ്ങനെയുള്ള ഇതുണ്ട്. ഇത് ഞങ്ങളെയൊക്കെ കൊല്ലാൻ വേണ്ടി, ഞങ്ങളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി, ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഐഡിയോളജി. ആ ഐഡിയോളജി ഇപ്പോൾ അതിന്റെ ഫുൾ പവർ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട്, ഫുൾ പവർ കാണിക്കാൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെ അത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളെ ഇന്ന് അവിടെ കാണാത്തത്. ബഹ്റിനിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികളെ, കുവൈറ്റിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികളെ, ഇറാഖിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ, ഇതൊക്കെ അന്നത്തെ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളായിരുന്നു. അവിടെയുള്ള ക്രിസ്ത്യാനികൾ, തുർക്കിയിലുള്ള ക്രിസ്ത്യാനികൾ, ഈജിപ്തിലുള്ള ക്രിസ്ത്യാനികൾ, സിറിയയിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ, ഇവരൊന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ. മഷിയിട്ട് നോക്കിയാൽ പോലും കാണാത്ത അവസ്ഥയിലായല്ലോ. കാരണം എന്താണ്? ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജിക്ക് അതിന്റെ ഫുൾ പവർ കാണിക്കാനുള്ള അവസരം അവിടെ കിട്ടിയിടത്തൊക്കെ ഇതായി. അഫ്ഗാനിസ്ഥാനിൽ ബുദ്ധമതക്കാരുണ്ടായിരുന്നല്ലോ കുറെ. എവിടെ പോയി? ഒറ്റണത്തിന് പേരിനെങ്കിലും ഒരെണ്ണത്തിന് എടുക്കാനുണ്ടോ അവസരേ? അതുപോലെ ഈ പാകിസ്ഥാനില് ഹിന്ദുക്കളും ബുദ്ധമതക്കാരും സിഖുകാരും ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ എത്ര ഉണ്ട്? ബംഗ്ലാദേശില് ഹിന്ദുക്കളുണ്ടായിരുന്നല്ലോ, ബുദ്ധമതക്കാരും ഉണ്ടായിരുന്നു കുറെ. എവിടെ പോയി? അപ്പൊ അതുകൊണ്ട് ഈ ഉഡായിപ്പിന് ആയവും പറഞ്ഞുകൊണ്ട് വരണ്ട. ഇതൊന്നും ചരിത്രത്തിൽ നടന്ന കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ചരിത്രബോധമുള്ള തലമുറ ഇവിടെ ഉണ്ടാകണം. ഞങ്ങൾ ആരെയും അങ്ങോട്ട് പോയി തല്ലാനോ കൊല്ലാനോ എന്നല്ല പറയുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ഐഡിയോളജിയുമായി നടക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അവരിപ്പോ അവരുടെ നഖമൊക്കെ ഉള്ളിലേക്ക് വലിച്ചു വെച്ചിരിക്കുകയാണ്, ദംഷ്ട്രകളൊക്കെ ഉള്ളിലേക്ക് വലിച്ചു വെച്ചിരിക്കുകയാണ്. വെളുക്ക ചിരിച്ചുകൊണ്ട് വരും. പക്ഷെ അവസരം കിട്ടിക്കഴിയുമ്പോൾ, അവർ ജനസംഖ്യയിൽ അവർ ഭൂരിപക്ഷമായി കഴിയുമ്പോൾ ആ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വരും.
അത് എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒരു ജാഗ്രത പുലർത്താൻ. ഭയം വേണ്ട, ജാഗ്രത മതി എന്നല്ലേ പറയുന്നത്. ആ ജാഗ്രതയ്ക്ക് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇതൊക്കെ പഠിപ്പിക്കുന്നത്. മനസ്സിലായ? അതിനു വേണ്ടി തന്നെയാണ്. ഓക്കെ, നിങ്ങൾ ചരിത്രം പഠിച്ചോളൂ, പഠിപ്പിച്ചോളൂ, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ നിങ്ങൾ ഇവിടെ തെളിയിക്കേണ്ടത് 1947 ശേഷം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്ര സംവിധാനം നിലവിൽ വന്നതിന് ശേഷം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ നടത്തിയ കലാപങ്ങൾ എത്ര പേരെ കൊന്നു, ഇന്ത്യയിലും ഈ പറയുന്ന മുസ്ലിങ്ങൾ എന്തൊക്കെ ചെയ്തു, അതാണ് തെളിയിക്കേണ്ടത്. ഏകദേശം സ്വാതന്ത്ര്യമായിട്ട് 70-75 വർഷമായല്ലോ. അപ്പൊ അതിന് മുമ്പുള്ള കാര്യം എടുത്തുകൊണ്ട് അന്നത്തെ ഒരു സംവിധാനത്തിൽ എടുത്തുകൊണ്ട് ചർച്ച ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ല. അതിനുശേഷം നടന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇന്ത്യയോട് ചെയ്ത ക്രൂരതകൾ പറയേണ്ടത്. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് ക്രിസ്ത്യാനിറ്റി ലോകത്ത് നടത്തിയ വയലൻസിനെ പറ്റി പറയാറില്ല. ഇന്ത്യയിൽ പറയ് നടത്തിയ അഫ്സലെ, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഒരുപാട് അഫ്സല് പറയും. അയർലൻഡിലും അഫ്സൽ ഒരു റൂം ഫ്രാൻസിലും ഇട്ട് സ്പെയിനിലും അഫ്സൽ ഒരു റൂം ഇട്ട് അഫ്സല് പറഞ്ഞോ. ഞങ്ങൾക്ക് ആയിട്ട് ഓക്കെ. എന്ത് പ്രശ്നം? അതൊക്കെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇപ്പൊ നിങ്ങൾ തെളിയിക്കേണ്ടത് 47 ശേഷം ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്ര സംവിധാനം അല്ല നിലവിൽ അഫ്സലെ എത്ര ഇപ്പൊ ക്രിസ്ത്യാനികൾക്കെതിരെ മുസ്ലിങ്ങൾ കലാപം നടത്തിയിട്ടുണ്ട്, ക്രിസ്ത്യൻസിനെതിരെ മുസ്ലിങ്ങൾ നടത്തിയ കലാപം. അഫ്സലെ പറഞ്ഞുതരാം. മ്യൂട്ട് ചെയ്തോ. അത് നടത്തിയിട്ട് കാര്യമില്ല എന്ന് അഫ്സൽ പറഞ്ഞല്ലോ. എന്തുകൊണ്ടാ കാര്യമില്ലാത്ത? കാരണം അതൊന്നും പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്നതല്ല. ക്രിസ്ത്യാനികൾ ചെയ്ത കാര്യം അത് പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ, പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്തതല്ല. മനസ്സിലായ? എന്നാൽ ഇസ്ലാമിന്റെ കാര്യം അങ്ങനല്ല, അത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തതാണ്. ആ പ്രമാണം തന്നെയാണ് ഇന്നും നിങ്ങളുടെ കൈവശം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഇന്നും ഒരു പ്രശ്നമുള്ള കാര്യമായിട്ടിരിക്കുന്നത്, വിഷയമായിട്ട് വരുന്നത്, ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അതേസമയം ക്രിസ്ത്യാനികൾ ചെയ്തെന്ന് പറഞ്ഞാൽ അവരുടെ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലല്ല. പ്രമാണം പറയുന്നത് അങ്ങനെ ചെയ്യരുതെന്നാണ്. പ്രമാണത്തിന് വിരോധമായിട്ട് അവർ ചെയ്ത കാര്യങ്ങളുടെ പേരിൽ നിങ്ങൾ ഇന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ആ ചെയ്ത ആൾക്കാരെ തള്ളിപ്പറയും. ഞങ്ങൾക്ക് ഒരു മടിയില്ല. ഞങ്ങൾ പറയും അവർ ചെയ്തത് തെറ്റായിപ്പോയി, അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം അവർ ചെയ്തത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നിങ്ങൾക്ക് അത് തള്ളാൻ പറ്റുകയില്ല. ആ പ്രമാണം നിങ്ങളുടെ കൈവശം ഇരിക്കുന്നു. അനുസരിക്കാൻ തയ്യാറുള്ള ആൾക്കാർ എപ്പോൾ വേണമെങ്കിലും എഴുന്നേറ്റ് വരും, നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് വരും. ഞങ്ങളുടെ ജീവിതം ദുസ്സഹമാകും. പിന്നെ ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇവിടെയുള്ള ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചതിന്റെ കാര്യം, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇവിടെയുള്ള മുസ്ലിങ്ങളെ ന്യൂനപക്ഷമായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടല്ല. മുസ്ലിങ്ങളുടെ ഒരു സ്വഭാവം ഞാൻ പറഞ്ഞുതരാം. മുഹമ്മദ് കാണിച്ചു കൊടുത്താണ് മക്കയിൽ വെച്ചിട്ട്. ന്യൂനപക്ഷമായിരിക്കുന്ന സമയത്ത് അവരെക്കാളും എക്സ്ട്രാ ഡീസന്റ് വേറെ ആരും ഈ ലോകത്ത് കാണുകയില്ല. അത്ര സമാധാനപ്രിയരായിരിക്കും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1920 മുതൽ 1940 വരെയുള്ള കലാപങ്ങളുടെ ലിസ്റ്റ് അംബേദ്കർ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ കലാപത്തിൽ, അത് ഹിന്ദു മുസ്ലിം കലാപങ്ങളാണ്, ഈ കലാപത്തിൽ കൊല്ലപ്പെട്ട ആൾക്കാരുടെ കണക്ക് അതെല്ലാം കൊടുക്കുന്നുണ്ട്. സർക്കാർ രേഖകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അംബേദ്കർ ചെയ്തിരിക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് അധികവും ഹിന്ദുക്കളാണ്. ഓരോരോ കലാപത്തിലും കൊല്ലപ്പെട്ടിരിക്കുന്ന അധികവും ഹിന്ദുക്കളാണ്. മുസ്ലിങ്ങൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടാകാം, മരണപ്പെട്ടതൊക്കെ അപൂർവമാണ്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? മുസ്ലിങ്ങൾ കൂട്ടമായി വന്ന് അപ്രതീക്ഷിതമായി ഹിന്ദുക്കളെ ആക്രമിക്കുകയായിരുന്നു. ഹിന്ദുക്കളുടെ ആ പ്രദേശത്തേക്ക് അങ്ങ് പെട്ടെന്ന് ചെന്ന് ആക്രമിക്കുകയാണ്. അതുകൊണ്ട് കുറെ പേര് കൊല്ലപ്പെടുന്നു. അതേസമയം ഹിന്ദുക്കൾ അങ്ങനെ കൂട്ടമായി വന്ന് മുസ്ലിങ്ങളെ ആക്രമിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഇവരിൽ ജീവനഷ്ടം ഉണ്ടാവില്ല. മറ്റൊരു പ്രതീക്ഷിക്കുന്നില്ല. അവർ വെറുതെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഇവന്മാർ പെട്ടെന്ന് വരുന്നു, ആക്രമിക്കുന്നു. ഇത് തുടർമാനമായിട്ട് വന്നിരുന്നു. 1940 അംബേദ്കർ ഈ പുസ്തകം എഴുതുന്നത്. അപ്പൊ അതുകൊണ്ട് 20 മുതൽ 40 വരെയുള്ള ആ കാലഘട്ടത്തിലെ ഓരോരോ അതായത് ഇവിടുന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 21 നമ്മുടെ മലബാർ ജിഹാദ് മുതലാണ് അത് ആരംഭിക്കുന്നത്. ഓരോ വർഷത്തെയും കണക്കുകൾ ഇന്ന സംഭവിച്ചു എന്നും പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നോക്കിയാൽ അംബേദ്കറുടെ പുസ്തകം വിടും. അത് കഴിഞ്ഞ് 40 വരെയുള്ള അംബേദ്കർ വെച്ചു. അത് കഴിഞ്ഞ് 40 മുതൽ 47 വരെയുള്ള കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ വേറെയും നമുക്ക് കുറെ കണക്കുകൾ കാണാം. പക്ഷേ 47 ശേഷമുള്ള മുസ്ലിങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ഒരു കലാപങ്ങൾ അധികം ഉണ്ടാകുന്നില്ല. വല്ലപ്പോഴും ഉണ്ടാകുന്നേ ഉള്ളൂ. അധികം കലാപങ്ങൾ ഉണ്ടാകുന്നില്ല. കാരണം എന്താണ്? പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ടു പോയി. അപ്പൊ കിഴക്കൻ പാകിസ്ഥാനിലേക്കും പടിഞ്ഞാറൻ പാകിസ്ഥാനിലേക്കുമായിട്ട് മുസ്ലിങ്ങൾ അങ്ങ് കുറെ പോയി കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ എണ്ണം കുറഞ്ഞല്ലോ, അംഗസംഖ്യ കുറഞ്ഞു. ചുരുങ്ങി കഴിഞ്ഞപ്പോൾ അവർ ഡീസൻ്റ് ആയി. നിനക്ക് നിന്റെ മതം, എനിക്ക് എൻ്റെ മതം എന്നുള്ളതായി. പിന്നെ വർഷങ്ങളോളം ഈ പ്രശ്നങ്ങളില്ല. കാരണം ഈ ഹിന്ദുക്കളാണ് ഈ കലാപങ്ങൾ ഓരോ പ്രാവശ്യം തുടങ്ങിയതെങ്കിൽ ഈ 1947 ശേഷം ആ കലാപം വളരെയധികം ഉണ്ടാവണം. കാരണം എന്താണ്? ഉള്ള മുസ്ലിങ്ങളുടെ എണ്ണം ഇപ്പോൾ വളരെ കുറഞ്ഞിരിക്കുന്നു. ഇനി ബാക്കിയുള്ളവരെയും കൂടി പെട്ടെന്ന് ഇവിടുന്ന് ഇല്ലാതാക്കാന്നും പറഞ്ഞാൽ അവരത് ശക്തമായിട്ട് തുടരേണ്ടതാണ്. പക്ഷെ നമ്മൾ നോക്കുന്നത് അങ്ങനെയല്ല. പിന്നെ കലാപങ്ങളുടെ എണ്ണം വളരെ കുറഞ്ഞു. കാരണം അതുവരെ ആ കലാപം നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാം തുടങ്ങി വെച്ചിരുന്നത് മുസ്ലിങ്ങളായിരുന്നു. അംഗസംഖ്യ കുറഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പതുങ്ങി, അവർ ഡീസൻ്റായി, ഒരു പ്രശ്നത്തിലുണ്ടായി. പിന്നെ നമ്മൾ കാണുന്നത് 90കളൊക്കെ എത്തുമ്പോഴാണ്. അപ്പോഴേക്കും പെറ്റുപെരുകിയിട്ട് ജനസംഖ്യ അങ്ങ് കുറേയും കൂടി വന്ന് ആദ്യത്തെക്കാളും മുസ്ലിം ജനസംഖ്യ കൂടി കഴിഞ്ഞപ്പോൾ എന്താണ്? വീണ്ടും ആ പഴയ സ്വഭാവം എടുക്കാൻ തുടങ്ങി. ഇപ്പൊ ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും ഇല്ലേ, ഇപ്പൊ മോദി വന്നതിന് ശേഷം കുറെ കുറഞ്ഞിട്ടുണ്ട്. കാരണം നല്ല ശക്തമായിട്ട് അടിച്ചമർത്തുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ അവരിപ്പോ ഒതുങ്ങിയിരിക്കുന്നുണ്ട്. പക്ഷെ വീണ്ടും ഇത് ജനസംഖ്യ കൂടി കഴിയുമ്പോൾ ഇത് പുറത്തു വരും അഫ്സലെ. അങ്ങനത്തെ ഒരു സംഭവമാണ് ഇത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് ഇനിയും ഞങ്ങൾ പറയും.
ആ പറയുന്നതിന്റെ പേരിൽ ഞങ്ങളെ ക്രിസംഖിയാക്കിയാലും സംഖ്യയാക്കിയാലും വർഗീയവാദിയാക്കിയാലും ക്രിമിനൽ ആക്കിയാലും സാമൂഹ്യ വിരുദ്ധരാക്കിയാലും എന്താക്കിയാലും ഒരു വിഷയമില്ല, ഒരു പ്രശ്നമില്ല, ഞങ്ങൾ പറയും. പിന്നെ വല്ല വിഷമമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നേരെ ചെന്ന് ഈസനോട് പോയി പരാതി പറ, എന്തിനാ ഈസാ സാഹിബ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പണി വാങ്ങിച്ചു തന്നേന്ന് അവിടെ പോയി ചോദിച്ചാൽ മതി. കാരണം അവനാണ് ഇപ്പൊ ഇന്നലെ അത് ഞങ്ങൾ ഒരു കാരണമില്ലാതെ ഞങ്ങളെ ചൊറിഞ്ഞ് പ്രകോപിപ്പിച്ച് ഈ വിഷയം ഇപ്പൊ ഇവിടെ ചർച്ചയ്ക്ക് വെപ്പിച്ചത്. അല്ലെങ്കിൽ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ കുറച്ച് വർക്കുകളുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ പിന്നെ എടുക്കാന്ന് വിചാരിച്ച് വെച്ചിരുന്നതാണ്. ഇപ്പൊ പെട്ടെന്ന് നിർത്തേണ്ട കാരണം അവനാണ്. ഓക്കെ, അല്ല ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. 47 ശേഷം ഇപ്പൊ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ട് ഇന്ത്യയിൽ. അഫ്സൽ അത് ക്ലിയർ മുസൽമാനും ആയില്ലേ ക്രിസ്ത്യനും അഫ്സല്ലേ? ആ ഓക്കെ, സമാധാന അപ്പൊ അതേപോലെ അന്തരീക്ഷത്തിന്റെ ഒരു കാരണം ക്ലിയർ ആയില്ലേ? അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നത് മാത്രമേ നമ്മളെപ്പോലുള്ളവരുടെ ആ ആഗ്രഹമുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, ക്ലിയർ ആയി. അഫ്സൽ പറഞ്ഞ ക്ലിയർ ആയി, ഒരു അതിന്റെ 10 ഉത്തരം സെക്കൻഡ് കിട്ടി. കൂടി, ഇപ്പൊ ഒരു അടുത്ത 10 ആളിലേക്ക് സെക്കൻഡ് കൂടി. പോയി. നിങ്ങൾ ഇസ്ലാം 10 സെക്കൻഡ് പറയും. എബൻ ബ്രദറെ, ഒരു മിനിറ്റ് അനിൽ പാഷ താഴെയുണ്ട്. അനിൽ ഒരു മിനിറ്റ് പാസ്റ്റലെ. ബ്രദറെ, ഞാൻ കഴിഞ്ഞു. നിങ്ങൾ ഇസ്ലാമിനെതിരെ ഈ പറയുന്ന ക്രൂരതകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇന്നലെ നിങ്ങൾക്ക് മധ്യപ്രദേശിൽ കത്തോലിക്ക സ്കൂളിന് നേരെ ഹിന്ദുത്വ തീവ്രവാദികൾ ആക്രമണം നടത്തി. അതിനെ നിങ്ങൾ എതിർത്തുകൊണ്ട് ഒരു ഗ്രൂപ്പെങ്കിലും ഇട്ടതിനെ അവലപിച്ചോ? ഇതിൽ നിന്ന് ഞങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അനിൽകുമാർ വി അയ്യപ്പൻ ബ്രദറിന്റെ പഴയ പോസ്റ്റുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ശ്രീരാമനെ അവഹേളിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളുണ്ട്, നായന്മാരുടെ ബ്രാഹ്മണന്മാരുടെ ജാതീയതയെ അപമാനിച്ചല്ല അതിനെതിരെ എഴുതിയ പോസ്റ്റുകളുണ്ട്. അപ്പൊ അതൊക്കെ മാറി ഇന്ന് ക്രിസ്ത്യാനികൾക്കെതിരെ ഈ പറയുന്ന രീതിക്ക് സംഘപരിവാറുകാർ ഉത്തരേന്ത്യയിലും വിവിധ ഭാഗങ്ങൾ, തമിഴ്നാട്, കേരളം താണ്ടിക്കഴിഞ്ഞാൽ തമിഴ്നാട് മറ്റു പ്രദേശങ്ങളിലൊക്കെ നിരവധി ആക്രമണങ്ങളും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിനെയൊന്നും പ്രതിരോധിക്കാതെ ഈ പറയുന്ന ഇസ്ലാമിനെ മാത്രം പറയുന്നതിന്റെ ദുഷ്ടലാക്ക് എന്താണ് അത് വ്യക്തമാകുന്നില്ല. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ക്രിസ്തു മതത്തിന്റെ നന്മയ്ക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പ്രതിരോധത്തിന് വേണ്ടിയാണെങ്കിൽ അത് നിങ്ങൾ പറയണം. അപ്പൊ അതുകൊണ്ടാണ് പലരും നിങ്ങളെ ക്രിസംഖി എന്ന് പറയുന്നത്. മനസ്സിലായി? ഞാൻ പറയുന്നില്ല. അപ്പൊ അതിനൊന്ന് വ്യക്തം. ഓക്കെ അഫ്സലെ, അനുലജ ഉത്തരം ആ പറഞ്ഞു. അടുത്ത അഫ്സലെ ആളിലേക്ക് അഫ്സലെ പോകാം. അതൊക്കെ നിൽക്ക് അഫ്സലെ, ഈ മധ്യപ്രദേശില് അത് ചെയ്തതിന് എതിരായിട്ട് സംസാരിച്ച ആളുകളുണ്ടല്ലോ. മധ്യപ്രദേശിലുള്ള ക്രൈസ്തവർ അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങളിവിടെ ഇപ്പോൾ കേരളത്തിലത്തെ കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഈ കേരളത്തിലെ കാര്യം സംസാരിക്കുമ്പോൾ ഇതിന് ഈ മധ്യപ്രദേശിലേക്ക് അവിടെ ഇവിടേക്ക് ഓടേണ്ട കാര്യം? ഇവിടുത്തെ കാര്യം ഇവിടെ വെച്ചല്ലേ സംസാരിക്കേണ്ടത്. ഈ എന്തിനും ഏതിനും ഞങ്ങൾ തന്നെ പ്രതികരിക്കണം എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ് ഉള്ളത്? അത് വേറെ ആൾക്കാരും പ്രതികരിക്കട്ടെന്നേ. ഇപ്പൊ എന്നോട് ചില ക്രിസ്ത്യാനികളും വന്നിട്ട് പറഞ്ഞു, സാർ ഈ വിഷയത്തിലൊന്ന് ഇതേയാണെന്ന്. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചാൽ അതാണ്, അല്ല സുഹൃത്ത്, നിങ്ങൾക്കായാലും ചെയ്തൂടെ? എല്ലാ കാര്യവും ഞങ്ങൾക്കിപ്പോൾ ഇഷ്ടംപോലെ സംഗതികളുണ്ട്, പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനിടയിൽ ഓരോന്നോരോന്ന് വലിച്ചു ചോദിക്കുന്നത് എന്തിനാണ്? അപ്പൊ ഇവിടുത്തെ കേരളത്തിലെ സ്ഥിതി ഇത് മിണ്ടായിരിക്കും. ഇവിടെ കേരളത്തിലെ സ്ഥിതി എന്ന് പറയുന്നത്, കേരളത്തിൽ ഇപ്പോ സംഘപരിവാർ ഞങ്ങളാരെങ്കിലും ആക്രമിക്കുക എന്തെങ്കിലും ചെയ്തെങ്കിൽ ഞങ്ങൾ അവർക്ക് റൂം ഇടും, ഉറപ്പ്. പക്ഷെ ഇപ്പൊ കേരളത്തിൽ അതല്ല. കേരളത്തിൽ ഇപ്പൊ ചെയ്തിരിക്കുന്നത് നിങ്ങളല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 3-4 ദിവസം മുമ്പല്ലേ ഞങ്ങളുടെ ഒരു സഹോദരനെ തൊടുപുഴ വെച്ചിട്ട്, മാങ്ങാട്ടുകാവലയിൽ വെച്ചിട്ട് നിങ്ങൾ ബസ് തടഞ്ഞു നിർത്തിയിട്ട് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത് അല്ലേ? മുസ്ലിങ്ങളാണ് ചെയ്തത്. അപ്പൊ അതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് ഓടുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ മധ്യപ്രദേശിലേക്ക് ഓടുന്നത് എന്തിനാണ്? മധ്യപ്രദേശിലെ കേസിൽ അവിടെയുള്ള ക്രിസ്ത്യാനികൾ അതിന് ഇത് ചെയ്തിട്ടുണ്ട്. ഇത് കേരളത്തിലെ സംഭവത്തിൽ കേരളത്തിലെ ക്രിസ്ത്യാനികളാണ് ഇത് ചെയ്യുന്നത്. അല്ലാണ്ട് ഈ മാങ്ങാട്ടുകാവലയിൽ നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചതിന്റെ പേരിൽ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ ഉള്ള ക്രിസ്ത്യാനികൾ ആരും അവിടെ ക്ലബ് ഹൗസിൽ ചർച്ച ഇടുന്നൊന്നുമില്ല. അതത് സ്റ്റേറ്റുകളിലെ കാര്യം അതത് സ്റ്റേറ്റിലെ ക്രിസ്ത്യാനികൾ നോക്കട്ടെ. അത് പിന്നെ ഒരു കാര്യം നേരത്തെ അവസരം ചോദിച്ചല്ല, 1947 ശേഷം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾക്ക് എന്തെങ്കിലും ചെയ്തു തോന്നുന്നു. തിരിച്ച് ഞാൻ വേറൊന്ന് പറയാം അവസലെ, 1947 ശേഷം പാകിസ്ഥാനിലുള്ള മുസ്ലിങ്ങൾ അവിടെയുള്ള ക്രിസ്ത്യാനികളോട് എങ്ങനെയാണ് ഇടപെട്ടിരിക്കുന്നതെന്ന് അഫ്സലിന് അറിയാമോ? പാകിസ്ഥാനിലെ മുസ്ലിങ്ങളെ അവിടെയുള്ള ക്രിസ്ത്യാനികളോട് ആ വിഭജിക്കപ്പെടുന്ന സമയത്ത് എത്ര ശതമാനം ക്രിസ്ത്യാനികൾ അവിടെ പാകിസ്ഥാനിലുണ്ടായിരുന്നു അറിയാമോ? ഇപ്പൊ എത്ര ശതമാനം ഉണ്ടെന്ന് അറിയാമോ? അവിടെയുള്ള പെൺകുട്ടികൾ 12-13 വയസ്സാകുമ്പോൾ അവിടെയുള്ള ക്രിസ്ത്യൻ പെൺകുട്ടികളെയൊക്കെ മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടുപോയിട്ട് നിർബന്ധിച്ച് മതം മാറ്റി, അല്ലെങ്കിൽ മതം മാറ്റിയതായിട്ട് രേഖ ഉണ്ടാക്കി ആണെന്നും പറഞ്ഞ് കോടതിയിലൊക്കെ ചെന്ന് ആ ചെറിയ പെൺകുട്ടികളെ അവർ വിവാഹം കഴിക്കുന്ന കാര്യം ഇതൊക്കെ അറിയാമോ? കോടതി അത് അനുവദിക്കുന്ന കാര്യമൊക്കെ അറിയാമോ? അപ്പൊ ഇന്ത്യയിലത്തെ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ എന്ത് ചെയ്തു എന്നുള്ളതൊന്നല്ല, മുസ്ലിങ്ങൾക്ക് അധികാരമുള്ളിടത്ത് അവർ ക്രിസ്ത്യാനികൾക്കെതിരെ എന്ത് ചെയ്തു എന്നുള്ളതാണ്. നാളെ കേരളത്തിൽ മുസ്ലിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇവിടെയുള്ള ക്രിസ്ത്യാനികളോട് എന്ത് ചെയ്യും എന്നുള്ളതാണ്. അതൊക്കെയാണ് വിഷയാവസ്ഥലെ. അല്ലാണ്ട് ഇപ്പൊ 1947 ശേഷം ഇവിടെയുള്ള മുസ്ലിങ്ങൾ എണ്ണത്തിൽ കുറഞ്ഞു, അവർ ഡീസൻ്റായി മിണ്ടാണ്ട് നിൽക്കുന്നു. അംഗസംഖ്യ കൂടി കഴിയുമ്പോൾ അവരതൊക്കെ പുറത്തെടുക്കുകയുള്ളൂ. അവർക്ക് അധികാരം കിട്ടണം, അപ്പോഴേ പുറത്തെടുക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത്തരം ചോദ്യങ്ങളൊന്നും വേണ്ട അവസലെ. അതറിയണമെങ്കിൽ ഇപ്പൊ ക്രിസ്ത്യാനികൾക്ക് അധികാരമുള്ള രാജ്യങ്ങളിൽ അവരെങ്ങനെയാണ് മറ്റു മതക്കാരോട് പെരുമാറുന്നത് നോക്ക്. അവിടെയുള്ള മുസ്ലിങ്ങളോടോ അവിടെയുള്ള ഹിന്ദുക്കളോടോ അല്ലെങ്കിൽ മറ്റ് അക്രൈസ്തവരായ ആരെങ്കിലോടോ അവരെങ്ങനെയാണ് പെരുമാറുന്നത്? അവർ വളരെ മാന്യമായിട്ട് സ്നേഹത്തോടെ തന്നെ പെരുമാറുന്നത്. പക്ഷെ മുസ്ലിങ്ങളോ, അവർക്ക് അധികാരമുള്ളിടത്ത് അവരെങ്ങനെയാണ് ചെയ്യുന്നത്? ബാക്കിയുള്ളവരൊക്കെ രണ്ടാം തരം പൗരന്മാരായിട്ടല്ലേ അവർ പരിഗണിക്കുന്നത്.
അപ്പോൾ ആ വാദമൊന്നും വേണ്ട അവസ്ഥയല്ല. അതൊക്കെ തന്നെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ ഇരിക്കുന്നവരെ കൺഫ്യൂഷൻ അടിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഓരോന്നൊക്കെ അടിക്കുന്നതൊക്കെ നിർത്തുക, അതൊക്കെ നിർത്ത്. അൽക്കുടിത്തോട്ടം അനിൽ മാസ്റ്റർ പാസ്റ്ററിന്റെ അടുത്ത് ഒരു പോകാം. കാര്യം അനിൽ പറഞ്ഞോട്ടെ. പാസ്റ്റർ കേൾക്കണ്ട. അജീഷ് ബ്രദർ പറഞ്ഞിട്ട് അനിൽ പാസ്റ്ററിലേക്ക് അല്ല പോകാം. അതെ, അഫ്സൽ ഇവിടെ വന്നിട്ട് പറഞ്ഞു വടക്കേ ഇന്ത്യയിൽ ഇന്നപോലെ ഒരു സംഭവം ഉണ്ടായിട്ട് എന്തുകൊണ്ട് പ്രതികരിച്ചില്ലായിരുന്നു. അഫ്സലിന് ഞങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ അഫ്സലിന് ഒരു റൂം ഇട്ടുകൂടായിരുന്നു. സംഘികൾ ക്രിസ്ത്യാനികൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു, നാളെ നമുക്കെതിരെയും തിരിയുമെന്നും പറഞ്ഞു. അപ്പോൾ അഫ്സൽ എന്താ അങ്ങനെ തിരിയാഞ്ഞത്? അന്നേരം ഇപ്പോൾ അതോടൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ അഫ്സലെ? പിന്നെ അതോടൊപ്പം തന്നെ പല രീതിയിലുള്ള ജിഹാദുകളെ പറ്റി നമുക്കറിയാം. നാവിനാലുള്ള ജിഹാദുകൾ വരെ നിങ്ങളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേനും തുല്യമായിട്ട് പൊതുവായിട്ടുള്ള ശത്രു ആരാണെന്നുള്ളത് നോക്കിയിട്ടൊക്കെ ഒന്ന് പ്രതികരിക്കും. അനിൽ ബ്രദർ പറഞ്ഞ പോലെ പാകിസ്ഥാനിൽ ചെയ്തതും മറ്റുള്ള രാജ്യങ്ങളിൽ ചെയ്തതും എല്ലാം കൂടെ നമുക്കൊരു ദിവസം വെച്ചിട്ട് അഫ്സലുടെ കൂടെ ഈ ചെയ്തത് തെറ്റാണെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് റൂമിലിട്ട് നമുക്ക് സംസാരിക്കാം. അതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, കൊടുത്തിട്ടോ മാസ്റ്റർ ഓക്കെ, അനിൽ പാസ്റ്റർ സംസാരിച്ചോളൂ. ആ, കൊടുത്തിട്ടോ പാസ്റ്റർ. നമ്മള് കഴിഞ്ഞ ദിവസം ഞാൻ ജനം ടി വി ചർച്ചിൽ റൌഫ് എന്ന് പറയുന്ന SDP നേതാവിനോട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഇതാണ്: ഈ മങ്ങാട്ടുകോലയില് തൊടുപുഴ മനോജ് എന്ന് പറഞ്ഞ ഒരാൾ ആക്രമിക്കപ്പെട്ടു, പിന്നിൽ ഇവരാണ്. ഇത് രണ്ടാവർത്തി അവിടെ ഉയർന്നു വന്നിട്ടും ഒരക്ഷരം ഇതേപ്പറ്റി ആ മനുഷ്യൻ പ്രതികരിച്ചു കണ്ടില്ല. ഇനിയിപ്പോ പ്രതികരിക്കും എങ്ങനെയാണെന്ന് അല്പം കഴിഞ്ഞിട്ട് പറയാം. അതിനെ ഒരു മുസ്ലിം സംഘടനയെ അംഗീകരിച്ചിട്ടില്ലെന്ന് പറയും. ഇതാണ് അഫ്സലൊക്കെ പറയാൻ പോകുന്നത്. അത് തെറ്റായിപ്പോയി. ഒരു മുസ്ലിം സംഘടനയെ അതിനെ അംഗീകരിച്ചിട്ടില്ല. ഏതിനെ? KSRTC ബസ് തടഞ്ഞു നിർത്തിയിട്ട് ഒരുത്തനെ വടിവാൾ വെച്ച് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച ഒരു ക്രൂരത ഇവിടെ നടന്നിട്ട് അത് ഇവർക്ക് മോശമാകുന്നു എന്ന് കണ്ടാൽ പറയാൻ പോകുന്നത് ഇപ്പോഴല്ല, 4-5 കൊല്ലം കഴിഞ്ഞിട്ട് പറയും അതിനെ അന്നാരും സകല മുസ്ലിം സംഘടനകളും അപലപിച്ചു. ഒറ്റ ഒരുത്തൻ ഇത് കണ്ട ഭാവം നടിച്ചിട്ടില്ല. അപ്പൊ ഇവരെല്ലാം മനസ്സ് എവിടെ കിടക്കുന്നത്? നമ്മൾ ആലോചിച്ച് നോക്ക്. എന്ത് കുറ്റമാണ് ആ മനുഷ്യൻ ചെയ്തത്? ഇനി ആ മനുഷ്യൻ കുറ്റം ചെയ്തെങ്കിൽ അയാളുടെ മക്കളും ഭാര്യയൊക്കെ ഒരുമിച്ച് പോകുന്ന വാഹനത്തിൽ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിയിട്ട് കാണിച്ച ഈ പരിപാടിയെ ഇവരെല്ലാം ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത്. അല്ല, ഇവരെന്താ മിണ്ടാതിരിക്കുന്നത്? ഇവർ ചോദിച്ചല്ലോ ഗ്രൂപ്പ് ഇട്ടോ അവിടെ ഹിന്ദുക്കള് RSകാര് ഇങ്ങനെ സ്കൂൾ ആക്രമിച്ചിട്ട് മിണ്ടിയോ എന്ന് ചോദിച്ചല്ലോ. നിങ്ങൾ എന്നിട്ട് ഈ സ്കൂൾ കേരളത്തിലെ നമ്മുടെ തൊട്ടടുത്തുള്ള എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു പഞ്ചായത്തുണ്ട്. അവിടെ SDPക്ക് സ്വാധീനമുള്ള സ്ഥലമാണ്, ചുങ്കപ്പാറയ്ക്കടുത്ത്. ഈ സ്ഥലത്ത് ഒരു കോട്ടാങ്കൽ എന്ന സ്ഥലത്തിന്റെ പേര്. അവിടെ ഒരു ക്രിസ്തീയ സ്കൂളിൽ കയറിയിട്ട് ഇവരുടെ ആളുകൾ വന്നിട്ട് അയാമ ബാബറി എന്നുള്ള ബാഡ്ജ് പതിപ്പിച്ചിട്ട് അതിനെ ന്യായീകരിക്കല്ലേ ചെയ്തത്? എവിടെങ്കിലും പ്രതിഷേധിച്ചുണ്ടോ? ഇനി വടക്കേന്ത്യയിലല്ല, എവിടെ ഇത്തരം ആക്രമണങ്ങൾ വരുമ്പോൾ ഞങ്ങള് അതിനെക്കുറിച്ച് അതിര് വിട്ട ആകാംക്ഷയില്ല. കാരണം ഞങ്ങളുടെ നാഥൻ ഞങ്ങളെ പഠിപ്പിച്ച ഇതൊക്കെ സംഭവിക്കും. അതിന് ഇന്ന് RSS അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പ്, ഞങ്ങൾക്ക് അതിൽ പ്രതിഷേധമുള്ളവരല്ല. പിന്നെ അതിനെ ആ രൂപത്തിൽ കാണുകയല്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് പറയും. തിരിച്ച് അങ്ങോട്ട് സമരം നയിച്ച് കലാപം നയിച്ച് ആയുധമെടുത്ത് വടക്കേണ്ടിൽ നിന്ന് ഞങ്ങൾ ആരും പോവില്ല, ലോകത്തിലെങ്ങും പോവില്ല. ഇനി അങ്ങനെയാണ് ക്രിസ്തീയതയുടെ മാർഗമെങ്കിൽ, അതാണ് വഴിയെങ്കിൽ, ക്രൈസ്തവ രാജ്യങ്ങൾ ഇതുപോലെ ഉണർന്നു കഴിഞ്ഞാൽ ഇസ്ലാം രാജ്യങ്ങൾ ലോകത്ത് കാണുമോ? എന്തായുധമല്ല ഇസ്ലാം രാജ്യങ്ങൾക്കുള്ളത്? എന്ത് ശക്തിയുണ്ടെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? നിമിഷങ്ങൾക്കുള്ളിൽ അതിനെ അടിച്ച് പരത്തത്തക്ക ശേഷി ക്രൈസ്തവ രാജ്യങ്ങൾക്കില്ലേ? അങ്ങനെ അവർ മുതിർന്നിട്ടുണ്ടോ? അതിനൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അതിനുവേണ്ടി അവർ തുനിഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പൊ ആയുധത്തിന്റെ ബലവും ഇതൊന്നും അല്ല ഇതിന്റെ പിന്നിൽ. ഒരുതരം ഹുങ്ക്, ഒരുതരം അഹങ്കാരം. അടുത്ത കാര്യം, ഇങ്ങനെ RSS ആക്രമിച്ചാലും നിങ്ങൾ ആക്രമിച്ചാലും ഞങ്ങൾ ഇതിനെ അല്ല അപലപിക്കുന്നത്. സാധാരണ ഒരു ഇന്ത്യൻ പൗരനെ അപലപിക്കുന്നതിനപ്പുറത്ത് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. അതിപ്പരം രകാ സ്റ്റേറ്റ്സിനെ കൊന്നു, അക്കാലത്ത് എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ സഹോദരൻ മരിച്ചു, അത് കൂടുതൽ ദുഃഖം നമുക്ക് വരും. കാരണം ഒന്നാമതാ കൂടെ 2 പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ അവരും മരിച്ചു. അതിൽ നമുക്ക് പ്രയാസവും പ്രതിഷേധമൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചോളം രക്തസാക്ഷി മരണം അഭിമാനകരമായ കാര്യം തന്നെയാണ്. തിരുനാമം നിമിത്തം കഷ്ടപ്പെടേണ്ടി വരികയാൽ ആ അപമാനങ്ങളെ അവര് അത്യധിക സന്തോഷത്തോടെ സഹിച്ചു എന്നുള്ളൊരു മാതൃകയാണ് ഞങ്ങളുടെ ബൈബിളിൽ കാണുന്നത്. തിരിച്ചടിക്കാനൊന്നും ഞങ്ങൾക്ക് വഴിയില്ല. അത് അടിക്കാൻ അറിയത്തില്ല എന്നിട്ടൊന്നുമല്ല. ഞങ്ങൾ നിങ്ങളെ പോലെ മനുഷ്യരല്ലേ? പ്രതിഷേധിക്കാൻ അറിയില്ലേ? പ്രതികരിക്കാൻ അറിയില്ലേ? ഞങ്ങൾ നിങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ? ഞങ്ങൾക്കുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്, മറ്റ് സൗകര്യങ്ങളുണ്ട്. പക്ഷെ അത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. ചെയ്യാൻ കഴിയാത്തതിന്റെ കാരണം കഴിവുകേടല്ല, ഞങ്ങൾക്കതിൽ അത്തരത്തിലുള്ളൊരു ആകാംക്ഷയില്ല. അത് നാളെ ഇപ്പം എനിക്കിങ്ങനെ ഉണ്ടായാലും മനുഷ്യന് സാധാരണ ഉണ്ടാകുന്ന ഒരു പ്രതിഷേധം എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകും. നിങ്ങൾക്ക് സൗകര്യമാണ് അക്കാര്യത്തിൽ. ഞങ്ങളുടെ സംയമനത്തെ നിങ്ങൾക്ക് ഏത് വിധത്തിൽ ഉപയോഗിക്കാം. ഇവിടെ അഫ്സൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് അതിനോട് പ്രതികരിക്കുന്നില്ല, ഇതിനോട് പ്രതികരിക്കുന്നു?
അപ്പൊ അതിലെ കാര്യം ഇത്രേ ഉള്ളൂ. ഓരോ ഘട്ടത്തില് ഓരോ തരത്തിൽപ്പെട്ട സമൂഹത്തിൽ നിന്ന് ഞങ്ങൾക്കെതിരെ എതിർപ്പുകളുണ്ട്. ഈ ഞങ്ങൾ എന്തിന്റെ പേരിലാണ് ഉപദ്രവിക്കുന്നത്? നിങ്ങളൊന്ന് പറയും. ഞങ്ങൾ ബോംബിട്ടോ എവിടെങ്കിലും? ഞങ്ങളുടെ പള്ളികളിൽ നിന്ന് ആയുധം പിടിച്ചെടുത്തോ? ഞങ്ങളുടെ പള്ളികളിൽ നിന്ന് എവിടെങ്കിലും ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ട ഇന്നയാൾക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞൊരു രേഖ പിടിച്ചോ? ഒരു പ്രസംഗത്തിൽ നിന്ന് ഇന്നയാളെ നമുക്ക് തോൽപ്പിക്കണം, ഇങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒന്നും ചെയ്യത്തുമില്ല. ഞങ്ങൾക്കിടയിൽ നിന്ന് നിങ്ങൾക്ക് ഭീകരവാദം എന്നൊരു പദം ഇന്ത്യൻ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു സ്ഥലത്തു നിന്നും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതാണ് വസ്തുത. ഞങ്ങൾക്ക് ആ വിധത്തിലാണ് കാര്യങ്ങളെ ഞങ്ങൾ വീക്ഷിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത്. മാത്രമല്ല, ഈ ജാതി തിരിച്ച് വോട്ടും ചെയ്യില്ല. ഈ ധനപാലനെതിരെ മത്സരിച്ചത് ഒരു ജോസഫാണ്, പി യു ജോസഫാണ്. അവിടെ ക്രൈസ്തവ കോട്ടയാണ്. അവിടെ ധനപാലനല്ലേ ജയിച്ചേ? എന്ത് ജോസഫ് ജയിക്കാഞ്ഞേ? അപ്പൊ ജാതി നോക്കി അംഗസംഖ്യ നോക്കി അത്തരത്തിൽ ആളിനെ കൊണ്ടിട്ടിട്ട് ജയിച്ചില്ല. എന്തേലും കോന്നിയില് BJP-യുടെ ഒരു നേതാവ് നിൽക്കുന്നു, അപ്പുറത്ത് രണ്ടുപേരും ഈഴവ കമ്മ്യൂണിറ്റിയാണ്, ക്രിസ്ത്യൻ കോട്ടയാണിത്. അവിടെ കൊണ്ട് UDF ഒരു ക്രിസ്ത്യാനി ഇടുന്നു. എന്തുകൊണ്ടാ ക്രിസ്ത്യാനി ജയിക്കാഞ്ഞേ? അവിടെ അങ്ങനല്ല ക്രൈസ്തവൻ കാണുന്നത്. ക്രൈസ്തവൻ ആ വീക്ഷണം ഇല്ല. അവിടെ ജനീഷ് കുമാറാണ് ജയിച്ചത് കോന്നി നിയോജകമണ്ഡലത്തിൽ. ഓർത്തഡോക്സ് യാക്കോബായ സഭകൾക്ക് നല്ല ഗണ്യമായ സ്വാധീനമുള്ള സ്ഥലത്ത് ഒരു ഓർത്തഡോക്സുകാരനെ കൊണ്ട് UDF നിർത്തി. അവിടെ എന്തേ ജനീഷ് ജയിച്ചത്? അപ്പുറത്തെ ധനപാലൻ ജയിച്ചത്? അപ്പൊ അത് മനസ്സിലാക്കണം. ഇതുപോലൊരു കാര്യം കൂടെ നിങ്ങൾ കാണാനുണ്ട്. ഒരു കാര്യം, കേരളത്തിലെ മനുഷ്യന്റെ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ഒക്കെ ഒരു ബോധം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്കറിയാമോ, വയനാട്ടില് മത്സരം നടന്നു. അവിടെ നിന്നത് ആരാണ്? അവിടെ നിന്ന് ഷാനവാസാണ്. അപ്പുറത്ത് റഹ്മത്തുള്ളയാണ് നിന്ന്, LDF UDF. അവിടെ മുരളീധരൻ നിന്നു. ഹിന്ദുക്കളെ ഒരുമിച്ച് കൂടിയിരുന്നെങ്കിൽ മുരളീധരനല്ല ജയിക്കുള്ളൂ. അവിടെ ഹിന്ദുക്കളല്ല, രണ്ട് മുസ്ലിം നിന്ന് മത്സരിച്ച് വോട്ട് ഭിന്നമായി പോയിട്ട് നടുവിലൂടെ മുരളീധരനെ പോലെ ഒരാളല്ല ജയിച്ചത്. ജമാഅത്തെ ഇസ്ലാമി കൂടി പിന്തുണച്ച സാക്ഷാൽ ഷാനവാസാണ്, പരേതനായ ഷാനവാസാണ് ജയിച്ചത്. അത് അങ്ങനെ. പക്ഷെ ഇതുപോലെ മലപ്പുറത്ത് കാണിക്കോ? ഇങ്ങനെ എന്തെങ്കിലും ഉദാഹരണം കാണിക്കോ? മലപ്പുറത്ത് മറ്റൊരുത്തൻ ജയിക്കുവോ? മറ്റൊരുത്തനും ജയിക്കില്ല. അവിടെ മുസ്ലിം അല്ലാതെ വേറൊരു കാൻഡിഡേറ്റ് വരത്തില്ല ഏത് പാർട്ടി മത്സരിച്ചാലും. അതെന്താണ്? നിങ്ങൾ തന്നെ പഠിക്ക്. ബാക്കിയുള്ള ആൾക്കാർ നിങ്ങളെപ്പോലെ വർഗീയമായിട്ടാണോ ചിന്തിക്കുന്നത്? നിങ്ങൾ തന്നെ പഠിക്ക്. ബാക്കിയുള്ളവർക്ക് അങ്ങനെ വർഗീയത അവരെ മനസ്സിലില്ല, ഈ രൂപത്തിലില്ല. അത് ഈ രാജ്യത്തിലെ മുസ്ലിങ്ങളാണ് വർഗീയത കൃത്യമായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. അതിന് ഒരു അപവാദവും നിങ്ങളുടെ മുമ്പിൽ പറയാനില്ല. അല്ലെ പിന്നെ UC രാമനെ പോലുള്ള ആളുകളുണ്ട്, അവർ നിൽക്കുന്ന സംവരണ മണ്ഡലം നിങ്ങൾ പറയാൻ പോകുന്നത്. അത് രണ്ട് സംവരണമാണ്. അതുകൊണ്ടാണ് UC രാമനെ അവിടെ നിർത്തുന്നതും തോക്കോ ജയിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അത് പോട്ടെ. നിങ്ങളുടെ പക്ഷത്തു നിന്ന് ഒരു ഉദാഹരണം നിങ്ങൾക്ക് എടുത്ത് കാണിക്കാനില്ല. അവിടെ വർഗീയതയാണ് കറക്റ്റ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഒത്തിരി കേരള രാഷ്ട്രീയത്തിൽ പഠിക്കാനുണ്ട് ഈ വിധത്തിൽ. ഈ PC തോമസ് ചോദിച്ചുകൊണ്ടിരുന്ന മൂവാറ്റുപുഴയുണ്ട്. ആ മൂവാറ്റുപുഴയില് 1.5 ലക്ഷം വോട്ടിന്റെ ഒക്കെ ഭൂരിപക്ഷം ഒരിക്കൽ PC തോമസിനുണ്ടായിരുന്നു. അയാള് പിന്നീട് വരുമ്പോഴേക്ക് അവിടെ ഒരു PM ഇസ്മായിൽ നിന്നു, CPM-ന്റെ ഇസ്മായിൽ നിന്നപ്പോൾ മുസ്ലിം വോട്ടുകളെല്ലാം കൂടെ ഏകീകരിച്ചിട്ട് 75,000 ആയിട്ട് PC തോമസിന്റെ ഭൂരിപക്ഷം ഇടിഞ്ഞു. അപ്പൊ പിന്നെ PC തോമസ് അതിന്റെ അടുത്ത കൊല്ലമാണ് NDA-യുടെ ഭാഗമായിട്ട് 500 വോട്ടിനാ മറ്റോ ജയിക്കുന്നത്. അപ്പൊ പറഞ്ഞു വന്നത്, ഇങ്ങനെ വർഗീയമായിട്ട് വേറെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ചിന്തിക്കുമോ? ചിന്തിക്കില്ല. അപ്പൊ ഇത്രയും വർഗീയമായ ഒരു ബോധം എക്കാലത്തും ഇങ്ങനെ വെച്ചു പുലർത്തുന്നത് ശരിയല്ല. ഇതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ ടോപ്പിക്കില് വന്ന പ്രശ്നം എന്താ? ഇന്ത്യയിൽ മുസ്ലിം ആധിപത്യം അത് നടപ്പിലാക്കിയ കൊടും ക്രൂരതകളെ കുറിച്ചൊക്കെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന 47-ന് ശേഷം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ഈ 47-ന് മുമ്പുള്ള കാലത്തെയും പിമ്പുള്ള കാലത്തെയും രണ്ടായിട്ട് കാണണം. 47-ന് മുമ്പ് ഇവിടെ ഒരു ഭരണഘടന ഇല്ല. 47-ന് മുമ്പ് ജനാധിപത്യം ഇല്ല. ഇന്ത്യക്കാരൻ ആദ്യം വോട്ട് ചെയ്ത് തങ്ങളുടെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്ന എന്നാണ്. നമുക്ക് MLA ഒക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാ, MP ഒക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാ? ഭരണഘടന നിലവിൽ വന്ന ശേഷമുള്ള ഒരു രാഷ്ട്രസങ്കല്പവും അതിനു മുമ്പുള്ള കാലവും രണ്ടാണ്. അന്ന് ഗുണ്ടാഭരണമാണ്. രാജാക്കന്മാരുടെ ഭരണവും ഗുണ്ടകൾ അത് കൈകാര്യം ചെയ്യുന്ന കാലമാണ്. ഗുണ്ടാ പിരിവുകൾ നടക്കുന്ന കാലമാണ്. കയ്യുക്കുള്ളവൻ കാര്യക്കാരനാകുന്ന കാലമാണ്. ഇന്ന് നിങ്ങൾക്ക് നടത്താൻ പറ്റില്ല. അതുപോലെ നടത്തി കഴിഞ്ഞാൽ കുറെയൊക്കെ വിജയിക്കും, പിന്നെ നിങ്ങൾ അകത്ത് പോകില്ലേ? ഇനി എന്നാ ഹൂറിയെ കിട്ടുമെന്ന് വെട്ടിയാലും ആൾ അകത്ത് പോകും. ഒരു ദിവസവും അകത്ത് കിടക്കണേ. പിടിക്കപ്പെട്ടാൽ അകത്ത് കിടക്കണം, അല്ലെ ഇന്ത്യ വിട്ടു പോകണം. അല്ലാതെ വേറെ വഴി അവരുടെ മുമ്പിലില്ല. അപ്പോ അതിനെ പേടിക്കുന്നു. ഇത്തരത്തിലുള്ള ജനാധിപത്യ സിസ്റ്റത്തെ പേടിക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ അക്രമം ചെയ്യാതിരിക്കുന്ന. ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? ഈ അനിൽകുമാർ അയ്യപ്പനോ ഞാനോ ഞങ്ങളെങ്ങാണ് മൂവാറ്റുപുഴ വന്നൊന്ന് പ്രസംഗിച്ചു, ബാക്കി കാണുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇന്ന് നിങ്ങൾ വന്ന് പ്രസംഗിച്ചു ഞങ്ങളുടെ കോട്ടയിൽ, വാ പ്രസംഗിക്കും. ആരും തൊടുവോ നിങ്ങളെ? ആരും തൊടൂല. അതാ വിഷയം. അപ്പൊ ഇത് എന്താണ് നിങ്ങൾ ഇത് ഇങ്ങനെ മനസ്സിലാക്കാത്തതെന്ന് എനിക്ക് പിടിയിട്ടുന്നില്ല. എങ്ങനെയാണ് ഇങ്ങനെ ജീവിതത്തെ ചെറുതായിട്ട് കാണുന്നത്? ഇന്ത്യയിലെന്നല്ല, ലോകത്തെല്ലായിടത്തും ഇസ്ലാം പോയിടത്ത് കലാപം ഉണ്ടാക്കി തന്നെയാണ് അധികാരം പിടിച്ചെടുത്തിട്ടുള്ളത്. അഫ്സലിന് തിരിച്ച് ചരിത്രം ഉദ്ധരിച്ച് പറയാൻ പറ്റണം. ഉമയാട് രാജവംശത്തിൽപ്പെട്ട വാലിദിന്റെ കാലത്താണ് ഇന്ത്യയിൽ സിന്ധിനെ ആക്രമിക്കുന്നത്. അപ്പർ സിന്ധു ലോവർ സിന്ധു എല്ലാം അത് ആക്രമിച്ച് കീഴടക്കി. അപ്പൊ ഉമയാട് രാജവംശത്തിൽപ്പെട്ട ആള് അവരെ തിരിച്ച്, പിന്നെ അബ്ദുൽ കാസിമാണ് അവിടെ വരുന്നത്. അപ്പോ കാസിമിനെ തിരിച്ചു വിളിച്ചുകൊണ്ട് സുലൈമാൻ ഭരണാധികാരിയാകുമ്പോൾ തിരിച്ചു വിളിച്ചിട്ട് അവിടേക്ക് പിന്നെ വിടുന്ന ആരെയാ? ഈ ഘട്ടത്തിൽ തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ
അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഗസ്നി ഭരണകൂടം, അത് വേറൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്, തുർക്കികളെ കേന്ദ്രീകരിച്ച് ഭരിക്കുന്ന ആളുകളാണ്. ആ ഗസ്നി ഭരണകൂടം വന്നിട്ട് ഇന്ത്യയിൽ 1000 അധികാരം ഉറപ്പിക്കുക. എന്താണ് അയാൾ ചെയ്തത്? 26 വർഷം കൊണ്ട് 27 പ്രബല യുദ്ധങ്ങളാണ് നടത്തിയത്. 26 വർഷമേ ഭരിച്ചുള്ളൂ. 1026 വരെ 27 യുദ്ധം നടത്തി. 27 യുദ്ധങ്ങളിലൂടെ 10,000-കണക്കിന് ആളുകളെ കൊന്നൊടുക്കി. എന്നിട്ട് ലക്ഷക്കണക്കിന് ആളുകളെ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കി. ആയിരക്കണക്കിന് ബ്രാഹ്മൺസ് അവരെ കൊണ്ട് നിർബന്ധിച്ച് ഈ ഇറച്ചി ഭക്ഷിപ്പിച്ചു, ഇറച്ചി മീനും ഒക്കെ ഭക്ഷിപ്പിച്ചു. പ്രാണൻ നിലനിർത്താൻ വേണ്ടി അവരെ ചെയ്തു. അവർ സർക്കംസൈസ്ഡ് ആയി, അവർ മുസ്ലിങ്ങളായി. എന്തിന് മുസ്ലിങ്ങളായി എന്ന് പോലും അവർക്കറിയില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അടുത്ത വരുന്ന ആരാണ്? ഈ മറ്റേ അടിമ രാജവംശം ആരംഭിക്കുകയാണ് ഖുത്ബുദ്ദീൻ ഐബക്കിന്റെ നേതൃത്വത്തിൽ. അയാൾ അടിമയായിരുന്നു. അയാളെ ആശ്രയിച്ച് ആ കുടുംബങ്ങൾ പിന്നെ വന്നുകൊണ്ട് പറയപ്പെടുന്നൊരു പേര് അടിമ രാജവംശം എന്ന് പറയുന്നത്. അപ്പോ ഇവരെന്താണ് ചെയ്തത്? അവരെ വന്നിട്ട് ഈ ക്ഷേത്രങ്ങളെല്ലാം ഇടിച്ചു നിരത്തി. ഖുത്ബുദ്ദീൻ ഐബക്കിന്റെ കാലത്ത് മൊത്തം ക്ഷേത്രങ്ങളും പഞ്ചാബിലെല്ലാം ഇടിച്ചു നിരത്തിയിട്ട് ആ ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടിയ അമൂല്യ വസ്തുക്കളൊക്കെ കൊള്ളയടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് അതിനകത്തെ കട്ടകളും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട്, മാർബിൾ ഫലകങ്ങളുണ്ട്, മാർബിൾ കഷണങ്ങളുണ്ട്. ഇതെല്ലാം പൊട്ടിപ്പോകാതെ മുറിച്ചെടുത്തു. അടിമകളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് അതുകൊണ്ട് പണിത സാധനമാണ് ഈ ഡൽഹിയിലെ ജുമാ മസ്ജിദും മറ്റുമൊക്കെ. അതുകൊണ്ട് പണിത സാധനമാണ് കുത്തബ് മിനാർ. ഹിന്ദുക്കളുടെ ക്ഷേത്രം മുഴുവൻ ഇടിച്ചു നിരത്തിയിട്ട് അതിനകത്തെ ബിംബങ്ങളെ കൊണ്ട് കയറി വരുന്ന വഴിക്ക് ചവിട്ടി കയറാൻ പാകത്തിന് ഇട്ട് കൊടുത്തു. ഇങ്ങനെ ക്രിസ്ത്യാനി ലോകത്തോളം ചേട്ട് പറയാമോ? ഞങ്ങൾ വിഗ്രഹത്തെ ഒന്നും അംഗീകരിക്കുന്നവരൊന്നുമല്ല, ഞങ്ങൾക്ക് വിഗ്രഹാരാധനയില്ല, ഞങ്ങൾക്ക് ത്രിയേക ദൈവം ഒഴികെ ഒന്നിനെയും ഞങ്ങൾ വന്ദിക്കാറില്ല. പക്ഷെങ്കിൽ മറ്റുള്ളവന്റെ ബിംബം ഞങ്ങളെ സ്ഥലം അപമാനിക്കേണ്ട വിഷയമല്ല. ബൈബിൾ അത് കൃത്യം എഴുതിയിട്ടുണ്ട്. വിഗ്രഹത്തെ ആരാധിക്കുന്നില്ല എന്ന് പറയുന്ന നീ ക്ഷേത്രം കൊള്ളയടിക്കയോ അത് പാടില്ല എന്ന് കൃത്യം എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിനെ അപമാനിക്കാൻ അവിടെ പോയി നിൽക്കാറില്ല. അത് ദൈവമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. പക്ഷെങ്കിൽ അത് കാണുന്നവന്റെ അവകാശത്തെ ഞങ്ങളുടെ സമൂഹം എവിടെയും മോശമായി കണ്ടിട്ടില്ല. ബഹുദൈവ വിശ്വാസികൾ എന്ന പേരിലാണ് ഈ മുഹമ്മദ് ഗസ്നിയും ഗോറിയെല്ലാം ചേർന്ന് ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങൾ ചെയ്തത്, കൊന്നൊടുക്കിയത്. പിന്നെ മുഗൾ സാമ്രാജ്യമാണ് ഏകദേശം ഒരു ശരാശരിയിലൊക്കെ ഭരിച്ചുപോയത്. ആ മുഗൾ സാമ്രാജ്യത്തെ ബ്രിട്ടീഷുകാർ വന്നപ്പോഴേക്ക് അവർ കീഴടങ്ങി. അപ്പോഴേക്ക് മുസ്ലിങ്ങളുടെ ശക്തി ഇവിടെ ക്ഷയിച്ചു. മിഷണറി വിദ്യാഭ്യാസം ശക്തിപ്പെട്ടു, മുസ്ലിങ്ങൾ നന്നേ പിന്നോട്ടടിക്കപ്പെട്ടു. അന്ന് പറഞ്ഞു പരത്തുന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ചെയ്യരുത്, അതിനെതിരെയാണ് സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ നേതൃത്വത്തിൽ വലിയ മൂവ്മെന്റുകൾ ഉണ്ടായ ശേഷമാണ് മുസ്ലിങ്ങൾക്ക് വിവരം ഉണ്ടായത്. കാരണം ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങി, ശാസ്ത്രം പഠിക്കാൻ തുടങ്ങി. അദ്ദേഹം അടിമത്തത്തിനെതിരെ, ബഹുഭാരിത്വത്തിനെതിരെ, ഇന്ന് നിങ്ങൾ കാണുന്ന പല കാര്യത്തിനും സയ്യിദ് അഹമ്മദ് ഖാൻ എതിരായിരുന്നു. അലിഗഡ് സർവകലാശാല അദ്ദേഹമാണ് സ്ഥാപിച്ചത്. അലിഗഡ് സർവകലാശാലയിൽ പഠിപ്പിച്ചു വിട്ട ആളുകൾക്കാണ് പിന്നീട് ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ തന്നെ ഇസ്ലാം സമൂഹത്തെ കുറിച്ച് കാര്യമായി ചരിത്രപരമായിട്ടൊക്കെ വീക്ഷിക്കാൻ സാധിച്ചത്. ഈ വസ്തുത നമ്മുടെ കൺമുമ്പിൽ കിടക്കുന്ന യാഥാർത്ഥ്യമാണ്. അതിനെ കണ്ണടച്ച് നിഷേധിക്കാനായിട്ട് പാടില്ല. ഓക്കെ. ജോർജ് ബ്രദറെ കേൾക്കുന്നുണ്ടോ? ജോർജ്, ഓക്കെ. ഓക്കെ, ഹലോ. ഓക്കെ. പറയൂ. മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ. അനിൽകുമാർ അയ്യപ്പനോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതായത് നമ്മുടെ ഈ വിഷയം ബന്ധപ്പെട്ടല്ല, ഇത് വെച്ച് നമ്മുടെ ടിപ്പു സുൽത്താൻ കേരളം അവിടുന്ന് വരുന്നിട്ട് ആക്രമിച്ചു. മറ്റേ അങ്കമാലി വരെ പുള്ളി വന്നിട്ട് പെരിയാർ കടക്കണതിനെക്കാട്ടി മുമ്പ് അങ്ങനെ കൊച്ചി രാജാവും തിരുവിതാംകൂർ രാജാവും ബ്രിട്ടീഷുകാരും കൂടി ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ അവര് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഒരു ഇത് പണിതു. അതായത് വെള്ളപ്പൊക്ക അതായത് ബണ്ട് കെട്ടിയിട്ട് വെള്ളപ്പൊക്ക ഇത് വെച്ച് കടക്കാതിരിക്കാൻ വേണ്ടി, അവരുടെ സൈന്യം കടക്കാതിരിക്കാൻ വേണ്ടി പെരിയാറിന് കുറുകെ അങ്ങനെ ചെയ്തെന്ന് ഒരു ചരിത്രത്തിൽ പണ്ട് ഞാൻ വായിച്ചിട്ടുള്ള ഒരു 10 വർഷം മുമ്പോട്ടൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുള്ളത്. അത് ശരിയാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. അതായത് നമ്മളെ മറ്റേ അങ്കമാലി ഒരു പള്ളി ഉണ്ട്, ഞാൻ ആ പള്ളി പോയി കണ്ടിട്ടുള്ളത്. ആ പള്ളി ആക്രമിച്ചതിൽ ആ പള്ളി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കുട്ടിയം പള്ളിയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തോ കാഞ്ഞൂര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത്ര പേര് ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഞാൻ വായിച്ചിട്ടുള്ളൂ. ഞാൻ ഒരു പെരുന്നാളിന് ഒരു ദിവസം പോയപ്പോ സെന്റ് സെബാസ്റ്റ്യൻസ് പുണ്യാളന്റെ പള്ളിയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. സോറി, എനിക്ക് വർഷങ്ങളായി എഴുതി വെച്ചിട്ട് വായിച്ചിട്ടില്ല. അപ്പൊ അവിടെ ആ പള്ളി ആക്രമിച്ച് അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി തിരുവിതാംകൂർ അല്ല കൊച്ചി രാജവംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തൃശ്ശൂര് തുടങ്ങി ആരംഭിക്കുകയാണ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ തൃശ്ശൂർ പൂരം നടക്കണൊക്കെ കൊച്ചി രാജാവിന്റെ അണ്ടറിലുള്ളതാണ്. ഒരു ഇതുണ്ട്, പാലക്കാടിന് ഇപ്പുറം വെച്ച്
അതാണ് എൻ്റെ അറിവ് കേട്ടോ. പാലക്കാടിന് ഇപ്പുറം വെച്ചാണ് കൊച്ചി രാജ്യത്തിന്റെ ബോർഡർ. അതിനപ്പുറം വെച്ച് മലബാറും അങ്ങനത്തെ ഒരു നാട്ടുരാജാക്കന്മാര്. ഓക്കെ അവിടുന്ന് ജോർജ് ബ്രദർ ചോദ്യം ഒന്ന് ഫ്രേസ് ചെയ്യോ? ചോദ്യമാണ് തിരുവാങ്കൂർ, അതായത് ഉദയംപേരൂര് സുലഭദോസ് നടന്ന പള്ളി വരെ കൊച്ചി രാജ്യമാണ്. ആ കൊച്ചി രാജ്യത്തിന്റെ ഇടയിലാണ് ഈ മറ്റേ ഈ പുള്ളി ആക്രമിച്ച് വന്നു കഴിഞ്ഞതിന് ശേഷം പുള്ളി സ്റ്റേ ചെയ്യാൻ പുള്ളിക്ക് കയറാൻ പറ്റില്ല. ഒരു ബ്രിട്ടീഷുകാരുടെ ഒരു ബുദ്ധിയാണെന്ന് പറയാണ്ട് എനിക്കറിയില്ല. ഇവര് ചർച്ച ചെയ്തിട്ട് തിരുവിതാംകൂറും കൊച്ചി രാജാവും കൂടി രാജാക്കന്മാരെ ആലോചിച്ചിട്ട് ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ബണ്ട് കെട്ടിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് വെള്ളപ്പൊക്കം ഉണ്ടാക്കി. വെള്ളപ്പൊക്കം പോലെ ബണ്ട് കെട്ടി കഴിഞ്ഞാൽ വെള്ളം കെട്ടിക്കിടക്കുമല്ലോ. അങ്ങനെ ഇതാണെന്ന് പറഞ്ഞ് അതിന്റെ ഒരു ഇതൊന്നും സത്യാവസ്ഥ ഇതെന്ന് അറിയാമോ? ഞാൻ വായിച്ചിട്ടുള്ള ഏതൊരു പുസ്തകം. എബൻ ബ്രോ മറുപടി അനിൽ ബ്രദർ പറയും. ഞാൻ ഒരു വിഷയം പറയുന്നുണ്ട്. ഇവിടെ തിരുത്തുണ്ടെന്നും പറഞ്ഞ് വന്ന് നിൽക്കുന്ന സഹോദരങ്ങളോട് പറയുന്നു, നിങ്ങളുടെ അവസരമാകുമ്പോൾ നിങ്ങൾക്ക് ആ തിരുത്ത് പറയാം. പക്ഷെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ നിനക്ക് ഓർമ്മയുണ്ടോ അല്ലെങ്കിൽ എനിക്ക് ഓർമ്മയില്ല എന്നുള്ള അവസ്ഥയിലല്ല. ഇവിടെ പ്രമാണ പുസ്തകങ്ങൾ വെച്ച്, എന്ന് വെച്ചാൽ ചരിത്ര പുസ്തകങ്ങൾ വെച്ചാണ് സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തിരുത്ത് എന്ന് പറഞ്ഞ് നിൽക്കുന്നവർ സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പുസ്തകത്തിലാണോ പറഞ്ഞിരിക്കുന്നത് ആ പുസ്തകം വെച്ച് സംസാരിക്കാവൂ. അല്ലാതെ വന്നിരുന്ന് സംസാരിക്കരുത്. ഇത് നാളുകളോളം വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് തിരുത്ത് പറയാൻ വേണ്ടി നിൽക്കുന്നവർ പുസ്തകം വെച്ച് പ്രത്യേകം പറയാ. പ്രത്യേകിച്ച് അനസ് യൂസഫിനോടാണ് ഈ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, തിരുത്താനുണ്ടെങ്കിൽ അത് വ്യക്തമായ പുസ്തകത്തിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ അവസരത്തിന് ഇനി സമയമുണ്ട്. അതിന്റെ മറുപടിയൊക്കെ കൊടുത്തു വരുമ്പോൾ സമയവും വരും. അപ്പൊ അതുകൊണ്ട് അത്രയും സമയം എടുത്ത് നിങ്ങൾ ആ പുസ്തകങ്ങൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെർച്ച് ചെയ്തിട്ട് മറുപടിയായിട്ട് വരിക. ഓക്കെ ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ടോ? കേട്ടു ബ്രദറെ, കേട്ടു. ടിപ്പുവിൻ്റെ ഇത് വേറൊരു ചരിത്രമാണ്. ഞാനത് പിന്നീട് ഒരു ചർച്ചയ്ക്ക് വെക്കാൻ വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് അത്. ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലമൊക്കെ ഇതിനു മുമ്പ് ഞാൻ അവിടേക്ക് താമസിച്ചിരുന്നത് പാളയംപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. പാളയംപറമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടിപ്പു പാളയം അടിച്ചിരുന്നു. അതുകൊണ്ട് ആ സ്ഥലത്തിന് പാളയംപറമ്പ് എന്ന് പേര് വന്നതാണ്. പിന്നെ ഇവിടെ തന്നെ കോട്ടമുറി ഉണ്ട്. കോട്ടമുറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നെടുങ്കോട്ട ഉണ്ടായിരുന്നു. ഡെൽനോയ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ ഇവിടുത്തെ തിരുവിതാംകൂറിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. ശരിക്കും അയാൾ ഡച്ചുകാരനാണ്. കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി കഴിഞ്ഞിട്ട് തടവുകാരായി പിടിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളാണ് ഡെൽനോയ്. പിന്നെ തിരുവിതാംകൂർ സൈന്യത്തെ യൂറോപ്യൻ മാതൃകയിൽ അവർക്ക് വാർത്തെടുക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഡെൽനോയ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പ്രദേശമൊക്കെ കണ്ടിട്ട് പറഞ്ഞു, ഇവരുടെ മൈസൂരിന്റെ ആക്രമണം എപ്പോൾ ആണെങ്കിലും തിരുവിതാംകൂർ നേരെ വരുന്ന അറിയാം. ഈ രാജാക്കന്മാർക്ക് അറിയാവുന്നതാണ്. കൊച്ചിക്കും അറിയാം, തിരുവിതാംകൂറിനും അറിയാം അവരെപ്പോഴും വരുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൊച്ചി മൈസൂരിന്റെ കീഴിലേക്ക് പൂർണ്ണമായിട്ടും വിധേയപ്പെട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരുവിതാംകൂറിന്റെ കാര്യം ബുദ്ധിമുട്ടാവും. അപ്പം അതുകൊണ്ട് ഈ കൊച്ചി രാജ്യത്തിനകത്ത് നമ്മളൊരു കുറുകെ ഒരു കോട്ട കെട്ടണമെന്നും പറഞ്ഞുകൊണ്ട് മണ്ണുകൊണ്ടുള്ളൊരു കോട്ടയാണ് നെടുങ്കോട്ട. അത് ഞാനിപ്പോൾ ഈ താമസിക്കുന്നതിൻ്റെ അടുത്ത് കൂടെയൊക്കെയാണ് ആ കോട്ട പോയിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അവശിഷ്ടങ്ങളൊന്നും ഇല്ല. ഇവിടെ പ്രായമുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നു. മൺകൂട്ടയായ ആളുകൾ മണ്ണൊക്കെ എടുത്ത് വീട് പണിയാനും മറ്റുമൊക്കെ ആയിട്ട് ആ മണ്ണൊക്കെ എടുത്ത് മാറ്റി അത് സമനിരപ്പാക്കി കളഞ്ഞു. അപ്പോൾ ഈ ഇവിടെ കോട്ടവാതിൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതുപോലെ കോട്ടമുറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിപ്പുവിൻ്റെ സൈന്യം അവിടെ വെച്ചാണ് കോട്ട മുറിച്ച് അകത്ത് കിടക്കുന്നത്. അത് പക്ഷെ അത് മുറിക്കാൻ വേണ്ടി മറ്റൊരു ഒരു തന്ത്രമായിരുന്നു അത്. ഇവരെ മുറിച്ച ആദ്യം പലവട്ടം വരുന്ന സമയത്തൊക്കെ കോട്ടര മോളിൽ നിന്നുള്ള വെടിവെപ്പും അമ്പും അതൊക്കെ ആയിട്ട് കുറേ പേര് കൊല്ലപ്പെട്ടു. അവസാനം ഒരു സമയത്ത് അത് അവർക്ക് തകർക്കാൻ പറ്റി. ഉള്ളിൽ കടന്ന് കുറേ കൂടി 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ചതി മനസ്സിലാകുന്നത്. അത് മനഃപൂർവ്വം അവരെ അനുവദിച്ചതായിരുന്നു അത് മുറിക്കാൻ വേണ്ടി. അവിടെ 2 സൈഡിലുമായിട്ട് പീരങ്കിയായിട്ട് കാത്തു നിൽക്കുകയായിരുന്നു ഇവര് തിരുവിതാംകൂർ സൈന്യം. ഇവര് ഒരു 1.5 കിലോമീറ്ററോളം സൈന്യം അകത്തേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ 2 സൈഡിൽ നിന്നും പിന്നെ പീരങ്കി ഉണ്ടയാണ്, ചറവറ വെടിയുണ്ട. പിന്നെ തിരിച്ച് വന്ന വഴിക്കാൻ അവർ ഓടി പോവുകയൊക്കെ ചെയ്തു. പക്ഷെ എന്നാലും പിന്നെ അത് തകർത്ത് പിന്നെ അവിടെ കയറി കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ഇവിടം വരെ എത്തുന്നത്, ആലുവപ്പുഴ വരെ എത്തുന്നത്. ഇതിനിടയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾ ടിപ്പു ചെയ്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന ഈ പള്ളികൾ, അമ്പലങ്ങൾ അത് പലതും നശിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ പള്ളികൾ ഭയങ്കരമായിരുന്നു നാശം. ഇപ്പോൾ ഈ പാളയംപറമ്പിൻ്റെ 1/2 കിലോമീറ്റർ അപ്പുറത്തായിട്ട് 2 ഇതുണ്ട്. ഏകദേശം 1.5 കിലോമീറ്റർ 1.25 കിലോമീറ്ററോളം വരും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അമ്പഴക്കാടും മറ്റൊന്ന് സാമ്പാളൂരുമാണ്. ഈ സാമ്പാളൂരാണെങ്കിൽ ഒരു സെമിനാരിയൊക്കെ ഉണ്ടായിരുന്നു. ആ സെമിനാരിയിൽ പഠിച്ചു. അത് ചാലക്കുടി പുഴയുടെ തീരത്താണ് സാമ്പാളൂർ പള്ളി. ഈ അവിടെ ഉണ്ടായിരുന്ന ഈ സെമിനാരി വിദ്യാർത്ഥികളെല്ലാം
ചാലക്കുടി പുഴയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് കഴുത്ത് വെട്ടി ആ ചാലക്കുടി പുഴയിൽ ഇടുകയാണ് ടിപ്പു ചെയ്തത്. അതുപോലെ അമ്പഴക്കാട് പള്ളി ഇത് നശിപ്പിക്കുകയും ഏത് ചെയ്തു. ചരിത്രരേഖ അടിസ്ഥാനത്തിലാണെന്നൊന്നും പറയാം? ചരിത്രരേഖ കുറേ പുസ്തകങ്ങളുണ്ട്. ഒരു പുസ്തകമല്ല, ഞാൻ പറഞ്ഞില്ല, ഇത് ഞാൻ വിശദമായിട്ട് വേറൊരു ഇതായിട്ട് ചർച്ചയ്ക്ക് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് റെഫറൻസ് ചെയ്തെല്ലാം പറയാം. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ തകർത്ത് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ, ആലുവയ്ക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നല്ല മഴ വന്നു. ആ സമയത്ത് മഴ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പിണ്ട് അത് ശങ്കുണ്ണി മേനോൻ, തിരുവിതാംകൂർ ചരിത്രത്തിനകത്ത് ശങ്കുണ്ണി മേനോൻ പറയുന്നത് ടിപ്പു ചെയ്ത ആ പ്രവൃത്തികളുടെ ഫലം ടിപ്പുവിന് തന്നെ അബദ്ധമായി തോന്നിയത് അപ്പോഴായിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3-4 ദിവസം തുടർമാനമായിട്ട് മഴയാണ്. ഇവരുടെ സൈനികർക്കോ അല്ലെങ്കിൽ ഈ കുതിരകൾക്ക് ഇങ്ങനെയുള്ള ഇതിനൊന്നും കയറി നിൽക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഉണ്ടായിരുന്ന അക്കാലത്തെ വലിയ ഇതെന്ന് പറയുന്നത്, കുറച്ച് ആളുകൾക്ക് ഒരുമിച്ച് കയറി നിൽക്കാൻ പറ്റുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് ഈ ക്രിസ്ത്യൻ പള്ളികളായിരുന്നു. അമ്പലത്തിനകത്ത് അങ്ങനെ അത്രയും പേർക്ക് കയറുന്ന പരിപാടി ഇല്ലല്ലോ. പക്ഷെ ക്രിസ്ത്യൻ പള്ളിയിൽ അങ്ങനെയല്ല, ആളുകൾ ആരാധനയ്ക്കായിട്ട് ഞായറാഴ്ച കൂടുന്നത്. അപ്പോൾ വലിയ പള്ളികളാണ്. ശങ്കുണ്ണി മേനോൻ പറഞ്ഞു അത് തകർക്കാതിരുന്നെങ്കിൽ അവരുടെ സൈനികർക്ക് അതിനകത്ത് കയറി മഴയിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നുള്ളതാണ്. അപ്പോൾ ഈ മഴ നന്നായിട്ട് പെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ വെള്ളം നന്നായിട്ട് പൊട്ടി. അത് കൃത്രിമമായിട്ട് ഉണ്ടാക്കുകയല്ല, മുകളിലൊരു ചിറയുണ്ടായിരുന്നു. ആ ചിറ പോയിട്ട് ഇവർ പൊട്ടിച്ചു വിടുകയാണ് ചെയ്തത്. അങ്ങനെ വിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ഇവിടെ ആലുവയിൽ ഭയങ്കരമായിട്ട് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായി. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ സൈന്യത്തിന് ആലുവപ്പുഴ കടന്ന് അക്കരെ എത്താൻ താമസം നേരിട്ട് അവർ കാത്തിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ബ്രിട്ടീഷുകാരുടെയും ഒരു വീഴ്ച അവിടെയുണ്ട്. കാരണം അതിന് മുമ്പ് ഇവിടെ മദിരാസിയിലുണ്ടായിരുന്ന ഇത് ഈ ഡൽഹിയാണോ എന്ന് കൽക്കത്തയാണെന്ന് തോന്നുന്നു ബ്രിട്ടീഷ് ഇവരുടെ ആസ്ഥാനം. അപ്പോൾ അവർ അവിടുന്ന് നിർദ്ദേശം കൊടുത്തിരുന്നു ടിപ്പുവിനെ തടയാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. കാരണം ഇവരുമായിട്ട് തിരുവിതാംകൂറുമായിട്ട് ഇവർക്ക് ബ്രിട്ടീഷുകാർക്ക് ഒരു കരാറുണ്ട്, ഉടമ്പടിയുണ്ട്. പക്ഷേ അന്ന് മദിരാസിയിലുണ്ടായിരുന്ന ഇൻചാർജ് വഹിച്ചിരുന്ന ആളതിന് താല്പര്യം കാണിച്ചില്ല. കാരണം പുള്ളി കുറച്ച് മാസം കൂടി കഴിഞ്ഞാൽ റിട്ടയർഡ് ആവും. ഇവിടേക്ക് ഇങ്ങനെ സൈനിക നീക്കം നടത്തുകയും അതിനിടയിൽ സൈനികർ കുറെ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ പാർലമെന്റിൽ പോയിട്ട് അതിനൊക്കെ സമാധാനം പറയേണ്ടി വരുന്നുള്ളതുകൊണ്ട് പുള്ളി അനങ്ങാൻ പോയി. ഇദ്ദേഹം വന്നു കഴിഞ്ഞതിന് ശേഷമാണ് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഈ മദിരാസിൽ നിന്ന് പിന്നെ സൈന്യത്തിനെ ഇവിടം വരെ എത്തിക്കാന്ന് പറയുന്നത് സമയം പിടിക്കും. ആ നേരം കൊണ്ട് ഇവർ തിരുവിതാംകൂർ അവിടെ എത്തും, കൊട്ടാരത്തിൽ വരെ സൈന്യത്തെ സാധ്യതയുണ്ട്. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ വേണ്ടി ഇവർ ചെയ്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീരംഗപട്ടണം ആക്രമിക്കാൻ തീരുമാനിച്ചു. ശ്രീരംഗപട്ടണത്തെ ഇവർ ടിപ്പുവിൻ്റെ ആസ്ഥാനമാണല്ലോ. അപ്പോൾ അവിടെ ആക്രമിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ അത് ഇതിനേക്കാളും വലുത് തിരുവിതാംകൂർ പിടിച്ചെടുക്കുക എന്നുള്ളതിനേക്കാളും വലുത് സ്വന്തം തലസ്ഥാനം സംരക്ഷിക്കുക എന്നുള്ളതുകൊണ്ട് ടിപ്പു സൈന്യവും അതിവേഗതയിൽ ഇവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോയി. അങ്ങനെ അവർ അത് പോയതുകൊണ്ട് ഇങ്ങോട്ടേക്കുള്ള ആളുകൾ അധികം മുസ്ലിങ്ങളായില്ല. അല്ലെങ്കിൽ നോക്കിയാൽ മതി, ടിപ്പു വന്ന വഴി നോക്കിയാൽ മതി. ആ വഴി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുസ്ലിം ഭൂരിപക്ഷം അവിടെ പ്രകടമായിട്ട് കാണാം. അതിന് ടിപ്പുവിന് മുമ്പുള്ള കാലത്ത് അവിടെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് ന്യൂനപക്ഷമായിരുന്നു. ക്രിസ്ത്യാനികൾ അവരെക്കാളും കൂടുതലുണ്ടായിരുന്നു ആ ഏരിയകളിൽ. പക്ഷെ ടിപ്പു ഒരു പ്രാവശ്യം ഒന്ന് വന്ന് പോയി കഴിഞ്ഞതോടുകൂടി ആ പ്രദേശം മുഴുവൻ മുസ്ലിങ്ങളായിട്ട് മാറുകയാണ്. അത് തിരുവിതാംകൂർ വരെ ടിപ്പു പോയിരുന്നെങ്കിൽ കേരളം കാശ്മീർ തന്നെ ആയിരുന്നു. പണ്ടേ തന്നെ എല്ലാവരും മുസ്ലിങ്ങളായിരുന്നു. അതങ്ങനെ ആകാത്ത വിധത്തിൽ അവരെ തടഞ്ഞത് വാസ്തവത്തിൽ ബ്രിട്ടീഷുകാരാണ്. ഇനി ഈ ഇവിടെ തിരുവിതാംകൂറിലെ ഒരു ഇത് മലബാർ മേഖല, തിരുവിതാംകൂറല്ല, കോഴിക്കോട് ആ പ്രദേശങ്ങളിൽ, കോഴിക്കോട് മലപ്പുറത്തിൻ്റെ ഭാഗങ്ങളിൽ അവിടെങ്ങളിലൊക്കെ ഒരു ചൊല്ലുണ്ടായിരുന്നു, പകൽ കാടകം രാത്രി വീടകം എന്നും പറഞ്ഞിട്ട്. കാരണം ഈ ഇവരെ പേടിച്ചിട്ട് അന്ന് അത് ഹൈദരാലിയുടെയാണ്, ടിപ്പു അല്ല, ഹൈദരാലിയുടെ ഇതിലാണ്. ഹൈദരാലിയുടെ സൈന്യത്തിനെ പേടിച്ചിട്ട് അവിടെയുള്ള ആളുകൾ പകല് ഓടി കാട്ടിപ്പോയിട്ട് കാട്ടിൽ ഒളിച്ചിരിക്കുക ചെയ്യുക. രാത്രി ആകുമ്പോൾ വീട്ടിൽ വന്ന് കിടന്നുറങ്ങും, നേരം വെളുക്കുമ്പോൾ വീട്ടിൽ നാട്ടിലേക്ക് പോകും. അപ്പോഴാണ് ഈ ചൊല്ല് വന്നത്, പകൽ കാടകം രാത്രി വീടകം എന്നൊക്കെ പറഞ്ഞത്. ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അതെല്ലാം ഞങ്ങൾ പതുക്കെ ഓരോന്നോരോന്നും പറയാം, കൃത്യമായിട്ട് ചരിത്രരേഖകൾ വെച്ച് തന്നെ പറയാം. ആരും വിഷമിക്കൊന്നും വേണ്ട, ചരിത്രമൊക്കെ പഠിപ്പിച്ചിട്ടേ ഞങ്ങൾ പോവുള്ളൂ. ഹലോ, കേൾക്കാം. ഓക്കെ. അനലിസ് ഞാൻ കംപ്ലീറ്റ് ആയിരുന്നു. അതിനിടയ്ക്ക് എൻ്റെ നെറ്റ്വർക്ക് കട്ടായിരുന്നു. കംപ്ലീറ്റ് ആയി ബ്രദറെ, കംപ്ലീറ്റ് ആയിരുന്നു. ഓക്കെ ഓക്കെ. അനിൽ സാറിനോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ? അനിൽ സാറിനോട് ഒരു മിനിറ്റ് ഒന്ന് മ്യൂട്ട് ചെയ്ത് ബിജു ബ്രദർ ഒന്ന് മ്യൂട്ട് ചെയ്ത് ഞാൻ കേട്ടു. സുപ്രഭാത് ബ്രദറെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. സംസാരിച്ചു. ഇവിടെ ഈ ഭാരതത്തില് ഇസ്ലാമിസ്റ്റുകള് വളരെ ക്രൂരമായ കൃത്യങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട്. അത് വെള്ള പൂശിയത് കൊണ്ടൊന്നും കാര്യമില്ല. 8-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയിട്ടുള്ള പരിപാടികളാണത്. അത് പല പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഈ അനിൽകുമാർ അയ്യപ്പൻ പറഞ്ഞ
രീതിയിൽ ഞാൻ ആ പുസ്തകത്തിന്റെ പേര് അദ്ദേഹത്തിന് കിട്ടാത്തപ്പോഴാണ് ഇങ്ങോട്ട് കയറി വന്നത്. പാകിസ്ഥാൻ അഥവാ ഇന്ത്യ വിഭജനം. അത് മാത്രല്ല പറഞ്ഞ അംബേദ്കർ മാത്രല്ല, അതിലൊരു 10-20ഓളം പേജുകൾ അദ്ദേഹം ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ക്രൂരമായ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് ദേശീയധാരയിലേക്ക് വരാൻ വേണ്ടിയിട്ട് സാധ്യമല്ല എന്നുള്ളത് അംബേദ്കർ പച്ചയ്ക്ക് ആ പുസ്തകത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഞാൻ പറയുന്നതോ അനിൽകുമാർ അയ്യപ്പൻ പറയുന്നതല്ല, ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ വിവേകാനന്ദ സാഹിത്യ സർവസ്വം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതില് ഞാനത് വായിച്ച സമയത്ത് മുഹമ്മദിനെ ഇത്ര മോശമാക്കിയിട്ട് പറഞ്ഞു വെച്ചുള്ള ഒരു പുസ്തകം, ഞാൻ ആ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ജോസഫ് മാഷ കയ്യാണ്. കാരണം അതെന്തിനാ വെട്ടിയത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് തൃശ്ശൂർ എഡീഷൻ ഇറക്കുന്ന പുസ്തകമാണ്. അതില് ഈ ഒരുപാട് ഇവരുടെ ക്രൂരതകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ പുസ്തകത്തിൽ. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ഈ പുസ്തകത്തിൽ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ത്യ വിഭജന കാലത്ത് എഴുതപ്പെട്ടുള്ള പല പുസ്തകങ്ങളുണ്ട്. വിഭജനത്തിന്റെ ദുഃഖകഥ എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അതിലും ഇതുപോലത്തെ 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ആളുകളുടെ മരണത്തിന് കാരണമാക്കിയ കാര്യങ്ങൾ, രസിക്കാത്ത സത്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകമുണ്ട്. ഇതുപോലത്തെ നിരവധി പുസ്തകങ്ങളില് ഈ ഇവരുടെ ക്രൂരതകൾ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. അത് പലതും RSSകാർ എഴുതിയ പുസ്തകമൊന്നുമല്ല, പലതും ആനി ബസന്റ് എഴുതിയ പുസ്തകങ്ങളിൽ ഒക്കെ ഇതിൽ ഇങ്ങനെ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ എഴുതി വെക്കപ്പെട്ടുള്ള രേഖകളിൽ ഒക്കെ ഇതുപോലത്തെ ക്രൂരമായ കൃത്യങ്ങൾ, വാളിന്റെ മുനയിൽ മതം മാറ്റാൻ വേണ്ടിയിട്ട് അവര് പ്രവർത്തിച്ച നിഷ്ഠൂരമായ കാര്യങ്ങൾ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. അത് ഈ ബ്രിട്ടീഷുകാരെ കുറിച്ചിട്ട് നേരത്തെ പറഞ്ഞൊരു വളരെ രസകരമായ ഒരു സംഭവം ഉണ്ട് അനിൽകുമാർ അയ്യപ്പൻ പറഞ്ഞത്. ബ്രിട്ടീഷുകാരെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, ബ്രിട്ടീഷുകാരുടെ ക്രൂരതകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യക്കാരും മുസ്ലിങ്ങളും ഭിന്നിപ്പിച്ച് ഭരിക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാരോട് വളരെ ദേശത്തോടു കൂടിയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാർ മോശക്കാരായതുകൊണ്ടോ അവരെ നല്ലവരായതുകൊണ്ടല്ല, അവർ ക്രൂരമായ കൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. പക്ഷെ അവര് ഇവിടുത്തെ ഹിന്ദുക്കളുടെ പ്രതീകങ്ങൾ അടിച്ചു തകർക്കപ്പെടുകയോ ക്ഷേത്രങ്ങൾ അടിച്ചു തകർക്കപ്പെടുകയോ ഈ പുണ്യപുരാതനമായി ഹിന്ദുക്കൾ കരുതപ്പെടുന്ന സ്ഥലങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയോ ബ്രിട്ടീഷുകാർ ചെയ്തിട്ടില്ല. അവർ അധികാരം എടുത്ത് അവർ ഭരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. പക്ഷെ ബ്രിട്ടീഷുകാരുടെ മുന്നേ ഭരിച്ചിരുന്ന ഈ മുഗളന്മാർക്കെതിരെ, മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ നമ്മൾ അവരുടെ ചരിത്രം എന്തുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നില്ല? അവർ ചെയ്ത നിഷ്ഠൂരമായ കൃത്യങ്ങൾ, ഹിന്ദുക്കളുടെ പ്രതീകങ്ങൾ, അയോധ്യ, മധുര, കാശി പോലത്തെ ഹിന്ദുക്കൾക്ക് ഒരു കാലത്തും മാറ്റി നിർത്താൻ വേണ്ടി പറ്റാത്ത പുണ്യപുരാതനമായ ക്ഷേത്രങ്ങൾ, സോമനാഥ ക്ഷേത്രം പോലത്തെ ക്ഷേത്രങ്ങൾ, ഇതൊക്കെ അടിച്ച് തകർക്കപ്പെട്ടുള്ള ഒരു ചരിത്രം ഉള്ളത് ബ്രിട്ടീഷുകാർക്കല്ല, ഈ മുഗളന്മാർക്കാണ്. നിർബന്ധിതമായിട്ടുള്ള മതപരിവർത്തനം, ബ്രിട്ടീഷുകാർ നിർബന്ധിതമായിട്ടുള്ള മതപരിവർത്തനത്തിന് ഇവിടെ പ്രോത്സാഹനം കൊടുത്തിട്ടില്ല. ആയുധം ഉപയോഗിച്ചുള്ളത് കൊടുത്തിട്ടില്ല. മറ്റുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ ഒന്ന് മ്യൂട്ട് ചെയ്തു സഹോദരൻ ആരായിരുന്നു. അപ്പൊ ഈ ഒരു രീതിയിൽ ബ്രിട്ടീഷുകാർ ആയുധം ഉപയോഗിച്ച്, തോക്ക് ഉപയോഗിച്ചിട്ട് ഇവിടെയുള്ള അടിസ്ഥാന ജനവിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളെ മതം മാറ്റാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ശ്രമിച്ചിട്ടില്ല. പക്ഷെ മുഗളന്മാര് അത് ശ്രമിച്ചതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നിരവധി രേഖകൾ, ഇന്നലെ ഒരു ചർച്ച ഉണ്ടായിരുന്നു, ബാബറി, കുട്ടികളുടെ നെഞ്ചത്ത് അയാം ബാബറി എന്ന് പറഞ്ഞ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ബാബറി എന്ന് പറഞ്ഞത് ബാബറുടെ ഒരു കാമുകനാണ്. അത് ഒക്കെ ചരിത്രം പഠിക്കുമ്പോഴേ അതിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു വ്യക്തത ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതുപോലത്തെ ഈ ചരിത്രങ്ങള് വളച്ചൊടിച്ചിട്ട് ഒരു പ്രീണന രാഷ്ട്രീയത്തിന്റെ രീതിയിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ കുട്ടികളുടെ മസ്തിഷ്കത്തിലേക്ക് ഈ നാടിന്റെ യഥാർത്ഥ ചരിത്രത്തിനെ കുറിച്ച് ബോധ്യമില്ലാത്ത രീതിയിൽ പല മതേതരത്വ ചിന്താഗതികളും, യഥാർത്ഥ മതേതരത്വ ചിന്താഗതികളല്ലാത്ത മതേതരത്വ ചിന്താഗതികൾ കുത്തിവെച്ച് കൊടുത്തിട്ട് അത് എല്ലാത്തിന്റെയും ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് കാരണം ബ്രിട്ടീഷുകാരാണ് എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നത് കേൾക്കുന്ന സമയത്ത് ഇനിയിപ്പോ അപ്പുറത്ത് പോയിട്ട് ബ്രിട്ടീഷുകാരെ പൊക്കി പറഞ്ഞ സുപ്രഭാത് എന്ന് പറഞ്ഞു അപ്പുറത്ത് ഗ്രൂപ്പ് ഇടണ്ട. ബ്രിട്ടീഷുകാർ വളരെ നല്ലവരാണ് എന്നുള്ളതൊന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. പക്ഷെ അതിന്റെ ഒരു 100 ഇരട്ടി മോശക്കാരായിരുന്നു ഇവിടുത്തെ മുഗളന്മാരും ഇവിടുത്തെ ഇസ്ലാമിക ഭരണാധികാരികളും എന്നുള്ളത് സത്യമാണ്. നേരത്തെ അബ്ബാസ് മാഡം പറഞ്ഞത്, ജോഹർ എന്ന് പറഞ്ഞ രാജസ്ഥാനിൽ 25,000 സ്ത്രീകൾ ഒരു പ്രാവശ്യവും 35,000 സ്ത്രീകൾ ഒരു പ്രാവശ്യം ചാടി മരിച്ച ആ സ്ഥലം ഇന്നും അവിടെ ഉണ്ട്, റാണി പത്മാവതിയുടെ ഒക്കെ നേതൃത്വത്തിൽ. അപ്പൊ ഇതിന്റെയൊക്കെ ആരാണ്? എന്തായിരുന്നു അവർ അങ്ങനെ ചെയ്യാനുള്ള ഒരു പ്രേരണ? അതുപോലെ ശൈശവ വിവാഹം, സതി മുതൽ ഹിന്ദുക്കളുടെ ആചാരങ്ങളിലേക്ക് കടന്നു വന്നതൊക്കെ ഇവര് കാരണമാണ്. ഈ ശൈശവ വിവാഹം എന്ന് പറയുന്നത് ഭർത്താക്കന്മാരില്ലാത്ത സ്ത്രീകളെ ഇവർ പിടിച്ചുകൊണ്ടുപോകും.
അവർക്ക് ഭർത്താവ് ഉള്ള സ്ത്രീകൾ അവർക്ക് കല്യാണം കഴിക്കാനും വേണ്ടി പറ്റില്ല. അങ്ങനെയാണ് ഹിന്ദു സമൂഹത്തിൽ ശൈശവ വിവാഹം കടന്നു വന്നിട്ടുള്ളത്. മഹാഭാരതവും രാമായണമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അതിലൊന്നും ശൈശവ വിവാഹങ്ങളൊന്നും കാണാൻ വേണ്ടി സാധിക്കില്ല. ഭാരതത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഇല്ല. രണ്ടാമത് ഉള്ളത് സതി എന്നുള്ളതാണ്. സതി എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ചത് കുറെ കോലൊക്കെ ആയിട്ട് കുട്ടികളെ മറ്റേ മരിച്ചു പോയിട്ടുള്ള ഭർത്താവ് മരിച്ചു പോയിട്ടുള്ള സ്ത്രീയെ കുത്തിങ്ങാണ്ട് ചിതയിലേക്ക് ഇടുന്നതാണ്. അങ്ങനെയല്ല, ഇത് ഈ ഭർത്താവ് ഇല്ലാത്ത സ്ത്രീകൾ ഇവർ പിടിച്ചു കൊണ്ടുപോകും. അതിനു വേണ്ടിയിട്ട് സ്ത്രീകൾ സ്വയം ആത്മഹത്യ ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു. പിന്നീട് അത് ഒരു അനാചാരമായിട്ട് വന്നു. അവരുടെ അവസ്ഥയായിരുന്നു അത്, അന്നത്തെ അവസ്ഥയായിരുന്നു. പിന്നീട് അത് അനാചാരമായിട്ട് വന്നു. അത് രാജാറാം മോഹൻ റോയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർ അത് നിരോധിക്കപ്പെട്ടു. അതോടുകൂടി അത് ഇല്ലാതെയായി പോയി. ഇതുപോലത്തെ നിഷ്ഠൂരമായ പ്രവർത്തനങ്ങളും പ്രവൃത്തികൾക്കൊക്കെ കാരണമായിട്ട് വന്നത് ഇവിടെ ഇസ്ലാമിക ഭരണാധികാരികളായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതിനെ പല രീതിയിൽ വെള്ളം അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ചരിത്രം അതിന് മാപ്പ് കൊടുക്കൂല. ഇനി കേരളത്തിലേക്ക് എടുത്ത് വരുന്ന സമയത്ത് കേരളത്തിൽ ഇവർ ചെയ്തത് ടിപ്പു സുൽത്താന്റെയും അതുപോലെ തന്നെ ഈ വാര്യംകുന്നന്റെ ഒക്കെ നേതൃത്വത്തിൽ ഇവിടെയുള്ള ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും, ഈ മാപ്പിള കാലത്ത് ക്രിസ്ത്യാനികൾ കൊല ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് പല ആളുകളും പറയുന്നത്. മാധവൻ നായരുടെ പുസ്തകത്തിൽ അത് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഓട്ട് കമ്പനിയിൽ പണിക്ക് പോയിട്ടുള്ള ആളുകളെ അവര് ആദ്യത്തെ ദിവസങ്ങളിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് കൂട്ടമായി പലായനം ചെയ്ത് പല സ്ഥലങ്ങളിലേക്ക് പോയി. പിന്നീടാണ് ഈ ഹിന്ദുക്കളുടെ നേരേക്കുള്ള ആക്രമണങ്ങൾ നടക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ആ പുസ്തകത്തിൽ തന്നെ അതിന് സാക്ഷിയായിട്ടുള്ള അദ്ദേഹം തന്നെ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. ടിപ്പുവിന്റെ പടയോട്ടം, മാറാട് കൂട്ടക്കൊല, മാറാട് 28ഓളം ആളുകളെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും 8 ആളുകളെ വെട്ടിക്കൊല്ലുകയും ചെയ്തിട്ട് പള്ളിയുടെ ഉള്ളിൽ ഒരു മനുഷ്യന്റെ അത്ര നീളമുള്ള വാളുകളൊക്കെ കൊണ്ടുവച്ചിട്ട് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന് എതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ട് നിഷ്ഠൂരമായ പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ, ഇങ്ങനെ നിരവധി സംഭവങ്ങൾ, ജോസഫ് മാഷ കൈ വെട്ടിയ നിരവധി സംഭവങ്ങൾ ഇതുപോലെ എടുത്ത് പറയാൻ വേണ്ടിയിട്ട് കേരളത്തിൽ തന്നെ പറ്റും. ഇപ്പോ ഞാൻ എടുത്തു പറഞ്ഞ 1600 മുതൽ ഹിന്ദു മുസ്ലിം കലാപങ്ങളുണ്ട്. 1600 മുതൽ ഇവിടെ എത്ര ഹിന്ദു ക്രിസ്ത്യൻ കലാപങ്ങൾ നടന്നിട്ടുണ്ട്? അങ്ങനെയാണ് ഹിന്ദുക്കളാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ഹിന്ദു ക്രിസ്ത്യൻ കലാപങ്ങൾ ഇവിടെ നടക്കണ്ടേ? ഹിന്ദു ക്രിസ്ത്യൻ കലാപങ്ങൾ നടന്നിട്ടുണ്ട്. ജൂതന്മാരുടെ 37 തലമുറ ഭാരതത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. വളരെ സുന്ദരമായിട്ട് അവർ ഇവിടെ കഴിഞ്ഞു. ഇവിടുന്ന് പോകുന്ന സമയത്ത് കണ്ണിൽ വെള്ളം നിറച്ച് ഫ്ലൈറ്റ് കയറി പോകുന്ന ആളുകളായിരുന്നു അവർക്കെതിരെ ഇവിടെ കലാപം നടന്നിട്ടുണ്ടോ? പാഴ്സികൾ ഇവിടെ വന്നവരാ, പാഴ്സികൾക്കെതിരെ കലാപം നടന്നിട്ടുണ്ടോ? ബുദ്ധന്മാർക്കെതിരെ ഇപ്പോ പണ്ടത്തെ കാലങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്നിട്ടുണ്ടോ? ഏതെങ്കിലും ആളുകൾക്കെതിരെ ഇതേ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടോ? അപ്പൊ പ്രശ്നത്തിൽ ഈ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ഇവർക്ക് എല്ലാവരുമായിട്ട് പ്രശ്നം നടന്നിട്ടുണ്ട്. ഇവരെല്ലാവരുമായിട്ട് പ്രശ്നം നടന്നിട്ടുണ്ട്. ഒരു ഭാഗം മാറുന്നില്ല, മറുഭാഗം മാറുന്നുള്ളൂ. അപ്പൊ ഇതൊക്കെ വെള്ള പൂശാൻ വേണ്ടി വരുന്ന സമയത്ത് ഈ മധ്യപ്രദേശിൽ പള്ളി ആക്രമിച്ചത് RSSകാരനെ അഫ്സലിനെ എനിക്ക് 5-6 വർഷമായിട്ട് പരിചയമുള്ളതാണ്. അഫ്സലിനെ പോലത്തെ ആളുകൾ ഇതുപോലത്തെ ഈ ബാലിശമായ വാദങ്ങളും ബാലിശമായ കാര്യങ്ങളൊക്കെ പറയുമെന്ന് ഞാൻ വിശ്വസിക്കാൻ വേണ്ടി കഴിയുന്നില്ല. പള്ളി ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. RSSകാരാന്നുള്ളത് ആരാ പറഞ്ഞത്? ഇവിടെ എന്ത് ചെയ്തിക്കാണെങ്കിൽ അത് RSSകാരാണ്. RSSകാരല്ലാത്ത ആളുകൾ ഇവിടെ ഇല്ലേ? ഇവിടെ ഏത് രീതിയിലുള്ള ആക്രമണം നടന്നു കഴിഞ്ഞാൽ RSSന്റെ തലയിലാണ് വരുന്നത്. ഞാനൊരു RSSകാരനാണ്. ഞാൻ ഇന്ന് വരെ ഒരു പള്ളി ആക്രമിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോട് വിദ്വേഷം വരുന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഈ മുഗളന്മാർ അന്ന് ചെയ്ത പ്രശ്നങ്ങൾക്ക് ഇന്നത്തെ മുസ്ലിങ്ങൾ യാതൊരു ഉത്തരവാദികളും അല്ല. പക്ഷെ അവർക്കൊരു കടമയുണ്ട്, ആ കടമ നിർവഹിക്കുന്നില്ല, അത് പൊതുസമൂഹത്തിൽ ബോധ്യപ്പെടുത്തുന്നില്ല എന്നുള്ള പരാതികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മധ്യപ്രദേശിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ RSSകാരോ കാര്യങ്ങളോ അല്ല. ഇവിടെ അനിൽ കൊടിത്തോട്ടത്തിനെതിരെ ഗ്രൂപ്പ് ഇട്ടിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് RSSകാരെ പോർക്കിടുന്ന വേറൊരു വിഭാഗം, അനിൽ കൊടിത്തോട്ടത്തിനെതിരെ ഗ്രൂപ്പ് ഇട്ട് എന്ന് പറഞ്ഞുകൊണ്ട് RSSകാരെ കുറ്റം പറയുന്ന വേറൊരു വിഭാഗം. ഇത് രണ്ടിനും തെറി കേൾക്കുന്ന നടുവിലുള്ള ഞങ്ങള് ഇപ്പൊ ഈ അനിൽ കൊടിത്തോട്ടത്തിനെതിരെ ആ ഒരു പഴയ വീഡിയോ എടുത്ത് കൊണ്ടുവന്നിട്ട് ഇതിന്റെ ക്ലബ് ഹൗസിൽ അത് വലിയ ചർച്ചയായ സമയത്ത് കുറെ ഫേക്ക് RSSകാർ വന്നിട്ടുണ്ടായിരുന്നു. 2 ദിവസം അവരെ കണ്ടിട്ടുള്ളൂ. 3-ാമത്തെ ദിവസം അവരെ കാണാനില്ല. ആരാ അനിൽ കൊടിത്തോട്ടത്തിന് തെറി പറയാനും RSS എന്നുള്ള പേരിൽ കുറെ അഭിപ്രായം പറയാനൊക്കെ 2 ദിവസം കുറെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊക്കെ വളരെ ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആളുകളൊക്കെയാണ്. പക്ഷെ ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ RSSകാരാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ RSSകാരെ കുറ്റം പറയുക തന്നെ വേണം. RSSകാർ ചെയ്തിട്ടുണ്ടെങ്കിൽ തുറന്നു കാട്ടപ്പെടുക തന്നെ വേണം. പക്ഷെ ഇതുപോലത്തെ ഈ ഇവിടെയുള്ള കാര്യങ്ങൾ, മനോജ് എന്ന് പറഞ്ഞ ആളെ ബസ്സിൽ നിന്ന് വിളിച്ചിറക്കിയ തല്ലിയത് കാണാതെ മധ്യപ്രദേശിലുള്ള പള്ളിക്ക് കല്ലെടുത്തെറിഞ്ഞ് കാണുന്ന ഇതേ രീതിയിലുള്ള കാപട്യങ്ങൾ കാണുമ്പോൾ
അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം RSSനെതിരെ തിരിയാൻ വേണ്ടി ശ്രമിക്കുക. അതല്ലാതെ RSSന് ആര് ലൈസൻസോ RSSന് ആര് സർട്ടിഫിക്കറ്റോ RSSന് ഇങ്ങനത്തെ ആരോപണങ്ങൾക്കോ പേടിയുള്ള ഒരു സംഘടനയൊന്നല്ല. ഇതിനെക്കാട്ടി വലിയ ആരോപണങ്ങളും ഇതിനെക്കാട്ടി വലിയ പ്രതിസന്ധികളും ഇതിനെക്കാട്ടി വലിയ കാര്യങ്ങളൊക്കെ നേരിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. പക്ഷെ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ സത്യാവസ്ഥ എന്താ എന്നുള്ളത് ചിന്തിക്കാനുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്താണ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഞാൻ അവിടെ ഉണ്ടാവും. ഓക്കെ, അടുത്തത് ഡോക്ടർ അനസ് പറയൂ. ഓക്കെ, നമസ്കാരം. അപ്പോൾ നേരത്തെ ഞാനൊരു എതിരഭിപ്രായം പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞത് 95 ഇലക്ഷനിൽ AK ആൻ്റണി മത്സരിച്ചതൊന്ന് നിയമസഭ.org-ലൊന്ന് ചെക്ക് ചെയ്യണമെന്ന് അനിൽ കൊടുത്തിട്ട് ഓർമ്മിപ്പിക്കുകയാണ് എവിടെ നിന്നാണ് ജയിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞാൻ പലപ്പോഴും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളതാണ്. എരുമേലിയിലൊരു സ്കൂളിലെ കള്ളക്കത്തേക്ക് പൊളിച്ച സമയത്തും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ വീണ്ടും അദ്ദേഹം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അറിയില്ല. പിന്നെ ഏതായാലും സംസാരിച്ച് തീർന്നിട്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയാം. പിന്നെ ഇപ്പോഴ് ഈ 21-ാം നൂറ്റാണ്ടിലും പാലയിൽ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പോലും പറ്റാത്ത പാലായിൽ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പോലും പറ്റാത്ത ഒരവസ്ഥയും ഇപ്പോൾ ചിന്തിക്കണം. പിന്നെ ഞാൻ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാം. ഈ ഹഗിയ സോഫിയ ഇസ്താംബൂളിലാണല്ലോ, അതായത് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നറിയപ്പെടുന്ന സ്ഥലം. അവിടെ 3-ാം നൂറ്റാണ്ടിൽ മുതൽ ബെൻസാൻറ്റീൻ ചക്രവർത്തി ആ റോമ സാമ്രാജ്യത്തിൻ്റെ, നമുക്ക് അറിയാം, അവിടുത്തെ ഡയാന രാജകുമാരിയെയും ആർത്തമിസിനെയും വിട്ടിട്ട് ജീസസിനെയും മറിയത്തെയും സ്വീകരിച്ചപ്പോൾ ക്ഷേത്രങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്, ആർത്തമിസ് ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അന്വേഷിക്കാം. അതായത് വിവാഹം കഴിക്കാത്ത, ഈവൻ ലിംഗം വരെ ഛേദിച്ച പുരോഹിതന്മാർ ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് ക്രിസ്തുമതത്തെ മാറ്റി ആ സമയത്താണ് AD 4-ാം നൂറ്റാണ്ടിലാണ് ഹാഗിയ സോഫിയ പണിയുന്നത്. ബെൻസന്റൈൻ ചക്രവർത്തിയുടെ കീഴിലായിരുന്നു ആ ചർച്ച്. പിന്നീട് കത്തോലിക്കർ വന്നപ്പോൾ 1200-ൽ അവർ അതിനെ പിടിച്ചടക്കി. അതിനുശേഷം 1500-ൽ ഒട്ടോമൻ സാമ്രാജ്യം അത് മസ്ജിദാക്കി. പിന്നീട് അതൊരു മ്യൂസിയമാക്കി, പിന്നീട് മസ്ജിദാക്കി. അപ്പോൾ ഇതുപോലത്തെ കഥകൾ നമുക്ക് ഒട്ടനവധി കാണാൻ പറ്റും. നിങ്ങൾ നമ്മുടെ ലോകം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒട്ടോമൻ സാമ്രാജ്യം ഉണ്ടായിരുന്ന റൊമാനിയ, മൾഡോവ, ഉക്രൈൻ, സ്ലോവാക്യ, ഹംഗറി, സെർബിയ, ഗ്രീസ് ഉൾപ്പെടെ ബൾഗേറിയ, ഈ ഒട്ടോമൻ സാമ്രാജ്യം ഉണ്ടായിരുന്ന പല മസ്ജിദുകളും, കഅബയിലേക്ക് തിരിച്ച് പണിത പല മസ്ജിദുകളും ഇന്നിപ്പോൾ അവരുടെ മൈഗ്രേഷൻ, ആ ഒട്ടോമൻ സാമ്രാജ്യം നശിച്ചതിന് ശേഷം മൈഗ്രേഷനിൽ പല ആളുകൾ അവിടെ നിന്ന് പോയപ്പോൾ അതൊക്കെ പിന്നീട് ക്രിസ്ത്യൻ പള്ളികളായിട്ട് മാറിയിട്ടുണ്ട്. അതൊക്കെ ചരിത്രമാണ്. ഇപ്പോൾ ബ്രിട്ടീഷുകാർ വന്നിട്ട് ഗ്രീസിനെയും ഒട്ടോമൻ സാമ്രാജ്യത്തെയും രണ്ടും രണ്ടാക്കിയപ്പോൾ ആ ഒരു ഒഴുക്കുണ്ടായതൊക്കെ അറിയാമല്ലോ. ഗ്രീസിൽ നിന്നും ഒട്ടോമൻ സാമ്രാജ്യത്തിലേക്കും തുർക്കിയിലേക്കും, തുർക്കിയിൽ നിന്ന് ഗ്രീസിലേക്കും. അപ്പോഴൊക്കെ ഇത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഇന്നത്തെ കാലത്തൊരു വർഗീയമായിട്ടുള്ള ഒരു പ്രചാരണം ഒരിക്കലും നമ്മളുടെ ഇന്നത്തെ ഒരു രാജ്യത്തിന് ഭൂഷണമല്ല. അതായത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ, അതായത് ഒരു റവല്യൂഷനു ശേഷമുണ്ടായ റവല്യൂഷണറി നാഷണലിസത്തിലൂടെ ഒരു ഒറ്റരാജ്യമായി മാറി ഒരു ഭരണഘടനയൊക്കെ വന്ന ഒരു നാട്ടിൽ പോളറൈസേഷനും വിഘടിപ്പിക്കാനും ജനങ്ങളെ മാറ്റി നിർത്താനും പലരും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ബെൻസന്റൈൻ ചക്രവർത്തിയുടെ ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ലോകത്തിൽ എന്തൊക്കെയാണ് ചെയ്തത്? റോമൻ സാമ്രാജ്യം, റോമൻസും ജർമ്മനിക്കും തമ്മിലുള്ള യുദ്ധങ്ങൾ എന്ന് തുടങ്ങിയതാണ്, എന്ന് അവസാനിക്കും ജർമ്മനിക്ക്. അത് തന്നെയാണ് വേൾഡ് വാറിലേക്ക് വന്നത്. ജർമ്മനിക്കും റോമൻസുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അവർ പരസ്പരം വെറുപ്പാണ്. സാൽവിക്കുകൾ, റഷ്യൻ സാൽവിക്കുകൾ പോളിഷ് സാൽവിക്കുകളോട് വെറുപ്പാണ്. അവരത് പരസ്പരം യുദ്ധം ചെയ്യുന്നു. ഇപ്പോഴും ഉക്രൈനിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ബോസ്നിയയിലും അവിടെയൊക്കെ ഇവർ പ്രശ്നങ്ങൾ, വെറുപ്പ് കൊണ്ടെടുക്കുന്ന ഒരു സമയമാണ്. ആ കാര്യങ്ങളൊന്നൊക്കെ അറിയാതെ കുരിശുയുദ്ധം, 11-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ കുരിശുയുദ്ധം ഇന്നും തുടരുന്നു എന്നുള്ള രീതിയിലാണ് പലരും ഈ കാസ പോലുള്ള സംഘടനകളൊക്കെ രൂപീകരിച്ചിട്ട് അതിൻ്റെ വക്താക്കളായിട്ട് സംസാരിക്കുന്നത്. ഇപ്പോൾ കേരള ചരിത്രത്തിലേക്ക് വന്നാലും നിങ്ങൾക്ക് ഇപ്പോഴും റെഫറൻസ് ഉണ്ട്. ഈ ഇന്ത്യയിലെ തുസൈഡിസ് എന്നറിയപ്പെടുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ്റെ തുഫത്തുൽ മുജാഹിദീൻ, ഏറ്റവും ആദ്യത്തെ ചരിത്രഗ്രന്ഥം, ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തേതായിട്ടുള്ള ചരിത്രഗ്രന്ഥം, ആ ചരിത്രഗ്രന്ഥം നോക്കിയാൽ തന്നെ നമുക്ക് അതിനകത്ത് നിന്ന് പല രേഖകളും കിട്ടും. പിന്നെ കേരളോൽപ്പത്തിയൊക്കെ ഇപ്പോഴും വാങ്ങിക്കും കിട്ടും. 2013 സായാഹ്ന ഫൗണ്ടേഷനൊക്കെ അത് റീപബ്ലിഷ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അതൊക്കെ വായിച്ചാൽ കേരളത്തിലുണ്ടായിരുന്ന ഈ ചരിത്രം എന്താണ്, കേരളത്തിൽ പെരുമാൾ രാജാക്കന്മാർ, കേരളോൽപ്പത്തിയിൽ നോക്കിയാൽ പറയും പല പെരുമാൾ രാജാക്കന്മാരും ബുദ്ധരാജാക്കന്മാരായിരുന്നു. ഈ ഇന്ത്യയിൽ ബുദ്ധന്മാരെയൊക്കെ ഇങ്ങോട്ട് ഓടിച്ചു, എങ്ങനെ ഓടിച്ചു, അവരൊക്കെ എങ്ങനെ ഇല്ലാതാക്കി എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം 7-ാം നൂറ്റാണ്ടിൽ ശ്രീലങ്കയിലേക്ക് പോയ ഒരു കച്ചവട സംഘം ഇത് അന്നത്തെ മുസ്ലിസിൽ കൊടുങ്ങല്ലൂർ വന്നിറങ്ങിയതും, അതിനുശേഷം ഒരു കർക്കിടക ദിവസം പെരുമാൾ, അതിനു മുമ്പ് തന്നെ, കർക്കിടകത്തിന് മുമ്പ് തന്നെ എല്ലാ സാമന്ത രാജാക്കന്മാരെയും കാസർഗോഡ് വരെയുള്ള ചേര രാജ്യത്തെ ചക്രവർത്തിയായ ചേരമാൻ പെരുമാൾ സാമന്ത രാജാക്കന്മാരെ എല്ലാം ഭരണേൽപ്പിച്ചുകൊണ്ട് വള്ളുവനാടിനെയും കോലത്തിരി നാടിനെയും പിന്നെ ഏറനാടിനെയും വേണാടിനെയും തിരുവിതാംകൂറിനെയും പോലുള്ള എല്ലാ പ്രവിശ്യകളിലെയും ഭരണേൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം പോയ സമയവും അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചെന്നും എല്ലാം അറിയാം. ഇനിയിപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ക്രിസ്ത്യൻ ആവിർഭാവം നോക്കിയാൽ അത് ആ AD 1-ാം നൂറ്റാണ്ടിൽ തന്നെ സെന്റ് തോമസ് വന്ന കഥ, അതിനുശേഷം കൃത്യമായിട്ട് അദ്ദേഹം എന്തൊക്കെ സ്ഥാപിച്ച ചരിത്രരേഖകളുണ്ട്. 6 പള്ളികൾ, 7 പള്ളികൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ 6 പള്ളികളാണ് ഇപ്പോഴും അറിയാവുന്നത്. 7 പള്ളികൾ എന്താണെന്നുള്ളത് ഇപ്പോൾ അറിയില്ല നമുക്ക് പറയുന്ന ഇത്. അതിനുശേഷം ഈ പോർച്ചുഗീസ് പറങ്കികൾ ഇവിടെ വന്ന് ക്രൂരത കാണിക്കുന്ന 16-ാം നൂറ്റാണ്ട് വരെ ഇവിടെ ഉണ്ടായിരുന്നത് 20ഓളം ചർച്ചുകളാണ്. 20ഓളം ചർച്ചുകളിൽ ഉള്ള വിഭാഗങ്ങൾ വളരെ സമാധാനത്തോട് കഴിഞ്ഞ ഒരു നാട്ടിൽ പറങ്കിപ്പട വന്നിട്ട് എന്തൊക്കെയോ കാണിച്ചെന്നുള്ളത് ഈ തുഫത്തുൽ മുജാഹിദീൻ എന്ന 1500 ആ സമയത്തുള്ള ബുക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആ ഒരു ആയിഷയെ തട്ടിക്കൊണ്ടുപോയി അതിനകത്ത് ആ പറങ്കിപ്പടയിലെ ഒരു മനസാന്തരപ്പെട്ട ഒരു പാതിരി എഴുതിയ ആയിഷ എന്ന കവിത ഇപ്പോഴും പോർച്ചുഗീസിൽ അവൈലബിൾ ആണ്. പിന്നെ അതിന് ശേഷം ഉണ്ടായിരുന്ന കഥകൾ, സാമൂതിരി അദ്ദേഹത്തിനെ ഓടിക്കുന്നതും അദ്ദേഹം കൊച്ചിയിൽ നിന്ന് അഭയം നേടിയിട്ട് കൊച്ചിയിൽ വന്നിട്ട് ഫോർട്ട് കെട്ടുന്നതും, അങ്ങനെയാണ് ഫോർട്ട് കൊച്ചി വരുന്നത്. ഫോർട്ട് കൊച്ചി കെട്ടുന്നതും 1515 യൂനുസ്മായി ഒന്ന് ചുരുക്കി പറയണേ. ഓക്കെ, 1515 ഫോർട്ട് കൊച്ചി കെട്ടുമ്പോൾ അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്, സെന്റ് ഫ്രാൻസിസിന്റെ പള്ളി. ആ പള്ളിയുടെ ചരിത്രം, ആ പള്ളിക്ക് മുമ്പ് അവിടെ എന്തായിരുന്നുള്ളത് രേഖകൾ നോക്കണം. അതിനെയൊക്കെ വെച്ചിട്ട് ആരും ഒരു കലാപത്തിനും വരില്ല. അവിടെ മുസ്ലിം പള്ളി പൊളിച്ച് ക്രിസ്ത്യൻ പള്ളി പണിതത് പോർച്ചുഗീസുകാരെന്ന് വെച്ചിട്ട് അതൊന്നും ഒരാളും വരില്ല. അത് കൃത്യമായിട്ട് ഇപ്പൊ CSI ചർച്ചാണത്, CSI സെന്റ് ഫ്രാൻസിസ് ചർച്ച്. പിന്നെ അവിടെയുള്ള മേരി മാത ചർച്ച്, വല്ലാർപാടത്തുള്ള ചർച്ച്, അതൊക്കെ അന്വേഷിക്കണം. ഏതൊക്കെ പള്ളികൾ കത്തിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി നമുക്കറിയാം. ഈ ഹാഗിയ സോഫിയൊക്കെ എങ്ങോ കൊടുക്കുന്ന വിട്ടിട്ട് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ വർഗീയ വിഷം വിളമ്പുമ്പോൾ ഇങ്ങനെയുള്ള ചരിത്രം അല്ല ഇത് കുറെ നേരമായി യൂനിസ്, താങ്കൾ ഈ പറഞ്ഞ ഏതിനാണ് രേഖ വെച്ചിട്ടുള്ളത്? ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന പുസ്തകത്തിനകത്ത് ഇന്ന രേഖയുണ്ട്, ഇന്ന പുസ്തകത്തെ ആധാരമാക്കി ഞാൻ സംസാരിക്കുന്നു എന്തെങ്കിലും താങ്കൾ പറഞ്ഞിരുന്നോ? ഹലോ, യൂനസിനോട് ചോദിക്കുന്നത്. എനിക്ക് താഴെ മെസ്സേജ് വന്ന പുള്ളിക്കാരന്റെ തക്കിയ കഥ. ഹലോ കേൾക്കാമോ? ഹലോ, ഒറ്റ മിനിറ്റ്, 1 സെക്കൻഡ്. അതായത് വെയിറ്റ്, താങ്കളോട് ചോദിക്കുന്നത്, താങ്കൾ ഒരു ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ കേൾക്കാം, താങ്കൾ ഒരു ചരിത്ര രേഖ വെച്ചിട്ടുണ്ടോ? പറയൂ, ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ രേഖ പറയൂ. ഏത് രേഖ വെച്ചു? ഏത് രേഖ പറ. നിങ്ങളെ ഈ സായാഹ്ന പേപ്പറിൽ താങ്കൾ ഇവിടെ ഹാഗിയ സോഫിയ വിഷയം തുടങ്ങി, ഇവിടെ എന്താ നമ്മുടെ പേരമൽ ചെരുമാരും കൊടുങ്ങല്ലൂർ വന്നതും ഇവിടുന്ന് പറങ്കികൾ അത് ചെയ്തതും പിന്നെ ഏതോ ഒരു അച്ഛൻ മാനസാന്തരപ്പെട്ട് ലേഖനം എഴുതിയത്, ഇങ്ങനെ താങ്കൾ എത്രയോ കാര്യങ്ങൾ പറഞ്ഞു. താങ്കൾ ഇവിടെ ഇത്രത്തോളം ഇത് പറയുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുള്ളതുകൊണ്ടാണ് താങ്കൾ കയറൂരിയും അഴിച്ചു വിട്ടത്. താങ്കളെ എന്താണെന്നറിയോ, താങ്കൾ എവിടം വരെ പോകുന്നറിയാൻ താങ്കൾ പറഞ്ഞ ഏതെങ്കിലും ഒരു രേഖ പറയും. തുസൈഡിസ് എന്നറിയപ്പെടുന്ന ഗ്രീക്ക് ചിന്തകനായ ഇന്ത്യൻ തുസൈഡിസ് എന്നറിയപ്പെടുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ എഴുതിയ തുഫത്തുൽ മുജാഹിദീൻ ആദ്യമേ പറഞ്ഞു. അല്ല സുഹൃത്തെ, ഒരു പുസ്തകത്തിന്റെ പേരങ്ങോട്ട് ചുമ്മാ പറഞ്ഞുകൊണ്ട് ഇതുണ്ട്. അതിന്റെ ഞങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് ആ പുസ്തകം മുഴുവൻ ഞങ്ങൾ ആദ്യോടൊന്നും വായിക്കാൻ പറ്റുമോ? അതിന്റെ ആ പേജ് നമ്പറൊക്കെ ഒന്ന് പറ സുഹൃത്തെ. അതല്ലേ റെഫറൻസ് എന്ന് പറയുന്നത്, നമുക്ക് പരിശോധിച്ച് നോക്കാം. ഉദ്ദേശിച്ചതേ കയ്യിലുള്ള രേഖയായിരിക്കും, അല്ലാതെ 2000 വർഷത്തെ കണക്കുകൾ പുള്ളി ഇപ്പം 2-3 വർഷമായിട്ട് പറഞ്ഞു. അല്ല, അതിന് ചരിത്രമൊന്നും പറഞ്ഞില്ലല്ലോ. അതെ യൂനിസേ, താങ്കള്
ഈ എല്ലാ ക്ലബിലും കയറിയിട്ടും ഇതുപോലെ വീരവാദം അടിക്കുന്ന ആളാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് വെയിറ്റ് അതുകൊണ്ട് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇനി ഒരു മുന്നോട്ട് സ്റ്റെപ്പ് നോക്കണമെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ റെഫറൻസ് ആണ് സംസാരിച്ചിട്ട് പോയാൽ മതി. റെഫറൻസ് സഹിതമാണ് പറയുന്നത്. പേജ് നമ്പർ വേണമെങ്കിൽ പേജ് നമ്പറും പറയാം. അതിനകത്ത് മൊത്തം അധ്യായങ്ങളും ഇത് ഇപ്പൊ നിങ്ങൾ മലയാളത്തിലും അതിന്റെ ഇത് ഇംഗ്ലീഷിലും അതിന്റെ പരിഭാഷ കിട്ടും. അധ്യായം 3 മലബാറിലെ ഹിന്ദുക്കളിലെ സമ്പ്രദായം, ഭാഗം 4 ഏത് പുസ്തകം തുഫത്തുൽ മുജാഹിദീൻ ഷെയ്ഖ് സൈനുദ്ദീൻ. തുഫത്തുൽ മുജാഹിദീൻ. അനിൽ പാസ്റ്റർ പറയുന്നത് കേൾക്കുന്നില്ല. അനിൽ പാസ്റ്റർ അധ്യായം എത്ര? അനിൽ പാസ്റ്ററെ ഒറ്റ മിനിറ്റ്. അനിൽ പാസ്റ്റർ ഒറ്റ മിനിറ്റ്. നമ്മുടെ ഇവിടെ ഒരു കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ അതിന്റെ അധ്യായം ഒന്ന് പറയാമോ? അല്ല, ഇതാരും മ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മളാരും മ്യൂട്ട് ചെയ്യുന്നുണ്ട്. പറയൂ. അധ്യായം 3 അല്ല അധ്യായം 2 പോർച്ചുഗീസുകാർ മലബാറിൽ ചെയ്ത അക്രമങ്ങളെ കുറിച്ചാണ് അധ്യായം 2 പറയുന്നത്. പേജ് നമ്പർ ഒരു മിനിറ്റ്. ഇപ്പൊ ഞാൻ ബുക്ക് മറിച്ച് നോക്കണ്ട, അതുകൊണ്ടാണുള്ള പ്രശ്നം. നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഇവിടെ കാര്യം റിഫ്യൂട്ട് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് താങ്കൾ അത് ക്ലിയർ ആയിട്ടുള്ള ഇത് തെളിവുകൾ വെച്ചിട്ട് സംസാരിച്ചാൽ മതി. അതാണ് എബൻ ബ്രോ ഞാൻ ആദ്യമേ പറഞ്ഞത്. തിരുത്താൻ വരുന്ന ഒരു പുസ്തകം എടുത്തു വെച്ച് മറിച്ച് നോക്കി പേജ് നമ്പർ നോക്കിട്ട് പറഞ്ഞു. ഞാൻ നേരത്തെ ഇദ്ദേഹം ഈ കളി കളിക്കും നമുക്കറിയാലോ. അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ ഞാൻ താഴേന്ന് ഒത്തിരി മെസ്സേജ് വന്നു. എന്നിട്ട് ഞാൻ ഒന്നും മിണ്ടാതെ നിന്ന പുള്ളി എവിടം വരെ പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പറയ് താങ്കൾ കംപ്ലീറ്റ് ചെയ്യും. കാരണം സാധാരണ നമ്മൾ ഇടയ്ക്ക് കയറുമ്പോഴത്തേക്ക് പലർക്കും താഴേന്ന് ബുദ്ധിമുട്ട്. ഇന്ന് ആ വ്യക്തികൾ തന്നെ എനിക്ക് മെസ്സേജ് അയച്ചു പുള്ളിയോട് ഡീറ്റെയിൽ ചോദിക്കുന്നു പറഞ്ഞിട്ട്. എനിക്കിത് കാണുമ്പോഴത്തേനും നമ്മുടെ റഹ്മത്തുള്ള ഒരു റെഫറൻസ് പാട്ട് വന്ന് ഓർക്കുന്നുണ്ട് അനിൽ ബ്രദറെ. അറിയാം. പേജ് നമ്പർ 80. വാട്സാപ്പ് യൂണിവേഴ്സിറ്റി അല്ല മാഷ്, നിങ്ങൾക്ക് അല്ല നിങ്ങളുടെ കാര്യമല്ല റഹ്മത്തുള്ളയുടെ കാര്യം പറഞ്ഞു. റഹ്മത്തുള്ളയുടെ കാര്യം നിങ്ങളുടെ കാര്യമല്ല, യൂനിസിന്റെ കാര്യം. അനിൽ പാസ്റ്റർ പറയൂ. മാധവൻ നായരുടെ ഈ സഹോദരൻ പല കാര്യങ്ങൾ ഇങ്ങനെ പറയാണ്. അത് ഇടയ്ക്കൊന്നും തുടങ്ങാം. ഇപ്പോ ഈ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ റെഫറൻസ് എടുത്തുണ്ടോ അപ്പോഴേക്ക് പറയാം. അപ്പോ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഈ കൃതിയാണ്. ഒരു സെക്കൻഡ് ഡോക്ടർ, ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യും. കേരള ചരിത്രത്തിലെ ഡോക്ടർ ഒരു സെക്കൻഡ് ഒരു കാര്യം ഒന്ന് ആഡ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടാണ് കൊടുത്തോടും പാസ്റ്റർ ഒന്ന്. അതായത് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത് അറബി മലയാള പുസ്തകമാണ്. അറബി മലയാളം, അതായത് ഈ ലിപിയെല്ലാം അറബി ആയിരിക്കും, എഴുതുന്നത് മലയാള ഭാഷയായിരിക്കും. ഇതാണ് ആദ്യത്തെ ചരിത്ര പരിശ്രമം എന്ന് പറയുന്നത്. അത് സത്യമാണ്. പക്ഷെ അത് ചരിത്ര നിർമ്മിതിയുടെ ആരംഭഘട്ടമാണ്. ഈ സംഭവം ഒന്ന് ഓർക്കണം. അതിന് അതോറിറ്റി ഇല്ല. ഇളംകുളം കുഞ്ഞമ്പിള്ളയുടെ കേരള ചരിത്രം പോലും ഇന്ന് പുനഃപരിശോധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ പഴയ കേരള ചരിത്രത്തിലെ അബദ്ധങ്ങളാണ് ഇദ്ദേഹം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പഴയ കാലത്തെ സംഭവങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോ നമുക്കറിയാലോ, ഇളംകുളത്തിന്റെ കേരളത്തിന്റെ ഇരുളടഞ്ഞ ഏടുകളാണ് നമ്മുടെ മലയാള ചരിത്രത്തിൽ അടുത്ത കാലത്തെ ശ്രദ്ധേയകൃതി. ആ സംഗതിയെ തെറ്റാണെന്ന് തിരുത്തിക്കൊണ്ട് കേശവൻ വെളുത്താട്ടിന്റെ പുസ്തകങ്ങൾ ഇറങ്ങി. അദ്ദേഹത്തിന്റെ കൃതിക്ക് ശേഷം MGSന്റെ പുതിയ പഠനങ്ങൾ നിലവിൽ വന്നു. ഇപ്പോഴും ഇദ്ദേഹം ഈ ചേരമൻ പെരുമാൾ പോയിട്ട് അങ്ങ് ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ള അമർചിത്ര കഥ പോലുള്ള കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പണ്ടേ തള്ളിക്കളഞ്ഞ സംഭവമാണ്. അതൊന്നും തെളിയിക്കാൻ പറ്റിയ കാര്യമല്ല. ചേരമൻ പെരുമാൾ പോയിട്ട് ഇവർ തങ്ങളുടെ 200 നൂറ്റാണ്ടിന്റെ വ്യത്യാസമുണ്ട് ആ ജീവിച്ചിരുന്ന കാലത്തിന് പോലും. അതൊന്നും തെളിവുള്ള സംഭവമല്ല. ഈ രാജ്യമെല്ലാം കൂടെ വീതിച്ചു കൊടുത്തു. 2, കേരളത്തിലൊരു സാമ്രാജ്യം ഉണ്ടായിരുന്നു, ചേരമൻ പെരുമാൾ ചക്രവർത്തിയാണെന്ന് പറഞ്ഞാൽ അതിലും വലിയ അബദ്ധമാണ്. ഒരു സാമ്രാജ്യത്തിന് വേണ്ട യാതൊരു ജോഗ്രഫിക്കൽ വിസ്തൃതി ഇല്ലാത്ത സ്ഥലത്തിന്റെ പേരാ കേരളം. അതിൽ തന്നെ കുറെ ജില്ലകളുടെ വലിപ്പമുള്ളൂ നിങ്ങൾ ഈ പറഞ്ഞ സാമ്രാജ്യത്തിനെല്ലാം കൂടെ. ഈ സാമ്രാജ്യം എന്ന പേര് ഉദ്ധരിക്കാൻ പാകത്തിന് കേരളം എന്ന ചെറിയ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇടയില്ല. ഈ സൗത്ത് ഇന്ത്യ മൊത്തം കൂടിയാലും സാമ്രാജ്യം എന്ന് വിളിക്കാൻ പറ്റില്ല. എന്താണ് ഒരു സാമ്രാജ്യം? ബ്രിട്ടൻ ഒരു സാമ്രാജ്യമാണ്, അല്ലെങ്കിൽ റോമ സാമ്രാജ്യമാണ്, ഗ്രീസ് സാമ്രാജ്യമാണ്. ആ സാമ്രാജ്യത്തിന്റെ കീഴിൽ രാജാക്കന്മാരും ആ നാട്ടുരാജ്യങ്ങളും സാമന്ത രാജാക്കന്മാരും ഒക്കെ ഉൾപ്പെടുന്ന വലിയ ഭൂവിഭാഗമാണ്. അല്ലാതെ ഇവരാരും തന്നെ ഒരു സാമ്രാജ്യം ഭരിച്ച സംഭവം കേരളത്തിൽ ഉണ്ടെന്നുള്ള പഴയ ചരിത്രവും പഠിച്ചുകൊണ്ടിരിക്കുക. ചരിത്രം അതിലൊക്കെ ഒത്തിരി മുമ്പോട്ട് പോയി, ഒത്തിരി പുരോഗതി പ്രാപിച്ചു. അതുകൂടെ പോയി വായിക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഒരു രാഷ്ട്രീയം പറഞ്ഞു. അതായത് തിരൂരങ്ങാടിയിൽ AK ആന്റണി ജയിക്കുന്നു. ഈ തിരൂരങ്ങാടിയിൽ AK ആന്റണി ജയിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. തോൽപ്പിച്ചത് NA കരീമിനെയാണ്. NA കരീമിനെ തോൽപ്പിക്കുമ്പോൾ അദ്ദേഹം അവിടെ
മുഖ്യമന്ത്രിയായിട്ട് നിന്നുകൊണ്ടായി തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഓർക്കണം. അപ്പോ ശ്രീ കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയാണ്. ആ കാലത്ത് കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രി ആയിരിക്കുന്ന അദ്ദേഹം രണ്ടാമനാണ് നിയമസഭയില്, ഓർക്കണം. അപ്പോൾ അദ്ദേഹം തന്നെ തിരൂരങ്ങാടിയിലെ ഒഴിവ് വന്ന അവസരം വിളിച്ചുകൊണ്ട് പോയിട്ട് ഈ AK ആന്റണിയെ മത്സരിപ്പിക്കുകയാണ്. ഇടതുപക്ഷം അന്ന് കൊണ്ട് നിർത്തിയാണ്. NA കരീം എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ വിചക്ഷണ അദ്ദേഹം തോറ്റുപോയി. അപ്പോ അതിന് ഇവര് പറയുന്നത് മതേതരത്വത്തിന്റെ തെളിവായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന സാധനമായി പറഞ്ഞു വരുന്നത്. അപ്പൊ ഞാൻ ചില പൊതു പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു കൊടുത്തത്, അത് കേട്ടിട്ട് അതിന് തന്നൊരു മറുപടിയാണ് ഒറ്റപ്പെട്ട ഈ ഉദാഹരണം. അന്ന് AK ആന്റണി തോറ്റാല് ഈ പറഞ്ഞ കുഞ്ഞാലിക്കുട്ടിയുടെ ചാൻസ് കൂടെ പോവില്ലേ? പെട്ടെന്നൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പറ്റില്ല. രാഷ്ട്രീയ സാഹചര്യം നോക്കണം. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിനകത്ത് എല്ലാ തരത്തിലുമുള്ള മെറ്റീരിയൽസ്, ഡീറ്റെയിൽസ് ചേർത്ത് വേണം പറയാൻ. മറ്റൊന്നുകൂടി, ഈ ഹാഗിയ സോഫിയ പിടിച്ചെടുത്ത കേസുകെട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടേറെ ഉദാഹരണങ്ങൾ പറഞ്ഞു. അതിലൊന്നാണ് ഈ ഡയാനയുടെ ടെമ്പിൾ കളഞ്ഞു. സാർ, അതൊന്നും നിലവിലുള്ള മതങ്ങളല്ല. റോമൻ മതമൊന്നും ഇന്ന് ഒരു രൂപത്തിലും നിലനിൽക്കുന്നില്ല. അപ്പൊ ആ മതങ്ങളെല്ലാം പോയിട്ടുണ്ട്. പഴയ കാലത്ത് എത്രയോ മതങ്ങൾ നിർജീവമായി പോയി. ഇപ്പൊ നമ്മുടെ കേരളത്തില് പെരുമ്പാവൂർ ഒരു കല്ലിൽ ക്ഷേത്രമുണ്ട്. ആ കല്ലിൽ ക്ഷേത്രം ജൈനമതക്കാരുടെയാണ്. അതിപ്പോ ഹിന്ദുക്കളാണ് പരിപാലിച്ചു പോരുന്നത്. അങ്ങനെ ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു വർഗം ഉപേക്ഷിച്ച് കളഞ്ഞ ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. അതാരെങ്കിലും കയ്യേറിയതോ അവിടെ പെട്ടിക്കട നടത്തുന്നതോ അല്ലെങ്കിൽ പിടിച്ചെടുത്തതോ ആരാധന തുടരുന്നതോ ഒന്നും തർക്ക വിഷയമല്ല. എന്തിന് ഹാഗിയ സോഫിയ പോയത് പോലും തർക്ക വിഷയമൊന്നുമല്ല ക്രൈസ്തവന്. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? ആ ഹാഗിയ സോഫിയ എടുത്തിട്ട് ഇവിടെ ലേഖനം എഴുതി ആരാ? നിങ്ങൾക്ക് എന്താ ഈ ആവേശം? ഹാഗിയ സോഫിയ അവിടെ പിടിച്ചപ്പോ ആവേശം കൂടുന്നതാണോ വർഗീയത? അത് കണ്ട് പ്രതികരിക്കുന്നതാണോ വർഗീയത? നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞില്ലല്ലോ. ഈ നിങ്ങളുടെ തങ്ങള് ലേഖനം എഴുതി കഴിഞ്ഞപ്പോഴേക്ക് നിങ്ങൾ എന്ത് ചെയ്യും? അദ്ദേഹത്തോട് സാദിഖലി തങ്ങളോട് പറഞ്ഞോ ഇത് നിങ്ങൾ കാണിച്ച വർഗീയത എന്ന് പറയാൻ എന്താ? ഒരു പള്ളി നിങ്ങൾക്ക് കിട്ടി, പള്ളി പിടിച്ചെടുത്തു. അതും നിങ്ങളുടെ കോടതിയാണ്. എന്ത് വാളിറ്റിയാലും മുസ്ലിം കോടതി വിധി ഇടുക, അല്ലെങ്കിൽ ശരീഅത്ത് കോടതി വിധി ഇടുക മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. വല്ല ജനാധിപത്യമുള്ള സ്ഥലമാണോ അത്? ജുഡീഷ്യറിക്ക് എന്താ പവറാവുള്ളത്? വല്ല പവറും അവിടെ ഉണ്ടോ? അവിടെ ഇരുന്നുകൊണ്ട് ഒരു കോടതി വിധി ഇട്ടു, ആ പള്ളി നിങ്ങൾ പിടിച്ചു. പിടിച്ച ശേഷം ഇവിടെ ലേഖനം എഴുതുക. ഇവിടെ ആരും അറിയാതിരുന്ന വിഷയത്തെ പൊക്കിയെടുത്തുകൊണ്ട് വന്നിട്ട് തിരിച്ചടി വാങ്ങിയത് ആരാ? നിങ്ങളല്ലേ? അപ്പൊ നിങ്ങൾ എന്നിട്ട് പറയാ വർഗീയത ഉണ്ടാക്കുന്നു. നിങ്ങൾക്ക് ഈ പദം ഇവിടെ നിന്ന് കിട്ടുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഈ വർഗീയത എന്ന് പറഞ്ഞാൽ? ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം, എന്റെ വർഗം ഒഴിച്ച് വേറൊരു വർഗം ഇത് വേണ്ട, എന്റെ വർഗം ശ്രേഷ്ഠമാണ്, ബാക്കിയൊക്കെ മോശമാണെന്ന് പറയുന്ന ആ വർഗീയത. ഞങ്ങൾ ആരാ ഇത് പറഞ്ഞത്? ഞങ്ങൾ മുസ്ലിങ്ങൾ മോശമാണെന്ന് പറഞ്ഞില്ല. നിങ്ങളുടെ കിതാബുകളെ ഉദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ചോദിച്ചു വാങ്ങിയത് കൊണ്ടാണ്. നിങ്ങളുടെ പള്ളിയോ ആചാരമോ ഒന്നും ഞങ്ങളുടെ പ്രശ്നമൊന്നുമല്ല. ഞങ്ങൾ മാത്രം മതി ഞങ്ങൾ എവിടെങ്കിലും പറഞ്ഞോ? ഞങ്ങൾ രാജ്യം വെട്ടിപ്പിടിക്കാൻ തുടങ്ങിയോ? അടുത്തടുത്ത മേഖലകൾ മുഴുവൻ 10 വർഷം കൊണ്ട് ക്രിസ്തീയ രാജ്യമാക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞോ? SDP നേതൃത്വം കൊടുത്തുകൊണ്ട് ഇന്ത്യ മുസ്ലിം രാജ്യമാക്കണമെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ പറഞ്ഞോ? ഇന്ത്യ മുഴുവൻ ക്രിസ്തീയ രാജ്യമാക്കണമെന്ന് പറഞ്ഞോ? പിന്നെന്താ നിങ്ങൾ ഈ പറയുന്നത്? ഈ പഴയ കാലത്തെ അമർചിത്രകഥ വായിച്ചിട്ട് വെറുതെ ചരിത്രം പറഞ്ഞുകൊണ്ട് വരരുത്. അമർചിത്രകഥ വെച്ചല്ല ചർച്ച ചെയ്യേണ്ടത്. ചരിത്രത്തിലുണ്ടായ പുത്തൻ മാറ്റങ്ങൾ, അതിന്റെ ഗവേഷണ രംഗത്തുണ്ടായ മാറ്റങ്ങൾ. താങ്കൾ പറഞ്ഞ മുസ്ലിസ് കൊടുങ്ങല്ലൂരൊന്നും അല്ല, പുതിയ തെളിവ് വന്നിട്ടുണ്ട്. മുസ്ലിസും കൊടുങ്ങല്ലൂരായിട്ട് ബന്ധമൊന്നുമില്ല. ഇവിടുന്ന് അങ്ങ് ലങ്കയിലേക്ക് ചേക്കേറി എന്നൊക്കെയുള്ള പഴയ കഥ, അതൊക്കെ കാലഹരണപ്പെട്ട ഒരു സാധനമാണ്. ഒരു യൂണിവേഴ്സിറ്റി ഇപ്പോൾ അതൊന്നും പഠിപ്പിക്കുന്നില്ല. ഒത്തിരി മുമ്പോട്ട് പോയി ചരിത്രവും അതിന്റെ വിശകലനങ്ങളും ഒക്കെ. ലേറ്റസ്റ്റ് ആയ ഇൻഫർമേഷൻസ് ഉണ്ട്. ഇത് പഴയ കുറെ സംഭവങ്ങൾ എവിടുന്നൊക്കെയോ ഗ്രഹിച്ചു വെച്ചിട്ട് അതും പറഞ്ഞുകൊണ്ട് വരിക. നിങ്ങളുടെയൊക്കെ പബ്ലിക്കേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ കാലത്തിനൊപ്പം നടക്കുകയല്ലോ. കാളവണ്ടി യുഗത്തിലാണ് ഇസ്ലാമിന്റെ യാത്ര ഇത്തരം കാര്യങ്ങളിൽ. അതിന്റെ തന്നെ ഫോഷ്ക. നിങ്ങൾ ഈ വെട്ടും വടിവാളും ഒക്കെ ആയിട്ട് നടക്കുമ്പോൾ അപ്പുറത്ത് വൻകിട രാജ്യങ്ങളും ആയുധങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് വിവരമുള്ളതുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ പ്രയോഗിക്കാത്തത്, അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരെ പ്രയോഗിക്കാത്തത്. കാരണം ഇത്തരം ആയുധങ്ങൾ ഇട്ടാൽ തൊട്ടടുത്ത സാധാരണക്കാരായ മനുഷ്യരുടെ മരിക്കും എന്ന് പറഞ്ഞ പോലെ ഈ വടിവാളും കുറെ ഉടക്കും വഴക്കും ഒക്കെ ആയിട്ട് നടക്കുമ്പോൾ മറ്റുള്ളവര് വിവരമില്ലെന്ന് ഓർക്കരുത്. മറ്റുള്ളവർക്ക് നിങ്ങളെക്കാൾ വിവരമുണ്ട്, മനസ്സിലാക്കിക്കൊള്ളണം. അല്ലാതെ ഇതെല്ലാം അലിഗഡി പഠിച്ചേച്ചോ ഉസ്മാനിയായി പഠിച്ചേച്ചോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പഠിച്ചേച്ചോ വരുന്ന ആളുകളല്ല മറ്റുള്ള ആളുകൾ. നിങ്ങൾ ആ കാര്യം കൂടെ മനസ്സിലാക്കിയിട്ടേ ഈ ഡോക്ടർ ചർച്ചയ്ക്ക് വരാവുള്ളൂ. വെറുതെ ഇരുന്ന് അതും ഇതും പറയരുത്, അത് മോശമാണ്. ഇത്രയും നേരം ഇത് കേട്ടുകൊണ്ടിരുന്നത് എന്താണെന്നറിയോ? നിങ്ങളെന്ത് ഇദ്ദേഹം പറഞ്ഞല്ലോ എവിടെ വരെ പോകും? എന്തോ ഒരു കാലഹരണപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ചേരമൻ പെരുമാൾ പോയിട്ട് ഈ ഇസ്ലാം മതം സ്വീകരിച്ചു, നബിയെ കണ്ടു, ഇങ്ങനെയൊക്കെയുള്ള കഥകൾ. ഈ കെട്ടുകഥകളൊന്നും പറയരുത്. ഒത്തിരി കാലം മുമ്പോട്ട് പോയി. ഇവിടുന്ന് നേരെ ആളുകൾ ലങ്കയിൽ പോയി. അത് മുമ്പ് മുസ്ലിസ് ഇതായിരുന്നു. അതൊക്കെ അത് എന്നേ പോയ സംഭവമാണ്. മുസ്ലിസും കൊടുങ്ങല്ലൂരൊന്നും തമ്മിൽ ഒരു ബന്ധമില്ല. മുസ്ലിസ് വേറെയാണ്. പട്ടണം എന്താണ്, മുസ്ലിസ് എന്താണ്, മോഡേൺ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് എന്താണ് കേരളത്തിന്റെ ചരിത്രത്തെ കുറിച്ച് പറയുന്നത്, ഇതൊക്കെ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ കിട്ടും. അതാണ് കാര്യം. തുഫത്തുൽ മുജാഹിദ് എന്തുവാ? ചരിത്രരചനയിലെ ആദ്യത്തെ അറ്റംപ്റ്റ് ആണ്. ഒരു മതബോധത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മുസ്ലിം പക്ഷപാതിയായ ഒരു മനുഷ്യൻ എഴുതി വെച്ച അറബി മലയാളം പുസ്തകമാണത്. അപ്പൊ അത് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ കൃതി എടുത്തുകൊണ്ട് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അത് കാലഹരണപ്പെട്ട സാധനമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പണ്ടത്തെ ഒരു കൃതി എടുത്തുണ്ട് ഓടയിൽ നിന്ന്, കേശവദേവിന്റെ ഓടയിൽ നിന്ന്. അതെടുത്തുകൊണ്ട് വന്ന് ഇപ്പോഴത്തെ ബെന്യാമിനെതിരെ മത്സരിക്കാൻ വന്നാൽ വിജയിക്കില്ല. കാരണം സാഹിത്യം ഒട്ടേറെ വളർന്നു, ഒട്ടേറെ മുമ്പോട്ട് പോയി. ഓടയിൽ നിന്നുള്ള കൃതിക്ക് അതിന്റെ പ്രാധാന്യമുണ്ട്, സംശയമൊന്നും വേണ്ട.
അല്ലെങ്കിൽ കുന്തലത എടുത്തോണ്ട് വരികയാണ് അപ്പു നെടുങ്ങാട്ടിയുടെ, അല്ലെങ്കിൽ ഇന്ദുലേഖ എടുത്തോണ്ട് വരികയാണ്. അതിനേക്കാൾ അപ്പുറത്ത് പോയി ലോക സാഹിത്യം, മലയാള സാഹിത്യം ഒത്തിരി മുമ്പോട്ട് പോയി. നിങ്ങൾ പഴയ കൃതിയും വെച്ചിട്ട് അതിലെ ഉദാഹരണവും അതിലെ കാര്യവും അതിലെ കണ്ടെത്തലും വെച്ചുകൊണ്ട് പറയരുത് ഇതൊക്കെ വല്ല ആക്രിക്കും തൂക്കിയിരിക്കേണ്ട കാലം കഴിഞ്ഞു. ഓക്കെ ഡോക്ടർ ഒരു സെക്കൻഡ്, ഒരു കാര്യം താങ്കൾ പറയുന്ന മുമ്പായിട്ട് ഇന്നിവിടെ വിഷയം അവതരിപ്പിച്ചത് താങ്കൾ കേട്ടിരുന്നല്ലോ അല്ലേ ഡോക്ടർ? ഒരു മിനിറ്റ് താങ്കൾ സംസാരിച്ച കഥ ഞങ്ങൾ കുറെ കേട്ടു. ഇനിയിപ്പോൾ ആ കഥയിലേക്ക് പോകണ്ടെന്നുള്ള താല്പര്യം ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. താങ്കൾ ഈ വിഷയം കേട്ടിരുന്നോ? ഇതിനെപ്പറ്റി എന്തെങ്കിലും എതിരഭിപ്രായങ്ങൾ താങ്കൾക്ക് പറയാനുണ്ടെങ്കിലോ ചോദ്യങ്ങൾ അതിൽ നിന്ന് ചോദിക്കുക. കാരണം ഞങ്ങൾ കഥ കുറേ നേരം കേട്ടു. ഇനിയിപ്പോൾ കഥ കേൾക്കാൻ താല്പര്യമില്ല. കാരണം ഒത്തിരി മെസ്സേജസ് വന്നു. സാധാരണ ഒരു പൊതുവെയുള്ള ഒരു താഴെ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്നൊരു കാര്യം വരാറുണ്ട്. ഞങ്ങൾ എതിരഭിപ്രായങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ട് ചില സമയത്ത് തടസ്സം പറയുമ്പോൾ ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുന്നു. പക്ഷേ ഇന്ന് അവരുൾപ്പെടെ ഞങ്ങളോട് പറഞ്ഞു ഇനി ഈ കഥ കേൾക്കാൻ താല്പര്യമില്ലെന്ന്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും കേൾപ്പിച്ചത്. ഓക്കെ, ഏതായാലും അവർ മനസ്സിലാക്കിയതിൽ വളരെ സന്തോഷമുണ്ട്. ഓക്കെ, എനിവേ താങ്കൾക്ക് ഇനി ഈ വിഷയം അവതരിപ്പിച്ചതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഏതായാലും അക്കാനയുടെ കാര്യം അംഗീകരിച്ചതിൽ സന്തോഷമുണ്ട്. പിന്നെ ഹാഗിയ സോഫിയ ഇപ്പോഴത്തെ കാര്യത്തിൽ വലിയൊരു സംഭവം. പുള്ളി പോയതാണോ? ഹലോ, ഞാൻ ഓഡിബിൾ അല്ലേ? പുള്ളിക്കാരനെ താഴോട്ട് വിട്ടതാണോ അതോ? നമ്മളാരും വിട്ടിട്ടില്ല ബ്രദറെ. ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, പുള്ളി തന്നെ നമ്പർ ഇറക്കി പോയതാണ്. ഇവിടെ ആരും ചെയ്തിട്ടില്ലല്ലോ അല്ലേ? ഓക്കെ, അത് കേട്ടാ ഇങ്ങനെയാണ് മോങ്ങാനിടുന്ന നായയുടെ മണ്ടേ തേങ്ങ വേണമെന്ന് പറഞ്ഞു പറയാ. പുള്ളി എങ്ങനെ പോകാൻ നിൽക്കുകയായിരുന്നു. അല്ല, താഴെ പോലും നിൽക്കുന്നില്ല. ഞാൻ വിചാരിച്ചു താഴെ തിരിച്ചു വിളിച്ച് കയറ്റാണ്. താഴെ പോലും ഇല്ലാത്തൊരവസ്ഥയിൽ പോയി. ഓക്കെ, എനിവേ നടക്കട്ടെ, അടുത്ത ആളിലേക്ക് പോവാം. ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.